praise you. Praise the Lord. Thank you for your presence, Father God. ದೇವರ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ. വലിയ മഹത്വത്തിനായി നന്ദി അപ്പ. ದೇವರ ದೊಡ್ಡ ಮಹಿಮೆಗಾಗಿ ದೇವರಿಗೆ ಕೃತಜ್ಞತೆಗಳು. ഹല്ലേലൂയ. Hallelujah. എത്ര പറയുന്ന പകൽ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. ಎಷ್ಟು ಜನ ಇವತ್ತು ಸಂತೋಷದಿಂದ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಾಗಿದ್ದೀರಿ? യേശു നിങ്ങളുടെ മാറെ മാറ്റി യേശുവിന്റെ മധുരമാക്കി മാറ്റിയിരിക്കുക. ಯೇಸು ನಿಮ್ಮ ಮಾರವನ್ನ ನೀಗಿಸಿ ಯೇಸುವಿನ ಸಿಹಿಯಾಗಿ ನಿಮ್ಮನ್ನು ಮಾರ್ಪಡಿಸಿದ್ದಾರೆ. പാരമ്പര്യമായി നിങ്ങളിലേക്ക് വന്ന നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് വന്ന കയ്പുകൾ മാറി നിങ്ങളുടെ ജനറേഷന് മാറ്റം വന്നിരിക്കുന്നു. യേശുവിലുള്ള മധുരം നിങ്ങളോട് വെളിപ്പെടുകയാണ്. ಆಮೇಲೆ ಅನೇಕ ತಲೆಮಾರುಗಳಿಂದ ಬಂದಂತ ನಿಮ್ಮ ಕಹಿಗಳನ್ನು ಬದಲಾಯಿಸಿ ಯೇಸುವಿನಿಂದ ನಿಮ್ಮಲ್ಲಿ ಸಿಹಿಯನ್ನ ದೇವರು ತಂದು ಕೊಡುತ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെ കൂടെ വന്നവർ മാത്രം ഒന്ന് കൈ ഉയർത്തിക്കേ. ಇವತ್ತು ನಿರೀಕ್ಷೆಯೊಡನೆ ಪ್ರಾರ್ಥನೆಯಿಂದ ಬಂದಂತವರು ಮಾತ್ರ ನಮ್ಮ ಕರಗಳ ಮೇಲೆ ಎತ್ತಿಕೊಳ್ಳೋಣ. സത്യം പറയണം, സത്യം പറയണം. ഒരു പകർച്ച വീഴണം, എൻ്റെ കരത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കൂടിയാ ഞാൻ ഇവിടെ വന്നതെന്ന് അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കൈ ഉയർത്തിക്കേ. ಸತ್ಯವಾಗಿ ಹೇಳಬೇಕು, ನಾನು ದೇವರಿಂದ ಏನಾದರೂ ಹೊಂದಿಕೊಳ್ಳಬೇಕು, ನನ್ನಿಂದ ಅನೇಕ ಮಹತ್ಕಾರ್ಯಗಳು ನಡೆಯಬೇಕು ಮತ್ತು ಪ್ರಾರ್ಥನೆಯಿಂದ ಬಂದವರು ಮಾತ್ರ ನಿಮ್ಮ ಕರಗಳನ್ನು ಎತ್ತಿರಿ. എല്ലാവരും ഹാൻഡ്സ് ഡൗൺ. നിങ്ങൾ എല്ലാ കരയൊന്ന് താഴ്ത്തിക്കേ. ಎಲ್ಲರೂ ನಿಮ್ಮ ಕರಗಳನ್ನು ಕೆಳಗಾಕಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ಮತ್ತೊಂದು ಆವರ್ತಿ ನಾನು ಕೇಳ್ತೇನೆ, സത്യസന്ധമായിട്ട് മാത്രം ആൻസർ പറയണം. ಸತ್ಯವಾಗಿ ನೀವು ಆ ರೀತಿ ಮಾಡಿರುವುದಾದ್ರೆ ಮಾತ್ರವೇ ಉತ್ತರ ಕೊಡಬೇಕು. എന്റെ മേൽ ഒരു പകർച്ച വീഴണം, ഒരു ഹീലിംഗ് പവർ എന്റെ മേൽ വെളിപ്പെടണം, എന്റെ കരത്താൽ അത്ഭുതങ്ങൾ നടക്കണമെന്ന പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെയും വന്നവർ മാത്രം കരം ഉയർത്തി. ನನ್ನ ಮೇಲೆ ಒಂದು ದೈವಿಕ ಶಕ್ತಿ ಬೀಳಬೇಕು, ನಾನು ಅನೇಕರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವಾಗ ಬಿಡುಗಡೆ ನಡೆಯಬೇಕು ಮತ್ತು ಪ್ರಾರ್ಥನೆಯೊಡನೆ ಬಂದವರು ಮಾತ್ರ കരകളെത്തി. അവർ മാത്രം കരം ഉയർത്തി ഒന്ന് വർഷിപ്പ് ചെയ്തു തുടങ്ങി, അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ಹಾಗೆ ಪ್ರಾರ್ಥನೆಯೊಡನೆ ಬಂದವರು ಮಾತ್ರ ನಿಮ್ಮ ಕರಗಳನ್ನು ಮೇಲೆ ಎತ್ತಿ ಪ್ರಾರ್ಥನೆಯೊಡನೆ ಆರಾಧನೆ ಮಾಡುತ್ತಾ ಇರಿ. അവർ മാത്രം അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ಅವರು ಮಾತ್ರ ಅನ್ಯಭಾಷೆಯೊಡನೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ശമനദടകമനയാംബലൈനമടികമന ഉടരദലഗമനവരിഗലിഗമൈ സ്തുതിയോ ഘനവു എല്ലാ ನಿನಗೆ ದೇವಾ ನಿನಗೆ ಸ್ತುತಿಯು ಘನವು ಎಲ್ಲ ನಿನಗೆ ದೇವಾ ನಿನಗೆ. ಎಲ್ಲ ಸೇರೋಣ. ಸ್ತುತಿಯು ಘನವು ಎಲ್ಲ ನಿನಗೆ ದೇವಾ ನಿನಗೆ ಮಹಿಮೆ ಘನವು ಎಲ್ಲ ನಿನಗೆ ದೇವಾ ನಿನಗೆ. നിങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ನಿಮ್ಮ ಆಸೆಗಳನ್ನ ಮಾನಿಸುವಂತ ಕರ್ತನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಬಂದಿದ್ದಾರೆ. വചനം പറഞ്ഞു, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, ಯೆಹೋವನಲ್ಲಿ ಆನಂದಿಸಿರಿ. യഹോവ നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. ಯೆಹೋವನಾದ ದೇವರು ನಿಮ್ಮ ಮನಸ್ಸಿನ ಒಳ್ಳೆ ಆಸೆಗಳನ್ನ ನೆರವೇರಿಸಿಕೊಡುತ್ತಾರೆ. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു എന്റെ ഹൃദയത്തിലെ ദൈവികമായ നല്ല ആഗ്രഹങ്ങളെ ഇന്ന് പകൽ അത് നിറവേറാൻ പോകുകയാണെന്ന്? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ ನನ್ನ ಹೃದಯದೊಳಗಿರುವಂತ ಒಳ್ಳೆ ಆಸೆಗಳನ್ನ ದೇವರು ನೆರವೇರಿಸುತ್ತಾನೆ ಎಂಬುದನ್ನ? ഓ, ഇന്ന് തുടക്കം മുതലേ ഞാൻ കാണുന്നു പകർച്ചകൾ, ആത്മാവിന്റെ കൈമാറ്റങ്ങൾ നിങ്ങളുടെ മേൽ നടക്കുന്നത്. ನಾನು ಮುಂಚೆ ಇದರ ಆರಂಭದಲ್ಲಿ ನಾನು ಕಾಣುತ್ತಾ ಇದ್ದೇನೆ, ದೈವಿಕವಾದಂತ ಹರಡುವಿಕೆ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ನಡೆಯುತ್ತಾ ಇದೆ. നിങ്ങളുടെ മേൽ പകരപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയത്തില്ല. ನಿಮ್ಮ ಮೇಲೆ ಹರಡುವಂತದ್ದು ನಿಮಗೆ ಅದನ್ನ ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೆ ಆಗದೆ ಹೋಗಬಹುದು. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് നിങ്ങളുടെ എക്സാം ഷീറ്റിനകത്തുള്ള മാർക്സിന്റെ അടിസ്ഥാനത്തിലാണ്. ನೀವು ಕಲಿತಿದ್ದೀರಿ ಎಂಬುದಾಗಿ ತಿಳಿಯುವಂತದ್ದು ನಿಮ್ಮ ಮಾರ್ಕ್ ಶೀಟ್ ಅನ್ನ ನೋಡುವಾಗ ಮಾತ್ರವೇ. ഇതുപോലെ നിങ്ങളുടെ മേൽ പകരപ്പെട്ടുള്ള ആ ഗിഫ്റ്റുകൾ അറിയുന്നത് നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് അറിയാൻ പോകുന്നത്. ನೀವು ಹೊಂದಿದ್ದೀರಿ ಎಂಬುದನ್ನ ತಿಳಿದುಕೊಳ್ಳುವಂತದ್ದು ನೀವು ಮತ್ತೊಬ್ಬ ರೋಗಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವಾಗ ಅಲ್ಲಿಂದ ಬರುವಂತ ಫಲಿತಾಂಶದ ಮುಖಾಂತರ ನೀವು ತಿಳಿದುಕೊಳ್ಳುತ್ತೀರಿ. ഇതൊരു ഹീലിംഗ് സ്കൂൾ ആയതുകൊണ്ടാണ് ഞാൻ ഹീലിംഗിനെ കുറിച്ച് മാത്രം നിങ്ങളോട് സംസാരിക്കുന്നത്. ಇದು ಸ್ವಸ್ಥತೆಯ ಶಾಲೆಯ ಆದ ಕಾರಣ ಆ ಸ್ವಸ್ಥತೆಯ ಕುರಿತಾಗಿ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಮಾತನಾಡುತ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും.
കഴിയും. ನೀವು ಅದನ್ನ ಪ್ರಾಕ್ಟೀಸ್ ಮಾಡುವಾಗ, ರೋಗಿಗಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವಾಗ ಅದರ ಅನುಭವವನ್ನು ತಿಳಿದುಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯ. Hallelujah. Hallelujah. എത്ര പേർ ഇന്നലെ കർത്താവിന്റെ സൗഖ്യം ലൈവായി കണ്ടവർ ഒന്ന് കൈ ഉയർത്തിക്കേ. ಕರ್ತನ ಸೌಖ್ಯ ಮಾಡುತ್ತಾ ಇರುವುದನ್ನ ನೇರವಾಗಿ ಕಂಡವರು ಎಷ್ಟು ಜನ ಇದ್ದೀರಿ? ಕರಗಳನ್ನೆತ್ತಿರಿ. രാഷ്ട്രം ഇന്നലെ ഹീലായി. ನನಗೂ ಸಹ ನಿನ್ನೆ ಸ್ವಸ್ಥತೆ ಆಯಿತು. Hallelujah. Hallelujah. ഇന്നലെ സൗഖ്യം ആയവർ ഒന്ന് കൈ ഉയർത്താവോ? ನಿನ್ನೆ ಸೌಖ್ಯ ಹೊಂದಿಕೊಂಡವರು ನಿಮ್ಮ ಬಲಗೈಯನ್ನು ಮೇಲಕ್ಕೆತ್ತಿ. യഥാർത്ഥമായി ഇന്നലെ സൗഖ്യമായവർ, ಯಥಾರ್ಥವಾಗಿ ಸ್ವಸ್ಥತೆಯನ್ನು ಹೊಂದಿಕೊಂಡವರು, സൗഖ്യമായവർ മാത്രം. ഇന്നലെ സൗഖ്യമായവർ, ഇന്നലത്തെ സെക്ഷനിൽ സൗഖ്യമായവർ, ನಿನ್ನೆಯ ಸೆಕ್ಷನ್ ನಲ್ಲಿ ನೀವು ಸೌಖ್ಯ ಹೊಂದಿಕೊಂಡವರು ಮಾತ್ರ ನಿಮ್ಮ ಕರಗಳನ್ನೆತ್ತಿ. എന്താ സിസ്റ്റർ സംഭവിച്ചേ? ಸಹೋದರ, ನಿಮಗೇನು ಸಂಭವಿಸಿತು? ഇങ്ങോട്ട് വരും. ನಿನ್ನೆ ನಮ್ಮ ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಎದೆ ಉರಿ ಅಂತ ಹೇಳುವಾಗ ನನಗೆ ಎದೆ ಉರಿದಿತ್ತು. ಇಲ್ಲಿ ಗಂಟ್ಲಿಂದ ಎದೆ ತನಕ ನನಗೆ ಸ್ವಸ್ಥತೆ ಆಗಿತ್ತು. ഇന്നലെ എന്റെ അരികിലുണ്ടായിരുന്നവർക്ക് നെഞ്ചരിയിൽ ഉണ്ടായിരുന്നു. അത് എനിക്കും അത് അനുഭവപ്പെട്ടു. അത് എനിക്കും സൗഖ്യമായി. എനിക്ക് സൗഖ്യമായി. ഓക്കെ, സിസ്റ്ററിന്റെ കാലിന്റെ ഈ പോർഷൻ ഹീൽ ആകുന്നത് തന്നെ കാണിക്കുന്നല്ലോ. ನಿಮ್ಮ ಕಾಲಿನ ಪಾದದ ಕಡೆಗಳಲ್ಲಿ ಒಂದು ಸೌಖ್ಯ. അവിടെ പെയിൻ ഉണ്ടോ? അവിടെ പെയിൻ മാതിരിയല്ല, കർത്താവ് അവിടെ ഹീൽ ചെയ്യുന്നത് തന്നെ കാണിക്കും. ശരിയാണോ എന്ന് ചോദിച്ചേ? ನಿಮ್ಮ ಕಾಲಿನ ಪಾದದಲ್ಲಿ ಸ್ವಲ್ಪ ನೋವಿದೆ, ಅದು ಈಗ ಸೌಖ್ಯವಾಗಿದೆ. ಹೌದು, അല്ലേ? അത് തന്നെ മുട്ടിനും വേദനയുണ്ട് സിസ്റ്റർ. ನೋವಿತ್ತು. ശരിയാണോ? ശരിയാണോ? ಸರಿನಾ? എന്നോട് സിസ്റ്റർ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇടയ്ക്ക് നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ പിടുത്തം വരും. ശരിയല്ലേ? ಸರಿನಾ? യേശുക്കളെ സൗഖ്യമാക്കാൻ പോവാം. ಯೇಸು ನಿಮಗೆ ಸ್ವಸ್ಥ എത്ര പേർ ಮಾಡ್ತಾರೆ? ആഗ്രഹിക്കുന്നു ഇങ്ങനെ എന്നിലൂടെ ഒന്ന് വെളിപ്പെടണമെന്ന്? ಈ ರೀತಿಯಾಗಿ ಪ್ರಕಟವಾಗಬೇಕೆಂಬುದಾದನ್ನ ನನಗೆ ಪ್ರಕಟವಾಗಬೇಕೆಂಬುದಾಗಿ ಎಷ್ಟು ಜನ ಇಚ್ಛಿಸುತ್ತೀರಿ? നിങ്ങളുടെ പലപ്പോഴും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകും. ಅನೇಕ ಸಲ ನಿಮ್ಮ ನಿದ್ರಾಹೀನರಾಗ್ತೀರಿ. നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ ഹെഡേക്ക് അതിന്റെ ഒരു റീസണാ. ನಿಮಗೆ ಬರ್ತಾ ಇರುವಂತ ತಲೆನೋವಿಗೆ ಕಾರಣ. ಆಮೆನ್. നിങ്ങൾക്ക് ഹെഡേക്ക് വരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ಬರ್ತಾ ಉಂಟು. ഉണ്ടോ? ഉച്ചത്തിൽ പറഞ്ഞു, ഉണ്ടോ ഇല്ലയോ? ಇದೆ. ആ ഉറക്കം നഷ്ടപ്പെടുന്നത് കാരണം ഇവർക്ക് ഹെഡേക്ക് ഉണ്ടാകുന്നത്. ಆ ನಿದ್ರೆ ನಿಮಗೆ ನಷ್ಟವಾಗುವುದರ ನಿಮಿತ್ತವಾಗಿ ಆಗಿದೆ ನಿಮಗೆ ತಲೆನೋವು ಬರುತ್ತಾ ಇರುವಂತದ್ದು. പലപ്പോഴും നിങ്ങളുടെ മാനസികമായി ഭയങ്കര അസ്വസ്ഥതയിലേക്ക് നിങ്ങൾ പോകാറുണ്ട്. ಮಾನಸಿಕವಾಗಿ ಬಹಳ ഭയങ്കര ടെൻഷനിലേക്ക് നിങ്ങൾ പോകാറുണ്ട്. ತುಂಬಾ ಟೆನ್ಷನ್ ಮಾಡ್ತಾ എന്നാൽ ഇപ്പോൾ ദൈവശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. ದೇವರ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. ടോട്ടൽ ഹീലിംഗ്, ടോട്ടൽ ഡെലിവറൻസ്. ഒരു സാക്ഷ്യം പറയാൻ ഇവിടെ വന്നതാ. ನೀವೊಂದು ಸಾಕ್ಷಿ ಹೇಳುವುದಕ್ಕಾಗಿ ಬಂದದಾಗಿದೆ. എന്നാൽ യേശു അവരുടെ പ്രശ്നത്തെ റിവീൽ ചെയ്യുന്നു. ಯೇಸು ಅವರ ಸಮಸ್ಯೆಯನ್ನು ಅವರಿಗೆ ತಂದರು. യേശു അവരുടെ രോഗത്തെ വെളിപ്പെടുത്തുന്നു. ಅವರ ರೋಗವನ್ನು എത്ര പേർ വിശ്വസിക്കുന്നു യേശു സൗഖ്യദായകനാണെന്ന്? ನನ್ನ ಯೇಸು ಸೌಖ್ಯದಾಯಕನೆಂಬುದಾಗಿ ಎಷ್ಟು ಜನ Receive the power. ಯೇಸುವಿನ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೋ. Receive the power. ಯೇಸುವಿನ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೋ. Receive the healing power right now. ಯೇಸುವಿನ ಸ್ವಸ್ಥತೆ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೋ. ഇവർ ചാടുമ്പോൾ തന്നെ ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുക. ಕುಣಿಯುತ್ತಾ ಇರುವಾಗಲೇ ದೊಡ್ಡ ಸೌಖ್ಯ ಅವರಲ್ಲಿ ನಡೆಯುತ್ತಾ. അവരെ റിലീസ് ചെയ്ത് ಅವರನ್ನ ಬಿಟ್ಬಿಡಿ. വീഴുവാണെങ്കിൽ മാത്രമേ പിടിക്കാവുള്ളൂ. വീഴുವುದಾದ್ರೆ ಮಾತ್ರ ಹಿಡಿಯಿರಿ, ಇಲ್ಲಾಂದ್ರೆ ಬಿಡಿಯಬೇಡಿ. അവർ പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് ജയമുഴക്കുന്നത് ഞാൻ കാണുന്നു. ಸೈತಾನನ ತಲೆಯನ್ನು ಜಜ್ಜುತ್ತಾ ಜಯದ ಘೋಷವನ್ನು ಹೇಳುವುದನ್ನು ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. അവരുടെ ശരീരത്തിൽ ഇപ്പോൾ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആകെ ശരീരത്തിൽ അനേക വിടുതലുകൾ ನಡೆಯುತ್ತಾ ಇದೆ. അവരുടെ മേൽ വ്യാപരിച്ചിരുന്ന ചില രോഗ ആത്മാക്കൾ വിട്ടുപോകുക. ആകെ മേൽ വ്യാപിಸಿದಂತ ರೋಗ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದೆ.
ആ ചില രോഗത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുപോകുന്നത് ഞാൻ കാണുന്നു. ಆ ರೋಗದ ದುರಾತ್ಮವು ಆಕೆ ಶರೀರದಿಂದ ಬಿಟ್ಟು ಹೋಗುತ್ತಾ ಇರುವುದನ್ನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. എത്ര മെഡിസിൻ കഴിച്ചാലും ഹീൽ ആകാത്തത്, ಎಷ್ಟು ಔಷಧವನ್ನು ತೆಗೆದುಕೊಂಡರೂ പല ಸೌಖ್ಯವಾಗದೆ, ഡോക്ടേഴ്സിനെ കണ്ടിട്ടും സൗഖ്യമാകാത്തത്, ಅನೇಕ ವೈದ್ಯರನ್ನ ಭೇಟಿಯಾದರೂ ಸ್ವಸ್ಥತೆ ಹೊಂದಿಕೊಳ್ಳದೆ ഇന്ന് പകലത് ഹീലാകുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ഒരു ദുരാത്മാവ്, രോഗത്തിന്റെ ദുരാത്മാവ് വിട്ടുപോകുന്നത് ഞാൻ ಇವತ್ತು കാണുന്നു. ಸೌಖ್ಯವಾಗುವುದನ್ನು ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. ಅನಾರೋಗ್ಯವನ್ನು ತಂದಾಕುತ್ತಾ ಇದ್ದ ದುರಾತ್ಮವು ಬಿಟ್ಟು ಹೋಗುವುದನ್ನು ഇത് ನಾನು ഞാൻ ಕಾಣ್ತಾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആരൊക്കെയോ ഇതുപോലെ സംഭവിക്കുക. ಇಲ್ಲಿ ನಾನು ಹೇಳುತ್ತಾ ಇರುವಾಗಲೇ ಇದರಲ್ಲಿರುವಂತ ಯಾರ ಮಧ್ಯದಲ್ಲೂ ಅನೇಕರ ಮಧ್ಯದಲ್ಲಿ ಇದು ಸಂಭವಿಸುತ್ತಾ ಇದೆ. ഇപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വേണ്ടവർ പ്രാപിച്ചെടുത്തോ. ಈಗ ನಿಮಗೆ ಸ್ವಸ್ಥತೆ ಬೇಕಾದವರು ಹೊಂದಿಕೊಳ್ಳಿರಿ. ഓ സൗഖ്യം വേണ്ടവർ പ്രാപിച്ചെടുത്തോ. ಸೌಖ್ಯ ಬೇಕಾದವರು ಹೊಂದಿಕೊಳ್ಳಿರಿ. കർത്താവ് റോഷിനിയെ തൊട്ട് വിടുതലാക്കുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ട്. ನಿಮ್ಮ ಮುಖಾಂತರವಾಗಿ ರೋಷಿನಿ ಎಂಬಂತವರನ್ನ ಮುಟ್ಟಿ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. ഒരു പോളിന്റെ മേൽ ദൈവപ്രവൃത്തി നടക്കുന്നു. പോൾ ಒಬ್ಬ ಪೌಲ್ ಎಂಬಂತರ ಮೇಲೆ ದೈವರ ಕಾರ್ಯ ನಡೆಯುತ್ತಾ ಇದೆ. നിങ്ങളുടെ സകല രോഗങ്ങളെ ഇപ്പോൾ ചെക്ക് ചെയ്തേ. ನೀವು ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ ನಿಮ್ಮ ರೋಗಗಳು ನಿಮಗಿದ್ದಂತ ನೋವನ್ನು ನೀವು Come here, check come ಮಾಡಿ here. ನೋಡ್ರಿ. ಮುಂದೆ ಬನ್ನಿ. ചെക്ക് ചെയ്തേ. ನಿಮ್ಮ ಕಾಲುಗಳಲ್ಲಿ ಇದ್ದಂತ ನೋವಿದೆಯಾ? ಸಮಸ್ಯೆ ಏನಿತ್ತು Any ಅದನ್ನ ಪರೀಕ್ಷೆ pain, ಮಾಡಿ. any problem, ಏನಾದ್ರೂ ನೋವಿದೆಯಾ? ಏನಾದ್ರೂ ಸಮಸ್ಯೆ ಇದೆ ನೋಡ್ರಿ. check your knee. ನಿಮ್ಮ ಮೊಣಕಾಲನ್ನ ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ. ಒಂದ್ಸಲ Any pain, any problem? സത്യമാണോ? ಸತ್ಯವಾ ನೀವು ಹೇಳ್ತಾ ಇರೋದು? ಸತ್ಯ. ಸೌಖ್ಯವಾಗಿ ಎಲ್ಲ ನಾರ್ಮಲ್ ಆಗಿದೆಯಲ್ಲ? Complete healing. ಪೂರ್ಣವಾಗಿ ಸೌಖ್ಯವಾಗಿದೆ. ചില മെഡിസിനുകൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണ്. ಕೆಲವು ಔಷಧಗಳನ್ನ ಇವತ್ತಿಂದ ನೀವು ನಿಲ್ಲಿಸಲಿಕ್ಕಿದ್ದೀರಾ. Sometimes you have pain in your hand muscles. ನಿಮ್ಮ ಮಸಲ್ಸ್ ಗಳಿಗೆ ನೋವುಗಳಿತ್ತು. Check it right now. ಇದೆಯಾ ನೋಡಿ. ಶಬಾಲ. It is healed. ಅದು ದೇವರು ಸೌಖ್ಯ ಮಾಡಿದ್ದಾರೆ. Check it. Raise your hand. Raise your hand. ಒಂದ್ಸಲ ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ ನಿಮ್ಮ ಮಸಲ್ಸ್ ಗೆಲ್ಲ ನೋವಿದೆಯಾ ಎಂಬುದು. Just bend. കുനിഞ്ഞു നോക്കിയേ. ನೀವು ಒಂದ್ಸಲ ಬಗ್ಗಿ ನೋಡ್ರಿ. ಬಗ್ಗಿ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നില്ല അതൊന്ന് ചെയ്തു നോക്കിയേ. ನಿಮಗೆ ಏನೆಲ್ಲ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುತ್ತಾ ಇರಲಿಲ್ಲ ಅದನ್ನ ಮಾಡಿ ನೋಡಿ. ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ಕೂತು ಹೇಳುವುದಕ್ಕೆ ಸ್ವಲ್ಪ ಸಮಸ್ಯೆ ಇತ್ತು. അല്ല, ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ಕೂತು ಹೇಳುವುದು ನಿಮಗೆ ಸಮಸ್ಯೆ ಇತ್ತು. Check it. ಈಗ Check it. ನೋಡಿ ಮಾಡಿ ನೋಡಿ. ಕೂತ್ಕೊಳ್ಳಿ. ಸ್ತುತಿನಿವಾಸೆ ಕೂತು ಎದ್ದೋಡಿ. Any problem, any pain? ಯಾವ್ದಾದ್ರೂ ನೋವು ಏನಾದ್ರೂ ಇದೆಯಾ? നിങ്ങൾ സത്യമാണോ പറയുന്നത്? ನೀವು ಸತ್ಯವನ್ನ ಹೇಳ್ತಾ ಇದ್ದೀರಲ್ಲ, ಸತ್ಯ ಅಲ್ವಾ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരു സാക്ഷി പറയാൻ വന്നതാ. ಒಂದು ಸಾಕ್ಷ್ಯನ ಹೇಳುವುದಕ್ಕಾಗಿ ಆಕೆ ಮುಂದೆ ಬಂದದ್ದು. പക്ഷേ യേശു കംപ്ലീറ്റ് ആയി സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ಯೇಸು ಪೂರ್ಣವಾಗಿ ಸ್ವಸ್ಥಪಡಿಸುವಂತ ದೇವರೆಂಬುದನ್ನ ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಾ? ഭാഷയുള്ളവർ അന്യഭാഷകൾ സംസാരിച്ച് ಅನ್ಯಭಾಷೆಯೊಡನೆ ದೇವರನ್ನ ಆರಾಧನೆ ಮಾಡಿರಿ. അബോർഷൻ സ്പിരിറ്റുകൾ വിടുതലാകുന്നത് ഞാൻ കാണുന്നു. ಅಬೋರ್ಷನ್ ಆಗುವಂತ ದುಷ್ಟಾತ್ಮ ಶಕ್ತಿಯನ್ನ ದೇವರು ಬಿಡುಗಡೆ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. അബോർഷൻ കൺസീവ് ആകും, അതുപോലെ അബോർഷൻ ആകുന്നവർ ഇതിനകത്തുണ്ട്. ಪ್ರೆಗ್ನೆಂಟ್ ಆಗ್ತಾರೆ, ಅದಾದ ನಂತರ ಕೆಲವು ತಿಂಗಳೊಳಗಾಗಿ ಅಬೋರ್ಷನ್ ಆಗಿ ಹೋಗುವಂತವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. കർത്താവ് അങ്ങനെയുള്ള സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നു. ಆಗಿರುವಂತ ದುಷ್ಟ ಶಕ್ತಿಯನ್ನ ದೇವರು ಹೊಡೆಯುತ್ತಾ ಇದ್ದಾರೆ. അങ്ങനെയുള്ള ആരും ഇതിനകത്ത് നിൽക്കുന്നേ? ಆಗಿರುವಂತವ್ರು ಯಾರಾದರೂ ಇದ್ದೀರಾ ಇಲ್ಲಿ? അബോർഷൻ നടക്കുന്നു. ಅಬೋರ್ಷನ್ ನಡೀತಾ ಇದೆ. ആണോ? ಹೌದಲ್ಲ?
ദൈവശക്തി ഇപ്പോൾ ഇറങ്ങുന്നു. ಯೇಸು ಸ್ವಾಮಿಯ ಶಕ್ತಿ ಮುಟ್ಟುತ್ತಾ ಇದೆ. ദൈവശക്തി ഇറങ്ങുന്നു. ದೈವ ಶಕ್ತಿ ಇಳಿಯುತ್ತಾ ಇದೆ. നിന്റെ നന്മയെ കവർന്നതില്ലെന്ന സ്പിരിറ്റ്, ನಿನ್ನ ಆಶೀರ್ವಾದಗಳನ್ನ ತಡೆದಿಟ್ಟು ನಾಶ ಮಾಡುತ್ತಾ ಇರುವಂತ സ്നേക് സ്പിരിറ്റിനെ ഞാൻ ബ്രേക്ക് ചെയ്യാം. ಆವಿನ ಶಕ್ತಿಯನ್ನು ನಾವು ಮುರಿಯುತ್ತಾ ಇದ್ದೇವೆ. ചില സമയത്ത് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിനക്കുണ്ടാകുന്നു. ಆ ರೀತಿಯಾದಂತ ಕನಸುಗಳು ನೀನು ಕಾಣ್ತಾ ಇದ್ದೀ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ God is touching you right now. ಈಗ ನೀವು ಚಿಂತಿಸ್ತಾ ಇರುವುದು, God is touching you. നിന്റെ കർത്താവ് തൊടുന്നു ഇപ്പോൾ. ಯೇಸು ಸ್ವಾಮಿ ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾರೆ. സകല ബോണ്ടേജും ഇപ്പോൾ അഴിയുക. ಎಲ್ಲಾ ಕಟ್ಟುಗಳು ಯೇಸು ಮುಚ್ಚಿ ಮುರಿಯುತ್ತಾ ಇದ್ದಾರೆ. Receive the power. ಯೇಸುವಿನ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿ. Receive the power right now. ಬಲವನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. കുടുംബത്തിനകത്തുനിന്ന് ചില ഈവിൾ സ്പിരിറ്റുകൾ മാറുന്നു. ನಿಮ್ಮ ಕುಟುಂಬದ ಒಳಗಿನಿಂದ ದೆವ್ವದ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತಾ ಇದೆ. കുടുംബത്തിനകത്ത് വാഗ്ദത്തം നിറവേറാത്ത ചില വ്യക്തികളെ, ചില തലമുറകൾ വാഗ്ദത്തം നിറവേറാതെ കിടക്കുന്ന ചിലതിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. ಕುಟುಂಬದ ಒಳಗೆ ವಾಗ್ದಾನಗಳು ನೆರವೇರದೆ ಇರುವಂತ ಅನೇಕ ವ್ಯಕ್ತಿಗಳಿದ್ದಾರೆ. നിന്നെ കർത്താവ് തൊടുന്നത്, ಕರ್ತನು ನಿನ್ನನ್ನು ಮುಟ್ಟುವಂತದ್ದು നിന്റെ കുടുംബത്തെ വിടുതലാക്കാൻ വേണ്ടിയിട്ടാണ്. ನಿಮ್ಮ ಕುಟುಂಬವನ್ನ ಬಿಡುಗಡೆ ಮಾಡುವುದಕ್ಕೆ, നിന്റെ കുടുംബത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ്. ನಿನ್ನ ಕುಟುಂಬವನ್ನ സ്വതന്ത്രಪಡಿಸುವುದಕ್ಕಾಗಿ. നീ നാളുകളായി ഭാരപ്പെടുന്ന ലക്ഷിക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് കർത്താവ് നിന്റെ കുടുംബത്തിനെ സ്വതന്ത്രമാക്കുകയാണ്. ಅನೇಕ ದಿನಗಳಿಂದ ನಾಚಿಕೆ ಪಡುತ್ತಾ ಭಾರಪಡುತ್ತಾ ಇರುವಂತ ವಿಚಾರದಿಂದ ನಿನ್ನನ್ನು receive the power. ಯೇಸುವಿನ ಶಕ್ತಿ. Every feel the presence of God right now. എത്ര പേർ ദൈവ സാന്നിധ്യം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു? ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ನಾವು ಅನುಭವಿಸುತ್ತಾ ಇದ್ದೇವೆ. ഞാൻ കാണുന്നു നിങ്ങളുടെ ആത്മാവിലേക്ക് എന്തൊക്കെയോ കർത്താവ് പുതിയത് പകർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹാത്മതോടൊക്കെ ദേവരും ಕೆಲವುದನ್ನ ಆಮೆನ್ ಅರಳುತ್ತಾ ಇದ್ದಾರೆ. എന്തൊക്കെയോ നിങ്ങളുടെ ആത്മാവിലേക്ക് കർത്താവ് പകർന്നുകൊണ്ടിരിക്കുക. ಏನನ್ನೋ ಕರ್ತನು ನಿಮ್ಮ ಹೃದಯದೊಳಗೆ ಆಮೆನ್ ಅರಳುತ್ತಾ ಇದ್ದಾನೆ. യാ റാഠാ ലബ്രകശിയ തെരിയ. ശബ്ദലേ ദൂരഗടരശിയ. ഇന്ന് പകൽ ഫൈബ്രോയിഡുകൾ ഇവിടെ ഡിസപ്പിയർ ആകും, ഹീലാകും. ട്യൂമറുകൾ ഡിസപ്പിയർ ആകും. ಇವತ್ತು ಹಗಲಿನಲ್ಲಿ ಥೈರಾಯ್ಡ್ಗಳು, ಟ್ಯೂಮರ್ಗಳು, ಗೆಡ್ಡೆಗಳು ಇವತ್ತು ಸೌಖ್ಯವಾಗ್ತದೆ. ഫൈബ്രോയിഡുകൾ, ട്യൂമറുകൾ, ಥೈರಾಯ್ಡ್ ಹಾಗೂ ಟ್ಯೂಮರ್ ಅಥವಾ ಗೆಡ್ಡೆಗಳು അതിനാൽ ഭാരപ്പെടുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ಆ ರೀತಿಯಾಗಿ ನೋವಿನಲ್ಲಿರುವಂತವರು ಎಷ್ಟು ಜನ ಇದ್ದೀರಿ? ಥೈರಾಯ್ಡ್ ನಿಂದಲೂ ಕೆಲವು ಗೆಡ್ಡೆಗಳಿಂದ ಭಾರಪಡುವಂತವರು. നിങ്ങൾ ഇന്ന് പകൽ സൗഖ്യമാകും. ಇವತ್ತು ಆಗಲು ನೀವು ಸೌಖ್ಯವಾಗುತ್ತೀರಿ. നിങ്ങൾ ഇന്ന് പകൽ സൗഖ്യമാകുന്നു. ಇವತ್ತು ಆಗಲು ನೀವು ಸ್ವಸ್ಥರಾಗುತ್ತೀರಿ. കർത്താവേ, എല്ലാ ട്യൂമറുകളും ഡിസപ്പിയർ ആയി തുടങ്ങട്ടെ. ಎಲ್ಲಾ ಗೆಡ್ಡೆಗಳು ನಿಮ್ಮ ಶರೀರದಿಂದ ಬಿಟ್ಟು ಹೋಗಲಿ. ഇന്നലെ എന്താ ഹീലിംഗ് നടന്നേ? ನಿನ್ನೆ ನಿಮ್ಮಲ್ಲಿ ಯಾವ ಸೌಖ್ಯ ನಡೆದದ್ದು? ഇന്നലെ എന്താ? ನಿನ್ನೆ ಏನ್ ಸೌಖ್ಯ ನಡೀತು ನಿಮ್ಮಲ್ಲಿ? ಮಾಸ್ಟರ್ ಪ್ರೇಯರ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೇಳಿದ್ರು, ಆ ಸಿಸ್ಟರ್ ಪ್ರೇಯರ್ ಮಾಡಿದ್ರು, ಆದ್ರೂ ಇದು ಸೌಖ್ಯ ಆಗ್ಲಿಲ್ಲ. ನಂಗೆ ಅಲ್ಲಿ ತೋರಿಸ್ತಾ ಇತ್ತು. ನಿನ್ನೆ ನಾನು ಮಧ್ಯಾಹ್ನ 3 ಗಂಟೆಗೆ ಪ್ರೇಯರ್ ಮುಗಿಸಿ ಮನೆಗೆ ಹೋದೆ. ಮನೆಗೆ ಹೋಗಿ ಚೆಕ್ ಮಾಡುವಾಗ ಅದು ಸ್ಥಳ ಇಲ್ಲಿ ತೋರಿಸ್ತಾ ಇತ್ತು. ಅದು ಸ್ಥಳ ಫುಲ್ ಡ್ರೈ ಆಗಿತ್ತು. ಹೌದು, ನಾನು ಇವತ್ತು ಸಭೆಗೆ ಬರ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ವೇನ ಅಂತ ತಿಳಿಸ್ಕೊಂಡೆ. ಮತ್ತೆ ಬೆಳಿಗ್ಗೆ ಪುನಃ ನಂಗೆ ನೋಡುವಾಗ ಫುಲ್ ಅದು ಕ್ಲಿಯರ್ ಆಗಿತ್ತು. ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് അന്നേരം നോക്കിയപ്പോൾ സൗഖ്യമായില്ലായിരുന്നു. വീട്ടിൽ പോയി നോക്കി, പിന്നെ അതിന്റെ വേദന അധികമായി അനുഭവിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ വരുവാൻ പറ്റുമെന്നുള്ളതായ ഒരു സംശയത്തിലായിരുന്നു. രാവിലെ എണിച്ചു നോക്കിയപ്പോൾ മൊത്തമായി അത് മാറി. എന്തായിരുന്നു അതിന്റെ പ്രോബ്ലം? എന്തായിരുന്നു ಅದಕ್ಕೆ ಸಮಸ್ಯೆ ಏನಾಗಿದ್ದು? ನಂಗೆ ಅದು ಆ ಥರ ಪ್ರಾಬ್ಲಮ್ ಆಗಿ ಅದು ಇನ್ಫೆಕ್ಷನ್ ಆಗಿತ್ತು ಅಂತ ಹೇಳಿದ್ರು ಡಾಕ್ಟರ್. 2 ತಿಂಗಳಿಂದ ಗುಣ ಆಗ್ಲಿಲ್ಲ. ಮೆಡಿಸಿನ್ ಮತ್ತೆ ಮೊದಲು ತಗೊಳ್ತಿದ್ದೆ, ಆದ್ರೂ ಗುಣ ಆಗ್ತಿರ್ಲಿಲ್ಲ. ನಂಗೆ ಅದೊಂಥರ ತುರಿಸ್ಕೊಂಡು ರಕ್ತನೇ എത്ര വർഷമായിട്ടുള്ളതാ? 2 മാസമായിട്ട് അത് ഉണ്ടായിരുന്നു. പല ഡോക്ടറുകളെ കാണിച്ചു, മരുന്നെടുത്തു, എന്നാലും സൗഖ്യമാകുന്നില്ലായിരുന്നു. അവിടെ ചിലപ്പോൾ ഇറിറ്റേറ്റ് ആയിട്ട് അവിടെ നിന്ന് ബ്ലഡും വരുന്നുണ്ടായിരുന്നു. അത് പൂർണ്ണമായി ഹീലായി. ಅದು ಪೂರ್ಣವಾಗಿ ಹೌದು, ನಿನ್ನೆ ಅದು ಫುಲ್ ಹೀಲ್ ಆಯ್ತು. ನಾನು ಮನೆಗೆ ಹೋಗಿ ಚೆಕ್ ಮಾಡಿದೆ. ಇಲ್ಲಿ ನಂಗೆ ಆ ಸಿಸ್ಟರ್ ಪ್ರೇಯರ್ ಮಾಡುವಾಗ ಇತ್ತು, ಅವ್ರು ಚೆಕ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೇಳಿದ್ರು, ಆಗ ಇತ್ತು. ನಂಗೆ ನಾನು ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ ಆಗ್ಲಿಲ್ಲ, ತುಂಬಾ ತುರಿಸ್ತಾ
ನಾನು ಎದ್ದು ಮನೆಗೆ ಹೋದೆ. 3 ಗಂಟೆಗೆ ಫಾಸ್ಟ್ ಪ್ರೇಯರ್ ಮುಗಿಸಿ ಮನೆಗೆ ಹೋದೆ. ಮತ್ತೆ ಮನೆಗೆ ಹೋಗಿ ನಾನು ಸ್ವಲ್ಪ ಸ್ನಾನ ಮಾಡಿ ಚೆಕ್ ಮಾಡುವಾಗ ಅದು ಡ್ರೈ ಆಗಿತ್ತು. ಮತ್ತೆ ನನಗೆ ಅದರಿಂದ ತೋರಿಸ್ತಾ ಇಲ್ಲ. ಈಗ ನಾನು ಮತ್ತೆ ರಾತ್ರಿ ಎಣಿಸ್ಕೊಂಡೆ, ನನಗೆ ಬೆಳಿಗ್ಗೆ ಎಲ್ಲಾದರೂ ಎಂಥ ಪ್ರಾಬ್ಲಮ್ ಆಗ್ಬೋದಾ, ಹೋಗ್ತೇನೆ ಚರ್ಚಿಗೆ ಅಂತೇಳಿ ಎಣಿಸ್ಕೊಂಡೆ. ಮತ್ತೆ ಬೆಳಿಗ್ಗೆ ಕೂಡ ಎಂತ ಇಲ್ಲ, ക്ലിയർ ಆಗಿತ್ತು. ഞാൻ ಬಂದೆ ಬೆಳಿಗ್ಗೆ സമയം. പിന്നെ വീട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അല്പമായുള്ള വേദന ഉണ്ടായിരുന്നു എങ്കിൽ രാവിലെ എണിച്ച് ചെക്ക് ചെയ്തപ്പോൾ പൂർണ്ണമായി അത് മാറിയിരിക്കുന്നു. അവിടുന്ന് ബ്ലഡ് വരുമായിരുന്നു. ബ്ലഡ് വരുമായിരുന്നു. ഇന്ന് എനിക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആ സംശയത്തിലായിരുന്നു. രാവിലെ എടിച്ച് കുളിച്ച് നോക്കിയപ്പോൾ അത് ആ പ്രശ്നമില്ല. കർത്താവ് ചിലത് അന്നേരം ഹീൽ ചെയ്യും. ആ കർത്തനോ ആ ക്ഷണದಲ್ಲೇ ಕೆಲವರಿಗೆ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾರೆ. പോകുമ്പോൾ ഹീലാകും, ಕೆಲವರು ಹೋಗುವಾಗ ಸ್ವಸ್ಥ ಹೊಂದಿಕೊಳ್ಳುತ್ತಾರೆ. കാരണം ഇവിടെ പറയുന്ന വേർഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് അതിന്റെ അർത്ഥം. ಇಲ್ಲಿ ಹೇಳುವಂತ ದೇವರ ವಾಕ್ಯವು ಕ್ರಿಯೆ ಮಾಡುತ್ತಲೇ ಇರುತ್ತದೆ ಎಂಬುದಾಗಿದೆ ಅದರ ಅರ್ಥ. നിന്റെ മാറ കർത്താവ് മധുരമാക്കി മാറ്റാൻ ನಿನ್ನ ಕಹಿಯನ್ನ ದೇವರು ಸಿಹಿಯಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. കർത്താവിന്റെ കരം നിന്നെ സ്പർശിക്കുന്നത് ഞാൻ കാണുന്നു. ಕರ್ತನ ಹಸ್ತವು ನಿಮ್ಮನ್ನ ಸ್ಪರ್ಶಿಸುತ್ತಾ ಇರುವುದನ್ನ ಕಾಣ್ತಾ ಇದ್ದೇನೆ. പലതും പരാജയപ്പെട്ടു, പലതും നിന്റെ ലൈഫിൽ നഷ്ടപ്പെട്ട് വളരെ ദുഃഖത്തിന്റെ സമയത്താണ് നീ ഇവിടെ കയറി വന്നത്. അനേകതന്നെ നഷ്ടപ്പെടുത്തി സോത്തു ബഹಳ ದುಃಖದೊಡನೆ ಇಲ್ಲಿ ನೀನು ಬಂದದ್ದು. നീ എന്ത് ചെയ്താലും സക്സസ് ആകത്തില്ല, ഒരു സ്വസ്ഥതയില്ലാത്ത അനുഭവത്തിലാണ് നീ നിന്നത്. ಏನನ್ನು ಮಾಡಿದರೂ ಸಹ ಜಯ ಹೊಂದುವುದಕ್ಕಾಗದೇ ಇರುವಂತ ಒಂದು ಸ್ವಸ್ಥತೆ ಇಲ್ಲದಂತ ಮನಸ್ಸಿನೊಡನೆ ಬಂದಿ. ജൂലൈയുമായി ബന്ധപ്പെട്ട് കർത്താവ് നിനക്ക് ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. ಅದರ ಮುಖಾಂತರವಾಗಿ ದೇವರು ನಿನಗೋಸ್ಕರ ಒಂದು ದಾರಿಯನ್ನು ತೆರೆಯುತ್ತಾ ಇದ್ದಾನೆ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി നിന്റെ ലൈഫിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. ಇಂದಿನವರೆಗೂ ನೀನು ಕಾಣದೇ ಇರುವಂತ ಒಂದು ದೈವಿಕ ಕ್ರಿಯೆಯನ್ನು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ದೇವರು ಮಾಡಲಿಕ್ಕಿದ್ದಾರೆ. അലർജി രോഗത്തിൽ പിശാച് നിന്നെ തകർത്തെങ്കിൽ അലർജി രോഗത്തിന്റെ മേൽ കർത്താവ് നിനക്ക് ഒരു അധികാരം തരാൻ പോകുകയാണ്. ಅಲರ್ಜಿ ರೋಗದಿಂದ ನಿನ್ನ ಜೀವಿತವನ್ನು ನಾಶ ಮಾಡಿಸುವುದಕ್ಕಾಗಿ ಸೈತಾನನು ತಂತ್ರವಾಗಿದ್ದರೆ ಅದರ ಮುಖಾಂತರವಾಗಿ ದೇವರು ನಿನ್ನನ್ನು ಜಯದಲ್ಲಿ ನಡೆಸುವನಾಗಿದ್ದಾನೆ. ഇറഗുലർ ആയി കിടക്കുന്ന ചിലതിനെ കർത്താവ് റെഗുലർ ആക്കി നിന്നു. ആ മേഖല നിന്നെ ഹീൽ ചെയ്യുന്നു. മന്ത്ലി വരുന്ന ചില സ്റ്റൊമക് പെയിനുകൾ, നിനക്ക് സഹിക്കാൻ പറ്റാത്ത സ്റ്റൊമക് പെയിനുകളെ യേശു ഹീൽ ചെയ്യുക. ತಿಂಗಳು ನಿನಗೆ ಬರುವಂತ ಹೊಟ್ಟೆಯ ನೋವಿನಿಂದಲೂ ದೇವರು ಈ ದಿನಗಳಲ್ಲಿ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. നിനക്ക് മന്ത്ലി സിവിയർ സ്റ്റൊമക് പെയിൻ, നിനക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത സ്റ്റൊമക് പെയിനാ. ತಿಂಗಳಲ್ಲಿ ಬರುವಂತ ನಿನಗೆ ಸಹಿಸುವುದಕ್ಕಾಗದೇ ಇರುವಂತ ಹೊಟ್ಟೆ ನೋವು ಬರುತ್ತದೆ. ಹೌದಲ್ವಾ? അത് യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നത് തന്നെ കാണിക്കുന്നു. ಅದು ಯೇಸು ಸ್ವಾಮಿ ಈಗ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾ ಇರುವುದನ್ನ ആ സമയം നീ ചില മെഡിസിൻ എടുക്കാറുണ്ട്. ಆ ಸಮಯದಲ್ಲಿ ನೀನು ಕೆಲವು ಔಷಧವನ್ನು ತೆಗೆದುಕೊಳ್ಳುತ್ತೀರಿ. ഇപ്പോഴും ആ മരുന്ന് ഞാൻ എടുക്കുന്നുണ്ട്. ആ മെഡിസിൻ കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോകുകയാണ്. ആ ഔഷധವನ್ನು ಇವತ್ತು ಆಗಲು ದೇವರು ಕ್ಯಾನ್ಸಲ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. അവൻ നിന്നെ തകർത്ത് കളയുന്ന ചില മെഡിസിനുകൾ, നിനക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ചില മെഡിസിനുകൾ കർത്താവ് ക്യാൻസൽ ചെയ്യുന്നത് തന്നെ കാണിക്കുന്നു. ನಿಮಗೆ ಸೈಡ್ ಎಫೆಕ್ಟ್ ಅನ್ನು ಮಾಡುವಂತ ಕೆಲವು ಔಷಧಗಳನ್ನು ಇವತ್ತಿನಿಂದ ಕ್ಯಾನ್ಸಲ್ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ഓ, നിന്റെ മേൽ ഒരു ദൈവശക്തി ഇറങ്ങുന്നു. ಈಗ ದೈವಿಕ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. പലപ്പോഴും നീ ചോദിക്കുന്നു, ഇത് എപ്പോൾ എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുമെന്ന് നീ ചോദിക്കാറുണ്ട്. ಅನೇಕ ಬಾರಿ ನೀವು ಪ್ರಶ್ನಿಸುತ್ತಾ ಇರ್ತೀರಿ, ಯಾವಾಗ ನನ್ನ ಶರೀರದಿಂದ ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. ഓ, എന്നാൽ ഇന്ന് പകൽ അതിന്റെ സമയമാണ് കർത്താവ് പറയുന്നു. ಇವತ್ತು ಆಗಲು ಅದರ ಸಮಯವೆಂಬುದಾಗಿ ದೇವರು ಹೇಳುತ್ತಾರೆ. ഇന്ന് പകൽ അതിന്റെ സമയമാണ്. ಇವತ್ತು ಆಗಲು ಅದರ ಸಮಯವಾಗಿದೆ. പലപ്പോഴും നീ അതിനകത്ത് വളരെ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിനെ ಅನೇಕ ಬಾರಿ ನೀನು ದುಃಖ ಅದರ ನಿಮಿತ್ತವಾಗಿ ದುಃಖದಲ್ಲಿರುವುದನ್ನು name of Jesus. rakatala barakatala balakasiyatere riyata barakasi ellaru worship ചെയ്തേ, എല്ലാവരും ആരാധന worship ചെയ്തേ, എല്ലാവരും ആരാധന ಮಾಡಿರಿ. ഓ, എന്റെ യേശുവിന്റെ മഹത്വം ഇവിടെ ഇറങ്ങി നിൽക്കുക. ದೇವರ ಮಹಿಮೆಯು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇರುತ್ತದೆ. യേശുവിന്റെ മഹത്വം ഇവിടെ ഇറങ്ങി നിൽക്കുക. ದೇವರ ಮಹಿಮೆಯು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇರುತ್ತದೆ. Receive your healing right now. ಈಗ ನಿಮ್ಮ ಸ್ವಸ್ಥತೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. Oh, receive healing power right now. ಯೇಸುವಿನ ಸ್ವಸ್ಥತೆಯ ಫಲವನ್ನು Receive the ಹೊಂದಿಕೊಳ್ಳಿರಿ. healing power right now. ಯೇಸು ಸ್ವಸ್ಥತೆಯ ಶಕ್ತಿಯನ್ನು Receive the ಹೊಂದಿಕೊಳ್ಳಿರಿ. healing power right now. ಯೇಸು ಸ್ವಸ್ಥತೆಯ ಶಕ್ತಿಯನ್ನು ಈಗಲೇ ಹೊಂದಿಕೊಳ್ಳಿರಿ. Oh, receive the gift of healing right now. ದೇವರ ವರದಾನವಾದಂತ ಸೌಖ್ಯತೆ ವರವನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. Worship the Lord right now. ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡಿ. Worship, worship, worship. റൂത്തുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ ചില വിടുതലുകൾ സംഭവിക്കുന്നു.
റൂത്തുമായി ബന്ധപ്പെട്ടുള്ള ഡെലിവറൻസുകൾ നടക്കുന്നു. ರೂತಳಿಗೆ ಸಂಬಂಧವಾದಂತ ಕೆಲವು ಸ್ವಸ್ಥತೆಯನ್ನು ದೇವರು ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. കർത്താവിന്റെ കരം തൊടുന്നതിനെ കാണിക്കുന്നു. ಆಕೆಯನ್ನ ಕರ್ತನ ಹಸ್ತವು ಮುಟ್ಟುತ್ತಾ ಇರುವುದನ್ನು ತೋರಿಸುತ್ತಾ ಇದ್ದಾರೆ. ഞാൻ പറയുന്ന പേരുകൾ ഉള്ളവർ നിങ്ങൾ അതിന്റെ കരം ഉയർത്തുക. നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരിക. ನಾನು ಹೇಳುವಂತ ಹೆಸರು ಇರುವಂತವರು ಇಲ್ಲಿ ಇರುವುದಾದರೆ ನಿಮ್ಮ ಕರಗಳನ್ನು ಎತ್ತಿ ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. ഓ, ഇവിടെ ലൈഫുകൾ ചേഞ്ച് ആകുക. ಇಲ್ಲಿ ಜೀವಿತವನ್ನು ದೇವರು ಬದಲಾಯಿಸುತ್ತಾ ಇದ್ದಾರೆ. ರೂತ್ ಯಾರು? ಬನ್ನಿ 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 ಬನ್ನಿ. ಪ್ರಬಲ ಶಂಗುಲಾದ ಗಡಗನ ಸತ್ತುರಿ ಧ್ವನ ಗಡ ಶಬ ಉಲ್ಲಸಿತಾರ ಗಡಗನ ಸತ್ತುರಿ ಅಮಾನದ ರಾಧನಸಿ ಉರ್ರಮ ಮಲ್ಲತೆ ಕೆಲಿದಾರ ಗಡನ ಶಬ್ದುರಾದ ಗಡಗನ ಗೊತ್ತಲ್ಲ. സഹോദരിയുടെ മകള്, ഈ പ്രിയ സഹോദരിയുടെ മകളാണ് റൂത്ത്. മകളാണ്. നിങ്ങളുടെ ജോയിന്റ്സ് പെയിനെ കർത്താവ് ഹീൽ ചെയ്യുന്നു. ನಿಮಗಿರುವಂತ ಜಾಯಿಂಟ್ಸ್ ಪೇನ್ ಅನ್ನ ದೇವರು ಈಗ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾರೆ. കർത്താവിനെ ചില ആർത്രൈറ്റിക് സ്പിരിറ്റ് പോലെ കർത്താവിനെ കാണിക്കുന്നു. ಆರ್ಥರೈಟಿಕ್ಸಿನ ಸ್ಪಿರಿಟ್ ಅನ್ನ ನಾನು ನೋಡ್ತಾ ಇದ್ದೇನೆ. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. ಕರ್ತನು ನಿಮಗೆ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾರೆ. റൂത്തിനെ കർത്താവ് വിടുതലാക്കും. ನಿಮ್ಮ ರೂತಳಿಗೂ ಸಹ ದೈವಿಕವಾದಂತದ್ದು ಬಿಡುಗಡೆ ನಡೆಯುತ್ತದೆ. അലർജികൾ ഹീൽ ആകുന്നത് കാണും. അലർജികൾ, ಕೆಲವು ಅಲರ್ಜಿಗಳನ್ನ ದೇವರು ಸ್ವಸ್ಥಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. അലർജികൾ ഹീൽ ആകുന്നത് കർത്താവിനെ കാണിക്കും. ಅಲರ್ಜಿ ಸ್ವಸ್ಥವಾಗುತ್ತಾ ಇರುವುದನ್ನು ದೇವರು ತೋರಿಸುತ್ತಾ ಇದ್ದಾರೆ. കർത്താവ് പറയുന്നു, അവൻ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ കരത്തിൽ റിസ്റ്റോർ ചെയ്തു വരാൻ പോകുകയാണ്. ನಿಮಗೆ ನಷ್ಟವಾದದನ್ನ ತಿರುಗಿ ಕರ್ತನು ನಿನ್ನ ಕರಗಳಿಗೆ ಒಪ್ಪಿಸುತ್ತಾ ಇದ್ದಾರೆ. ഓ, ദൈവിക മഹത്വം നിങ്ങളുടെ മേൽ ഇപ്പോൾ ഇറങ്ങിയ ದೇವರ ಮಹಿಮೆ ನಿಮ್ಮ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. ചില പുതിയ ആരംഭത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ನಿಮ್ಮನ್ನ ಮತ್ತೆ ಪುನರಾರಂಭಿಸುವುದಕ್ಕಾಗಿ ತೆಗೆದುಕೊಂಡು ಹೋಗುತ್ತಾರೆ. തലമുറയെ ഓർത്ത് നിങ്ങൾ ഒത്തിരി ഭാരപ്പെടുന്നു. ಮಕ್ಕಳ ಕುರಿತಾಗಿ ತುಂಬಾ ನೋವನ್ನು അവരുടെ ഫ്യൂച്ചർ എന്താകുമെന്ന് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. ಅವರ ಭವಿಷ್ಯತ್ ಏನೆಂಬುದಂತ ಬಹಳ ಚಿಂತೆಯಾಗಿದೆ. അതിനെ ഏറ്റെടുക്കാൻ പോകുകയാണ്. ಅದನ್ನ ಕರ್ತನು ವಹಿಸಿಕೊಳ್ಳುತ್ತಾ ಇದ್ದಾರೆ. ഓ, ഇപ്പോൾ ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ಈಗ ದೈವಿಕ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಆವರಿಸುತ್ತಾ ಇರುವುದನ್ನು ಕಾಣುತ್ತಾ ಇದ್ದೇನೆ. Receive your healing right now. ಯೇಸುವಿನ ಸ್ವಸ್ಥತೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive the power right now. Hallelujah. ಯೇಸುವಿನ Every darkness spirit, every demonic spirit, ಎಲ್ಲ ದುಷ್ಟ I ಶಕ್ತಿ break it to your power. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಮುರಿಯುತ್ತಾ ಇದ್ದೇನೆ. I break it to your power. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಮುರಿಯುತ್ತಾ By the name of Jesus Christ. ಯೇಸುವಿನ Right now. Oh, just worship him. Just worship him. ದೇವರನ್ನ ಆರಾಧನೆ ಮಾಡಿರಿ. ಅಲವದನ ಶಬ್ದನಾದ ಗಡಗನರದನ ಶೇ ಗರಬಲ ಹಾಸಿಗರ ಗಡಗನರದನ ಗಡಗನರದನ ಶೇ. ಹalleluya. ಅಲವದನ ಶಬ್ದನಾದ ಗಡಗನರದನ. Thank you, Jesus. ಅಬೇ ವಂದನೆ ಕರ್ತನೇ. Check your body. ನಿಮ್ಮ ಶರೀರವನ್ನ ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ. ഇതിനകത്ത് ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുന്നു. ಇದರ ಒಳಗೆ ದೊಡ್ಡ ಸೌಖ್ಯಗಳು ನಡೆಯುತ್ತಾ ಇದೆ. കണ്ടിന്യൂസ് ബ്ലീഡിംഗുകൾ സ്റ്റോപ്പ് ആകുന്നു. ಕಂಟಿನ್ಯೂ ಆಗಿ ಆಗುತ್ತಾ ಇರುವಂತ ರಕ್ತಸ್ರಾವವು ನಿಲ್ಲುತ್ತಾ ಇದೆ. കണ്ടിന്യൂസ് ബ്ലീഡിംഗുകൾ സ്റ്റോപ്പ് ആകുന്നു. ರಕ್ತಸ್ರಾವ ರೋಗವು ನಿಲ್ಲುತ್ತಾ ಇದೆ. ಶಬಲವದನ ಶಬ್ದ. അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ട്. ಆ ರೀತಿಯಾಗಿರುವಂತವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. കണ്ടിന്യൂസ് ബ്ലീഡിംഗ് ആകുന്നവർ ഇതിനകത്തുണ്ട്. ಕಂಟಿನ್ಯೂ ಆಗಿ ರಕ್ತಸ್ರಾವವಾಗುತ್ತಾ ಇರುವಂತವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದೀರಿ. ഗ്രീൻ കളർ, ಗ್ರೀನ್ ಚೂಡಿದಾರ, റെഡ് ഷോൾ. കർത്താവ് പറയുന്നത് ಶೀಲಾ അവളെ മാനസികമായി പോരാടുന്ന ചില മേഖലകൾ കർത്താവ് ഡെലിവറൻസ് ചെയ്യുന്നതിനെ കാണിക്കുന്നു. ಮಾನಸಿಕವಾಗಿ ಆಕೆ ಮೇಲೆ ಹೋರಾಡುವಂತಹ ದುಷ್ಟ ಶಕ್ತಿಯ ಮೇಲೆ ದೇವರು ചില ഡിപ്രഷൻ സ്പിരിറ്റുകൾ മാറുന്നത് കർത്താവിനെ കാണിക്കുന്നു. ಸ್ಪಿರಿಟ್ಗಳು ಬಿಟ್ಟು ಹೋಗುವುದನ್ನು ದೇವರು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. അവളെ പോരാടുന്ന ചില ഡിപ്രഷൻ സ്പിരിറ്റുകൾ, ಆಕೆ ಹೋರಾಡುವಂತ ಕೆಲವು ದುಷ್ಟ ಡಿಪ್ರೆಷನ್ ನ ಸ್ಪಿರಿಟ್ಗಳು. ഞാൻ പറഞ്ഞത് ശരിയാണോ? ನಾನು ಹೇಳ್ತಾ ಇರೋದು ಸರಿನಾ? അവരെ എത്ര പേർക്ക് അടുത്തറിയാവുന്നവരുണ്ട്? ಆಕೆಯನ್ನ ಸಮೀಪ ತಿಳಿದವರೆಷ್ಟು ಜನ ಇದ್ದೀರಿ? ഞാൻ പറഞ്ഞത് ശരിയാണോ? ಹೇಳ್ತಾರೆ ಸರಿನಾ? ഹല്ലേലൂയ. ಇಲ್ಲಿ ಬನ್ನಿ.
അവൾ ഉറക്കത്തെ പോരാടുന്ന ചിലത്, ಈಕೆಯ ನಿದ್ರೆಯಲ್ಲಿ ಹೋರಾಡುವಂತ ಕೆಲವುದನ್ನ പലപ്പോഴും ഇവൾ ഭയപ്പെട്ട് നിലവിളിക്കുന്നത് പോലെ കർത്താവിനെ കാണിക്കുന്നു. ಅನೇಕ ವರ್ತಿ ಬಹಳ ಭಯಪಟ್ಟು ಕೂಗಾಡುವುದನ್ನು ದೇವರು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. വലിയ ഭയം ഇവൾക്കുണ്ടാകാറുണ്ട്. ದೊಡ್ಡ ಭಯ ಈಕೆಗೆ ಉಂಟಾಗ್ತಾ ഞാൻ പറഞ്ഞ ശരിയാ? ಸರಿಯಲ್ವಾ? ആ സൗണ്ട് ഉണ്ടാക്കും ഭയം വരുമ്പോൾ. ಬಹಳ ಶಬ್ದ ಮಾಡುತ್ತಾರೆ ಭಯ ಬರುವಾಗ. ಅವ್ರು ತುಂಬಾ ಭಯ ಪಡ್ತಾರೆ, ಕಂಡಿ ಎಲ್ಲ ಪೂರ ಬಾಕಿ. ഇവളെ നിലവിളിച്ചോടുന്നത് പോലെ കർത്താവിനെ കാണിക്കുന്നു. ಆಕೆ ಕೂಗಿಕೊಂಡು ಓಡುವುದನ್ನು ನಾವು ಕರ್ತನು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. പല മെഡിസിനും ഇവളെ ശാന്തമാക്കാൻ കഴിയത്തില്ല. ಅನೇಕ ಔಷಧಗಳು ಈಕೆಗೆ ഒത്തിരി ಶಾಂತಪಡಿಸುತ್ತದೆ. മെഡിസിനുകൾ ಆ ಡಾಕ್ಟರ್ ಎಲ್ಲ ಅವರಿಗೆ ಇದು ಆಗಿದ್ದು ಮಾತ್ರೆ ಟ್ಯಾಬ್ಲೆಟ್ ಒಮ್ಮೆ ഒരു മെഡിസിനും സൗഖ്യമാക്കാൻ പറ്റുന്നില്ല. ಯಾವ ಔಷಧವು ಆಕೆಗೆ ಸ್ವಸ್ಥಪಡಿಸುವುದಕ್ಕಾಗುತ್ತಾ ಇಲ್ಲ. മെഡിസിൻ ഇവളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ಔಷಧವು ಆಕೆಯನ್ನ ಕಂಟ್ರೋಲ್ಗೆ ತರಲಿಕ್ಕಾಗುತ್ತಾ ಇಲ್ಲ. ഇവൾ പലപ്പോഴും അബോധാവസ്ഥയിലായി പോകുന്നത് കർത്താവിനെ കാണിക്കുന്നു. ಕೆಲವು ಸಮಯದಲ್ಲಿ ಪ್ರಜ್ಞಾಹೀನಳಾಗಿ ಮಾರ್ಪಡುವುದನ್ನು ബോധം കെട്ടുപോകും. ಆಮೇಲೆ ಪ್ರಜ್ಞಾಹೀನಳಾಗ್ತಾಳೆ. ತುಂಬಾ ಕಷ್ಟ ಪಡ್ತಾಳೆ. ಅದೇ ಅದೇ എന്നാൽ യേശു നിങ്ങളെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. ಯೇಸು ಸ್ವಾಮಿ ನಿಮಗೆ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾರೆ. ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവളെ, ಯಾರಿಗೂ ಕಂಟ್ರೋಲ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗದೆ, ഒരു മെഡിസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതിനെ, ಯಾವ ಔಷಧಕ್ಕೂ ನಿಯಂತ್ರಿಸುವುದಕ್ಕಾಗದೆ കാണുന്നു ഒരു കൂട്ടം മെഡിസിനുകൾ ഇങ്ങനെ ഒരു ബോക്സിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. ಅನೇಕ ಔಷಧವನ್ನ ಒಂದು ಬಾಕ್ಸ್ ನಲ್ಲಿ ಹಾಕಿಟ್ಟಿದ್ದೀರಿ. ഒരു ബോക്സിനകത്ത് കിടക്കുന്ന മെഡിസിൻ കർത്താവിനെ കാണിക്കും. ಒಂದು ಬಾಕ್ಸ್ ನಲ್ಲಿ ಇರುವಂತ ಔಷಧವನ್ನ ನಾವು ನೋಡುತ್ತಾ ಇದ್ದೇನೆ. ആവശ്യത്തിലധികം ഡോസുകൾ കൂടിയ മെഡിസിനുകൾ വെച്ചിരിക്കുന്നത്. ಅವಶ್ಯಕತೆಗಿಂತಲೂ ಅಧಿಕವಾದಂತ ಡೋಸ್ಗಳಿರುವಂತ ಔಷಧಗಳು. ആ മെഡിസിനുകൾ ഇവിടെ ശരീരത്തെ ഭയങ്കരമായിട്ട് ബാധിച്ച് ജോയിന്റ്സ് പെയിനുകൾ ഉണ്ടാകുന്നത് കർത്താവിനെ കാണിക്കുന്നു. ಆ ಔಷಧವು ಸೈಡ್ ಎಫೆಕ್ಟ್ ಅನ್ನು ತಂದು ಜಾಯಿಂಟ್ಸ್ ಗಳಿಗೆ ನೋವನ್ನು ತಂದು ಹಾಕುವುದನ್ನು ದೇವರು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. എന്നാൽ എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകലിന് യേശു ഈ മകളെ സ്വതന്ത്രമാക്കാൻ പോകുകയാണെന്ന്? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ ಇವತ್ತು ಆಗಲು ಯೇಸು ಈಕೆಯನ್ನು ಸ್ವಸ್ಥಪಡಿಸುತ್ತಾರೆ ಎಂಬುದನ್ನ? എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ കർത്താവ് ഇവിടെ സ്വതന്ത്രമാക്കാൻ പോകുകയാണ്? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ ನನ್ನ ಕರ್ತನು ಈಕೆಗೆ ಬಿಡುಗಡೆ ಕೊಡುತ್ತಾರೆ? ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ഈ മോളെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ಈ ಮಗಳ ಕುರಿತಾಗಿರುವಂತ ಯಾವುದಾದ್ರೂ ವಿಚಾರವನ್ನ ಮೊದಲು ಪಾಸ್ಟಿಗೆ ಹೇಳಿದ್ದೀರಾ? ಇಲ್ಲ ಇಲ್ಲ. ഇത് കർത്താവ് റിവീൽ ചെയ്തതാണെങ്കിൽ, ಇದು ಕರ್ತನು ತೋರಿಸಿರುವುದಾಗಿದ್ದರೆ, കർത്താവ് റിവീൽ ചെയ്തതാണെങ്കിൽ, ಕರ್ತನು ತೋರಿಸಿರುವುದಾಗಿದ್ದರೆ യേശു ഇതിനെ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ പോകുകയാണ്. ಯೇಸು ಈ ಮಗುವನ್ನ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾರೆ. യേശു കുഞ്ഞിനെ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ട് ಯೇಸು ಮಗುವನ್ನ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾರೆ. ചില ഈവൽ സ്പിരിറ്റുകൾ മാറുകയാണ്. ಕೆಲವು ದೆವ್ವದ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತವೆ. ഈവൽ സ്പിരിറ്റുകൾ മാറുകയാണ്. ದೆವ್ವದ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. ഈവൽ സ്പിരിറ്റുകൾ വിട്ടു മാറുകയാണ്. ದೆವ್ವದ ಬಂಧನಗಳು ಮುರಿಯಲ್ಪಡುತ್ತವೆ. ഈവൽ സ്പിരിറ്റുകൾ വിട്ടു മാറുകയാണ്. ದೆವ್ವದ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. ഈവൽ സ്പിരിറ്റുകൾ മാറിപ്പോകുകയാണ്. ದೆವ್ವದ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ആ ദൈവശക്തി മകളുടെ മേൽ ഇറങ്ങട്ടെ. ದೈವಿಕ ಶಕ್ತಿ ಈಕೆ ಮೇಲೆ ಇಳಿದು ಬರಲಿ. ദൈവശക്തി ഇറങ്ങട്ടെ. ದೈವರ ಶಕ್ತಿ ಇಳಿದು ಬರಲಿ. എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ വഴിയുന്നു. ಎಲ್ಲ ಸೈತಾನನ ಬಂಧನಗಳು ಮುರಿಯುತ್ತಾ ಇದೆ യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്, ಯೇಸುವಿನ ಎಲ್ಲ ಅಂಧಕಾರದ ಶಕ್ತಿಗಳು, ഡിപ്രഷൻ സ്പിരിറ്റ്, ಎಲ್ಲ ಡಿಪ್ರೆಷನ್ സ്പിരിറ്റ്, ಡಿಪ್ರೆಷನ್ you ಶಕ್ತಿಗಳು, have no authority, ಎಲ್ಲ ಅಧಿಕಾರಗಳು, you have no authority. The name of Jesus, ಯೇಸುವಿನ the ನಾಮದಲ್ಲಿ, name of Jesus, ಯೇಸುವಿನ the ನಾಮದಲ್ಲಿ, name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഈ മകളുടെ മേൽ ആ റിസൾട്ടുകൾ കാണും. ಅದರ ಉತ್ತರಗಳನ್ನು ನೀವು ಕಾಣ್ತೀರಿ. കർത്താവിന്റെ ക്രിയ അവളിൽ പ്രവർത്തിച്ചു തുടങ്ങി. ಕರ್ತನ ಕಾರ್ಯವಾಕ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗಿರುವುದರಿಂದ പാരമ്പര്യമായി നിൽക്കുന്ന ചില രോഗം, അത് ಪಾರಂಪರ್ಯದಿಂದ ಬಂದಂತ ಕೆಲವು ಶಕ್ತಿಗಳಾಗಿದೆ. ചില പാരമ്പര്യ സ്പിരിറ്റിനെ കർത്താവ് ബ്രേക്ക് ചെയ്യുക. ಪಾರಂಪರ್ಯವಾದಂತ ಶಕ್ತಿಗಳನ್ನ ದೇವರು ಮುರಿಯುತ್ತಾ ಇದ್ದಾರೆ. ഇതിനകത്തുള്ളവർ നിങ്ങളെ ചെക്ക് ചെയ്തോ? നിങ്ങൾ ഇതിനകത്ത് ഹീൽ ആവുക. ಈ ಕೆಲವರು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ನಿಮ್ಮನ್ನೇ ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿಕೊಳ್ಳಿ. ಕೆಲವರು ಸ್ವಸ್ಥ ಹೊಂದುತ್ತಾ ಇದ್ದೀರಿ. ഹീലായവർ കൈ ഉയർത്തിക്കുക. ഹീലാകുന്നവർ ಸೌಖ್ಯವಾಗುತ್ತಾ ಇರುವವರು ನಿಮ್ಮ ಕರಗಳನ್ನೆತ್ತಿರಿ. ಸೌಖ್ಯವಾಗಿ തൈറോയ്ഡുകൾ, മുഴകളെല്ലാം ಚೆಕ್ ചെയ്തേ. ಥೈರಾಯ್ಡ್ಗಳನ್ನ ಹಾಗೂ ಗೆಡ್ಡೆಯ ಸಮಸ್ಯೆ ಇರುವಂತವರು ನಿಮ್ಮನ್ನ ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ. ഹീലായവർ എന്ന് കൈ ഉയർത്തുക. ഇപ്പോൾ ഹീലായിക്കൊണ്ടിരിക്കുന്നവർ, ಈಗ ಸೌಖ್ಯ ಹೊಂದುತ್ತಾ ಇರುವಂತವರ ಕೈಗಳನ್ನೆತ್ತಿರಿ. എന്താ സംഭവിക്കുന്നത്? ಏನಾಗ್ತಾ ಇದೆ? ಏನಾರು ಸ್ವಸ್ಥ ಆಗಿದೆಯಾ ಈಗ? ಹೌದಾ? You
ട്യൂമറുകൾ ചെക്ക് ചെയ്ത് നിങ്ങൾ ಗೆಡ್ಡೆಗಳಿರುವಂತವರು ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ. എന്താ സംഭവിക്കുന്നത്? എന്താണ് ಏನಾಗ್ತಾ ಇದೆ ನಿಮಗೆ? വയറ്റിൽ ഭാരമുണ്ടായിരുന്നു, ഭാരം കുറഞ്ഞു. ഭാരം കുറഞ്ഞു. എന്താണ് ഭാരത്തിന് കാരണം? എന്തായിരുന്നു ഭാരಕ್ಕೆ ಕಾರಣವಾದದ್ದೇನಿತ್ತು? മുഴ ഉണ്ട്, മുഴ. ഇപ്പോൾ ഉണ്ടോ? മുഴയുണ്ടോ അതിനകത്ത്? ಹೀಗೆ ಇದೆಯಾ ನೋಡಿ. അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെ മനസ്സിലാകുന്നു കുറയുന്നു എന്ന്? ನೀವು ಹೆಂಗ್ ತಿಳ್ಕೊಳ್ತಾ ಇದ್ದೀರಾ ಅದು ಕಡಿಮೆ ಆಗ್ತಾ ಇದೆ ಎಂಬುದನ್ನು? കാലിന്റെ പാദത്തിൽ നിന്ന് ഒരു ചൂട് അനുഭവപ്പെടുന്നു. അത് കുറഞ്ഞു പോകുന്നു. അല്ല, നേരത്തെ എന്തോരം വലിപ്പം ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തോരം കുറഞ്ഞിട്ടുണ്ട്. ಮೊದಲು ಎಷ್ಟು ದಪ್ಪ ಇತ್ತು, ಈಗ ಏನಾದ್ರೂ ಕಡಿಮೆ ಆಗಿರೋದು ಕಾಣ್ತಾ ಇದೆ. വളരെ വയറ് കാണുമായിരുന്നു ആദ്യം, ഇപ്പൊ വയറ് ചുരുങ്ങിയിട്ടുണ്ട്. വയറ് ചുരുങ്ങിയിട്ടുണ്ട്. അല്ല, എന്തോരം കൈ ഒന്ന് കൊണ്ട് അളവ് കാണിക്കാൻ പറഞ്ഞു. നേരത്തെ എന്തോരം വലിപ്പമുണ്ട്, ഇപ്പോൾ എന്തോരം കുറഞ്ഞിട്ടുണ്ട്. ಹೊಟ್ಟೆ ದಪ್ಪ ಎಷ್ಟಿತ್ತು ಅನ್ನೋದನ್ನ ತೋರ್ಸಕ್ಕಾಗುತ್ತಾ ಕೈಯಲ್ಲಿ? ആ സൈസ് ഒന്ന് കാണിക്കാൻ പറഞ്ഞ കൈ കൊണ്ട്. ഇവരെ നേരത്തെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? 9 മാസം ഗർഭിണിയെ പോലെയായിരുന്നു. കണ്ടവരൊക്കെ എന്നെ ചോദിക്കുവായിരുന്നു ഗർഭിണിയാണോ എന്ന്. ഇപ്പൊ അത് കുറഞ്ഞു. ഇവരെ നേരത്തെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ಇದಕ್ಕಿಂತ ಮುಂಚೆ ಕಂಡವರು ಯಾರಾದ್ರೂ ಇದ್ದೀರಾ? ನೋಡಿದವರು ಆ ರೀತಿಯಾಗಿ ಹೊಟ್ಟೆ ആരെങ്കിലും ഉണ്ടോ? ഇവരെ നേരത്തെ എങ്ങനെയായിരുന്നു ഇവരുടെ വയറ്? ഒന്ന് പറയാവോ? ಹೌದಾ? ದಪ್ಪ ಇತ್ತಲ್ಲ ಹೊಟ್ಟೆ. ಸೇವಕರು ರೋಗಿಗಳಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಅಂತ ಹೇಳುವಾಗ ನಾನು ಮತ್ತೆ ಲೀಲಕ್ಕ ಅವರ ಹೊಟ್ಟೆ ಹಿಡಿದು ಪ್ರೇಯರ್ ಮಾಡಿದ್ದೇವೆ. ಆಗ ಅವರಿಗೆ ಇದು അല്ല, നേരത്തെ എത്രത്തോളം ഉണ്ടായിരുന്നു ഇവരുടെ വയറ്? ಆ ಹೊಟ್ಟೆ ತುಂಬಾ ದಪ್ಪ ಇತ್ತು. ಅವರು ಕೂತ್ಕೊಂಡೇ ಇದ್ರು. ನಿನ್ನೆ ವರ್ಷಿಪ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ಲಿಲ್ಲ. ಇವತ್ತು ಬೆಳಿಗ್ಗೆ ನಾನು ನೋಡಿದೆ, ಅವರು ಒಳ್ಳೆ ಮಾಡಿ ವರ್ಷಿಪ್ ಮಾಡ್ತಿದ್ರು. നേരത്തെ എത്രത്തോളം വയറുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ഉണ്ട്? വയറ് ഗർഭിണിയുടെ വയറ് പോലെയായിരുന്നു. ഇന്നലെ പാസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ രോഗികൾക്ക് വേണ്ടി. അന്നേരം സഹോദരി പോയി പ്രാർത്ഥിച്ചു. അന്നേരം തൊട്ട് പുള്ളിക്കാരത്തെ കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ആരാധിക്കുവാൻ കഴിയുന്നില്ലായിരുന്നു, ഇരുന്നായിരുന്നു. ഇന്ന് വന്ന് അവിടെ ആരാധിക്കുന്ന കൈയാൽ സൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ನಿಮ್ಮ ಕರಗಳಿಂದ ಸ್ವಸ್ಥತೆ ದೇವರು ನಡೆಸುತ್ತಲಿಕ್ಕೆ ಆರಂಭಿಸಿದ್ದಾರೆ. ಅದು വർദ്ധിക്കാൻ പോകുകയാ. ಅದು ಹೆಚ್ಚಲಿಕ್ಕಿದೆ. ഇപ്പോൾ അതിന്റെ ഒരു മഹത്വം നിങ്ങളുടെ മേൽ ഇപ്പോൾ ഇറങ്ങുകയാ. ಆ ಸೌಖ್ಯದ ಮಹಿಮೆ ನಿಮ್ಮ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. Receive it right now. Hallelujah. ಹೊಂದಿಕೊಳ್ಳಿರಿ. അവരെ പിടിക്കല്ലേ, വീഴുവാണെങ്കിൽ മാത്രമേ പിടിക്കാവൂ. ಆಕೆ ಹಿಡಿಯಬೇಡ್ರಿ, ಆಕೆ ಬೀಳುವುದಾದ್ರೆ ಮಾತ್ರ ಹಿಡಿದ್ರೆ ಸಾಕು. Receive the power right now. ದೇವರ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. Something. ಅನೇಕದು ಕೆಲವುದು ಅಮಲದಿರದನ ಶಬ್ದಗಳು ರಿಪಂಬಲವಾದನ നിങ്ങളുടെ കഴുത്തിന്റെ ഒരു വെയിറ്റ് സംബന്ധമായ പ്രോബ്ലത്തെ യേശു സൗഖ്യമാക്കുക. ನಿಮ್ಮ ಕುತ್ತಿಗೆಗಿರುವಂತ ಒಂದು ನರಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತ ನೋವನ್ನು ದೇವರು ಸ್ವಸ್ಥಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. ഒരു വെയിൻ സംബന്ധമായിട്ടുള്ള പെയിൻ നിങ്ങൾക്കുണ്ട്. ನರ ಸಂಬಂಧವಾದಂತ ಒಂದು ನೋವು ನಿಮಗಾದೆ. ശരിയാണോ ഞാൻ പറഞ്ഞത്? ಸರಿನಾ ಅವ್ರು ಹೇಳ್ತಾ ಇರುವುದು? അത് കാരണം നിങ്ങൾക്ക് ഒരു സൈഡ് ഭയങ്കര പെയിൻ ഉണ്ടാവും. വൺ സൈഡ് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും. ಅದರ ನಿಮಿತ್ತವಾಗಿ ಒಂದು ಬದಿ ಪೂರ್ಣವಾಗಿ ನೋವು ಇರುತ್ತದೆ. അതെ, ചിലപ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ട്. പക്ഷേ യേശു ഇപ്പോൾ സൗഖ്യമാക്കുക. ಈಗ യേശു സ്വസ്ഥಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. കാല് സംബന്ധമായിട്ട് കർത്താവ് ഇങ്ങനെ സ്ട്രൈറ്റൻ ചെയ്ത് അതിനെ ഹീൽ ചെയ്യുന്നത് കർത്താവിനെ കാണിക്കുന്നു. ನಿಮ್ಮ ಕಾಲಿನ ಸಂಬಂಧವಾಗಿ ಕಾಲಿಗೆ ಲೆವೆಲ್ ಆಗಿ ಇರದೇ ಇರುವಂತದನ್ನು ದೇವರು ಇವಾಗ ಸರಿಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. കർത്താവ് ബലപ്പെടുത്തുന്നതിനെ കാണിക്കുന്നു. ಕರ್ತನು ಬಲಪಡಿಸುತ್ತಾ ಇರುವುದನ್ನು ತೋರಿಸ್ತಾ. ചില സമയത്ത് നടക്കുമ്പോൾ ഇങ്ങനെ വേച്ചു പോകും, ബലഹീനപ്പെട്ടു പോകും. ನೀವು ಕೆಲವು ಸಮಯದಲ್ಲಿ ನಡೆಯುವಾಗ ಹೀಗೆ ಬೀಳುವಾಗೆ ಆಗ್ತದೆ. ഞാൻ ചോദിക്കുന്നത് ശരിയാണോ ചോദിച്ചു? ಹೇಳ್ತಾ ಇರುವುದು ಸರಿಯಲ್ಲವಾ? നടക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് ഇവർ സ്ട്രൈറ്റ് ആയിട്ട് നടക്കും, പക്ഷെ ഇങ്ങനെ വേച്ചു പോകുന്നത് കർത്താവിനെ ನೀವು കാണിക്കുന്നു. ಸರಿ ನೇರವಾಗಿ ನಡೆಯುವುದಕ್ಕೆ ಹೋಗ್ತೀರಾ, ಕೆಲವು ಸಮಯದಲ್ಲಿ ಬೀಳುವಂತ ಅನುಭವ ಆಗ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഈ വിഷയം മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണോ? ಇದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ನೀವು ಪಾಸ್ಟರ್ನ ಭೇಟಿಯಾಗಿ ಇದನ್ನ ಹೇಳಿದ್ರಾ? ഇത് കർത്താവ് റിവീൽ ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നുവോ? ಇದು ಕರ್ತನು ಪ್ರಕಟಪಡಿಸಿದ್ದು ಎಂಬುದಾಗಿ ನೀವು ನಂಬ್ತೀರಾ?
അങ്ങനെയാണെങ്കിൽ വെളിപ്പെടുത്തി യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു. ಹಾಗಾದ್ರೆ ಪ್ರಕಟಪಡಿಸಿದಂತ ಯೇಸು ನಿಮಗೆ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾರೆ. കാലുകളെ സ്ട്രൈറ്റ് ആക്കുന്നു. ನಿಮ್ಮ ಕಾಲುಗಳನ್ನು ನೇರ ಮಾಡುತ್ತಾರೆ. ഓ, ഇപ്പോൾ ആ ദൈവശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുന്നത്. ಆ ದೈವಿಕ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಇಳಿಯುತ್ತದೆ. Receive the power. ಯೇಸುವಿನ ಶಕ್ತಿ Receive the power. ಶಕ್ತಿ ಹೊಂದಿಕೊಳ್ಳೋಣ. Totally healing. ആ മുഴ പരിപൂർണ്ണ അപ്രത്യക്ഷമാകുക. ನೋಡಿ ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ. ಪರೀಕ್ಷಿಸಿ ನೋಡ್ರಿ. ನೋವಿದೆಯಾ ನೋಡಿ. ಗುಣವಾಯ್ತಾ? ചെക്ക് ഇറ്റ്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയല്ലേ, നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് പറയാം. ನಾವು ಕೇಳ್ತಾ ಇದ್ದೀವಿ ಎಂಬುದಾಗಿ ಹೇಳೋದು ಬೇಡ. First you check the body. ನೀವು ಪರೀಕ್ಷೆ ಮಾಡಿ Check your body. ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ. Any pain, any problem in your body? ನಿಮಗೆ ಏನಾದ್ರೂ ನೋವಿದೆಯಾ, ನಿಮಗೆ ಏನ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ, ಅದನ್ನ ಮಾಡಿ ನೋಡಿ. No. You are healed completely. ನೀವು ಪೂರ್ಣವಾಗಿ ಸ್ವಸ್ಥವಾಗಿದ್ದೀರಾ. Hallelujah. Hallelujah. നിങ്ങൾ ചില സമയത്ത് നടക്കുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകാറില്ലേ? ನೀವು ಕೆಲವು ಸಮಯದಲ್ಲಿ ನಡೆಯುವಾಗ ಹೀಗೆ ಬೀಳುವ ಹಾಗೆ ಆಗ್ತದೆ ಅಲ್ಲ? നിങ്ങളൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് നടന്ന് സ്പീഡിൽ നടന്ന് അങ്ങോട്ട് ನೀವು ವೇಗವಾಗಿ ಒಂದು ಸಲ ನಡೆದು ನೋಡಿ. സ്പീഡിൽ നടന്ന് ವೇಗವಾಗಿ ನಡೆಯಿರಿ. ವೇಗವಾಗಿ ನಿಮಗೆ ಎಷ್ಟು ಆಗ್ತದೆ? ಈಗೇನಾದ್ರೂ ಹಾಗೆ ಸಮಸ್ಯೆ ಇದೆಯಾ? ಈಗ ಹಾಗೆ ಸಮಸ್ಯೆ ಇದೆಯಾ? Are you feeling any different? ರೋಡಿನಲ್ಲಿ ನಡ್ಕೊಂಡು ಹೋಗುವಾಗ ಸ್ಲಿಪ್ ಆದಂಗೆ ಆಗ್ತಾ ಇತ್ತು. ಕೆಲವೊಂದ್ಸಲ ಕಾಲು ಸ್ಲಿಪ್ ಆದಂಗೆ ಆಗ್ತಾ ಇತ್ತು. ಸರಿ ಆಗಿದೆ. റോട്ടിൽ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും സ്ലിപ്പായി പോയി വീഴുന്ന പോലെ ആകുമായിരുന്നു. ഇപ്പോൾ അതെ. ശരിയായിട്ടുണ്ട്. ഇത് സിസ്റ്ററിനോട് പറഞ്ഞതാണോ? ಇದು ಸಿಸ್ಟರ್ ನೀವು ಪಾಸ್ಟರ್ ಹತ್ರ ಹೇಳಿದ್ರೆ ಇದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ? ಇಲ್ಲ ಹೇಳಲಿಲ್ಲ. കർത്താവ് വെളിപ്പെടുത്തത് യേശു തന്നെ. ಈ ಕರ್ತನು ಪ್ರಕಟಪಡಿಸಿದ್ದನ್ನ ಕರ್ತನೇ ಸ್ವಸ್ಥಪಡಿಸಿದ. ഏതെങ്കിലും രോഗിയുടെ മേൽ ഞാൻ കൈവച്ചോ? ಇವತ್ತು ನಿಮ್ಮ ರೋಗಿಗಳಾದಂತ ನಿಮ್ಮ ಮೇಲೆ ನಾನು ಕೈ ಇಟ್ಟಿದ್ದೇನಾ? സൗഖ്യമാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞോ? ಸೌಖ್ಯವಾಗಲಿ ಎಂಬುದ ಮಾತ್ರ ചിലരുടെ മേൽ മാത്രം കൈവച്ചു. ಕೆಲವರ ಮೇಲೆ ಮಾತ್ರ ನಾನು ಕೈ ಇಟ್ಟೆನು. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നടക്കുന്നതിന്? ഇപ്പോ ಈಗ ನಡೆಯುವುದರಲ್ಲಿ ಏನಾದ್ರೂ ವ್ಯತ್ಯಾಸ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಾ? നേരത്തെ പോലെയാണോ? ಮೊದಲು ನಡೆದ ಹಾಗೆ ಆಗಿದೆಯಾ? ಇಲ್ಲ, ವ್ಯತ್ಯಾಸ ಇದೆ. സ്ട്രൈറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ಸರಿ, ನೇರವಾಗಿ ನಡಲಿಕ್ಕೆ ಆಗ್ತಾ ಇದೆಯಲ್ಲ? ഞങ്ങൾ ചോദിക്കുന്നോണ്ട് പറയുന്നതാണോ അതോ ಹೇಳ್ತಾ ಇರುವುದರಿಂದ ಹೇಳುದಾ? നേരത്തെ എന്തായിരുന്നു പ്രോബ്ലം? ಮೊದಲು ಏನಿತ್ತು ನಿಮಗೆ ಸಮಸ್ಯೆ? ನಡೆಯುವಾಗ ആദ്യമേ ഞാൻ നടക്കുമ്പോൾ വീഴുന്ന പോലെ ആകുമായിരുന്നു. ഇപ്പൊ നടന്നപ്പോഴോ? ಈಗ ನಡೆದಾಗ ಈಗ ಸರಿ ನಡೀತಾ ಇದೆ. ഇപ്പോൾ ശരിക്കും നടക്കുക. ഓ, യേശു എത്ര വലിയവനാ! യേശു ಎಷ್ಟು ದೊಡ್ಡವರು! ഓ, യേശു ഇന്നും ജീവിക്കുന്നു. യേശു ಈಗಲೂ ಜೀವಿಸುತ್ತಾರೆ. He is our Rapha. ಯೆಹೋವ ರಾಫಾ. He is our Rapha. Hallelujah. Jesus is our Rapha. ಯೇಸು ನಮ್ಮ ಸೌಖ್ಯದಾಯಕರು. എല്ലാവരും ആരാധിച്ചേ. ಎಲ್ಲರೂ ಆರಾಧನೆ ಮಾಡಿರಿ. ಶಬಲವದನ ಶಬ್ದುರಾದ ಗಣಗಣ ರವಬಲಿವದನ ಶಬ್ದರೇ ಧೀರೆ ಗಣನ ಶಿಗಾರೆ ಗದಗನ ರಬ್ಬನಾದ ಗಣಗಣ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ വർഷിപ്പ് ചെയ്തു തുടങ്ങിക്കേ. ನಿಮ್ಮ ಕರಗಳನ್ನು ಎತ್ತಿ ದೇವರನ್ನ കരങ്ങളെ ഉയർത്തി കർത്താവിനെ വർഷിപ്പ് ചെയ്തു തുടങ്ങിക്കേ. ഞങ്ങൾ ഇനി വിളിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. ನಾವು ಕರೀತೇವೆ ಎಂಬುದಾಗಿ ನೀವು ನಿಲ್ಲೋದು ಬೇಡ. ഞങ്ങൾ പറയാൻ നിങ്ങൾ നിൽക്കണ്ട. ನಾವು ಹೇಳುವುದನ್ನ ನೀವು ಕಾಯೋದು ಬೇಡ.
നിങ്ങൾ നിങ്ങളെ തന്നെ ചെക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് സൗഖ്യത്തെ അനുഭവിക്കാൻ കഴിയും. ನಿಮ್ಮನ್ನು ನೀವೇ ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡುವುದಾದರೆ ನಿಮ್ಮ ಸೌಖ್ಯವನ್ನು ನಿಮಗೆ ಅನುಭವಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ. എന്താണോ നിങ്ങൾക്ക് കഴിയാത്തത്, ಏನು ನಿಮಗೆ ಆಗೋದಿಲ್ವೋ, എന്താണോ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്, ನಿಮ್ಮ ಶರೀರದಿಂದ ಏನನ್ನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇರಲಿಲ್ಲವೋ, ഇപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. ಈಗ ಅದನ್ನು ಮಾಡುವುದಕ್ಕೆ ನೀವು ಶ್ರಮ ಪಡಿರಿ. Try to do it. ನೀವು ಈಗ ಮಾಡಿರಿ, നിങ്ങൾക്ക് അത് ചെയ്തു നോക്കിയേ. ನಿಮಗೆ ಅದನ್ನು ಮಾಡಿ ನೋಡಿರಿ. ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ ഹീൽ ആയിക്കൊണ്ടിരിക്കുക. ಈ ವಾತಾವರಣದಲ್ಲಿ ನೀವು ಅದನ್ನು എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ನನ್ನ ಯೇಸು ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ. My Rapha is here. ನಮ್ಮ ಸೌಖ್ಯದಾಯಕನು ನಮ್ಮ My Rapha is here. ನಮ್ಮ ಸೌಖ್ಯದಾಯಕನು ಇದ್ದಾರೆ. My Rapha is here. ನಮ್ಮ ವೈದ್ಯನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ My Rapha is here. ನಮ್ಮ ವೈದ್ಯನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ನನ್ನ ಯೇಸು ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ. എത്ര പേർ സൗഖ്യത്തെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിക്കേ. ಎಷ್ಟು ಜನ ಸೌಖ್ಯವನ್ನು ಹೊಂದುತ್ತಾ ಇದ್ದೀರಾ? ಸೌಖ್ಯವನ್ನು ಅನುಭವಿಸುವವರು ಇದ್ದಾರೆ, ನಿಮ್ಮ ಕರಗಳನ್ನೆತ್ತಿ. സൗഖ്യം അനുഭവിക്കുന്നവർ മാത്രം, ಸೌಖ್ಯವನ್ನು ಅನುಭವಿಸ್ತಾ ಇರುವವರು ಮಾತ್ರ ಮುಂದೆ ಬನ್ನಿ. ಏನ್ ಸ್ವಸ್ಥತೆ ಹೊಂದುತ್ತಾ ಇದ್ದೀರಾ? ಒಂದು 15 ವರ್ಷದಿಂದ ಅಲರ್ಜಿ ಇತ್ತು ಕಾಲಲ್ಲಿ, ಕೈಯಲ್ಲಿ ಇಲ್ಲೆಲ್ಲ ಇತ್ತು. ಈಗ ಕಂಪ್ಲೀಟ್ ಆಗಿ ಎಂತ ಕೂಡ ಇಲ್ಲ. കഴിഞ്ഞ 15 വർഷമായി 15 വർഷം അലർജിയാൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്റെ കയ്യിലും ശരീരത്തിലും ഇല്ല. ഹല്ലേലൂയ. ഓ വർഷിപ്പ് ചെയ്ത യേശുവിനെ. അവർക്ക് നമുക്ക് ദേവനെ ആരാധന. ನೀವು ಯಾವ ರೀತಿ ಅದನ್ನು ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಾ? ಯಾಕೆಂದ್ರೆ ನಾನು ನಿನ್ನೆ ಮನೆಗೆ ಹೋಗಿ ನಾನು ನೋಡುವಾಗ ನನ್ನ ಕಾಲಲ್ಲಿ ಕೂಡ ಇತ್ತು, ಈ ಕಾಲಲ್ಲಿ ಎಲ್ಲ ಇತ್ತು, ತುಂಬಾ ತುರಿಸ್ತಾ ಇತ್ತು, ಮತ್ತೆ ಫುಲ್ ರೆಡ್ ಆಗಿ ತುಂಬಾ ಇದಾಗ್ತಾ ಇತ್ತು. ಮತ್ತೆ ನಾನು ನಿನ್ನೆ ಚೆಕ್ ಬೆಳಿಗ್ಗೆ ನಾನು ಎಣಿಸಿದೆ ಹೇಳ್ಬೇಕು ಅಂತ. ಈಗ ಪುನಃ ನಾನು ನೋಡ್ತಾ ಇದ್ದೇನೆ, ಇಲ್ಲಿ ಕೈಯಲ್ಲಿ ಇಲ್ಲಿ ತಾಗ್ತಾ ಇತ್ತು, ಕೈಯೆಲ್ಲ ಪ್ಲೇನ್ ಆಗಿ ಹೋಗಿದೆ. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയി എൻ്റെ കാലിലും കാലിൻ്റെ മുട്ടിൻ്റെയും തുടയുടെ അവിടെയൊക്കെ ഇതുണ്ടായിരുന്നു, റെഡ് പോലത്തെ അലർജി. ഞാൻ പരീക്ഷിച്ചു, അന്നേരം കുറവുണ്ടായിരുന്നു. ഇപ്പോഴിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൈയൊക്കെ തൊട്ട് നോക്കിയപ്പോൾ പൂർണ്ണമായി ആരാധന ಮಾಡಿ ആരാധന ಮಾಡಿ ആരാധന ಮಾಡಿ. സഭയുടെ ഒരു തൂണാക്കി നിർത്താൻ പോകുകയാണ്. ನಿಮ್ಮನ್ನ പവിത്രാത്മನು ഈ സഭയ സ്തംഭವಾಗಿ ನಿಲ್ಲಿಸಲಿಕ್ಕಿದ್ದಾರೆ. കൊടുക്കുന്ന അളവിൽ നിന്റെ കരത്തിൽ ചില നന്മകൾ കർത്താവ് ഏൽപ്പിക്കാൻ പോകുകയാണ്. സഭೆಗಾಗಿ ಕೊಡುವುದಕ್ಕಿರುವಂತ ಬೇಕಾದಂತ ಅಳತೆಯಲ್ಲಿ ದೇವರು ನಿಮಗೆ ಕೊಡ್ಲಿಕ್ಕಿದ್ದಾರೆ. കർത്താവ് പുതിയ ചിലത് നിന്റെ കരത്തിലേക്ക് കർത്താവ് ഒരു ഡീഡ് പോലെ നിന്റെ കരത്തിൽ വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ಕೆಲವು ಹೊಸ ಡೀಡ್ಗಳನ್ನು ದೇವರು ನಿನಗೆ ಕೊಡ್ಲಿಕ್ಕಿದ್ದಾರೆ. നിന്റെ ചില അവകാശത്തെ കർത്താവ് ഏൽപ്പിക്കാൻ പോകുകയാണ്. ನಿಮಗಿರುವಂತ ಅವಕಾಶವನ್ನು ನಿಮಗೆ ಬರಬೇಕು. ഒക്ടോബർ മാസം നീ ചിലത് സൈൻ ചെയ്തെടുക്കും. ഒക്ടോബർ മാസം നീ ചിലത് സൈൻ ചെയ്തെടുക്കും. ಅಕ್ಟೋಬರ್ ತಿಂಗಳಿನಲ್ಲಿ ನೀವು ಅದನ್ನ ರುಜುವಾಕಿ ತೆಗೆದುಕೊಳ್ಳುತ್ತೀರಿ. ഞാൻ കാണുന്ന ഒരു ഹെവി പ്രസൻസ് നിന്റെ മേൽ ഇറങ്ങുന്നതും ದೇವರ ದೊಡ್ಡ ಮಹಾಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಪ್ರಸಾನ್ನಿತಿ ಹಿಡಿತಾ ಇರುವುದನ್ನು, മുഴകളുടെ മേൽ നിനക്ക് അധികാരം കർത്താവ് തരുന്നതും, ಕೆಡ್ಡಗಳ ಮೇಲೆ ಅಧಿಕಾರ ದೇವರು ಕೊಡುವುದನ್ನ, നീ കൈവെക്കുമ്പോൾ അത്ഭുത ഹീലിംഗുകൾ നടക്കുന്നത് ഞാൻ കാണുന്നു. ನೀನು ಕರವಿಡುವಾಗ ಅನೇಕ ಅದ್ಭುತ ಸೌಖ್ಯಗಳು ನಡೆಯುವುದನ್ನು right now receive your power in the name of Jesus Christ. ಈಗಲೇ ದೈವಿಕ ಶಕ್ತಿಯನ್ನ ಹೊಂದಿಕೊಳ್ಳರೆ. Fire. ಉಡಲವಲ ಶಬ್ದರಾದ ಗಡಗನ
ആ ഇംപാർട്ടേഷൻ ഇവിടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പകർച്ചയെ കർത്താവ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ മേൽ അങ്ങനെ തീയുടെ അഭിഷേകം ഇറങ്ങുന്നു, തീയുടെ പകർച്ച ഇറങ്ങുന്നു. യേശു 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. 12 ಶಿಷ್ಯರನ್ನ ಸಮೀಪಕ್ಕೆ ಕರೆದು, ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് ಯೇಸು ಆ ಶಿಷ್ಯರನ್ನ ಸಮೀಪಕ್ಕೆ ಕರೆದು സകല വ്യാധികളെ സൗഖ്യമാക്കുവാനും ಎಲ್ಲಾ ವ್ಯಾಧಿಗಳನ್ನು ಸ್ವಸ್ಥಪಡಿಸುವುದಕ್ಕೂ സകല ഭൂതങ്ങളെ പുറത്താക്കുവാനും ಎಲ್ಲಾ ಭೂತಗಳನ್ನು ಹೊರಗಡೆ ಹಾಕುವುದಕ್ಕೂ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ಅವರಿಗೆ ಶಕ್ತಿಯನ್ನು ಅಧಿಕಾರವನ್ನು ಕೊಟ್ಟರು. ഓ, തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ತನ್ನ ಶಿಷ್ಯರನ್ನ ಸಮೀಪಕ್ಕೆ ಕರೆದು സകലവിധ വ്യാധികളെ സൗഖ്യമാക്കുവാനും ಎಲ್ಲಾ ವಿಧವಾದಂತ ರೋಗಗಳನ್ನು ಸ್ವಸ್ಥಪಡಿಸುವುದಕ್ಕೂ ഭൂതങ്ങളെ പുറത്താക്കുവാനും ದೆವ್ವಗಳನ್ನು ಹೊರಗಡೆ ಹಾಕುವುದಕ್ಕೂ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ಶಕ್ತಿಯನ್ನು ಅಧಿಕಾರವನ್ನು ಕೊಟ್ಟರು. ഇന്ന് പകൽ ആ വചനം നിങ്ങളുടെ മേലും നിവർത്തിയാകുകയാണ്. ವಾಕ್ಯವು ಇವತ್ತು ಆಗಲು ನಮ್ಮ ಮೇಲೆ ನೆರವೇರುವಂತದಾಗಿದೆ. ഇന്ന് പകൽ തന്റെ ശിഷ്യന്മാർക്ക് യേശു പകർന്നതുപോലെ ಇವತ್ತು ಆಗಲು ತನ್ನ ಶಿಷ್ಯರಿಗೆ ದೇವರು ಕೊಟ್ಟ ಹಾಗೆ, ഓ പത്രോസിന്റെ മേൽ പകർന്നതുപോലെ, ಪೇತ್ರನ ಮೇಲೆ ಹರಡಿದ ಹಾಗೆ, യോഹന്നാന്റെ മേൽ പകർന്നതുപോലെ, ಯೋಹಾನನ ಮೇಲೆ ಹರಡಿದ ಹಾಗೆ, അന്ത്രോസിന്റെ മേൽ പകർന്നതുപോലെ, ಆಮೇಲೆ ಆಂದ್ರೆಯನ ಮೇಲೆ ಹರಡಿದ ಹಾಗೆ, ഫിലിപ്പോസിന്റെ മേൽ പകർന്നതുപോലെ, ಫಿಲಿಪ್ಪನ ಮೇಲೆ ಹರಡಿದ ಹಾಗೆ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ സകല വ്യാധികളെ സൗഖ്യമാക്കുവാനും ಇವತ್ತು ಆಗಲು ನಿಮ್ಮ ಮೇಲೆ ಸಕಲ ವ್ಯಾಧಿಯನ್ನು ಸ್ವಸ್ಥ ಮಾಡುವ, സകല ഭൂതങ്ങളെ പുറത്താക്കുവാനും ಎಲ್ಲ ದೆವ್ವಗಳನ್ನು ಹೊರಗಡೆ ಹಾಕುವುದಕ್ಕೆ ശക്തിയും അധികാരം കർത്താവ് തരികയാണ്. ಶಕ್ತಿಯನ್ನು ಅಧಿಕಾರವನ್ನು ದೇವರು ಕೊಡ್ಲಿಕ್ಕೆ How many wants? Receive it right now. ನಿಮಗೆ ಬೇಕಾದರೆ ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive it right now. ಈಗಲೇ ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive it right now. ಈಗಲೇ ಹೊಂದಿಕೊಳ್ಳಿರಿ. പക്ഷേ ഇത് പറയുമ്പോൾ ബ്ലാക്ക് മാജിക്കിന്റെ അധികാരത്തിന് മേൽ ഒരു ഹെവി പവർ നിങ്ങളുടെ മേൽ ഇറങ്ങി നിങ്ങളുടെ മിനിസ്ട്രി ലൈഫ് മാറുന്നത് കർത്താവിനെ കാണിക്കുന്നു. എയ്ഡ്സ് രോഗികൾ അങ്ങനെയുള്ളവർ ഹീലാകുന്ന കാഴ്ച ഞാൻ കാണുന്നു. കർത്താവ് ബോംബെയുമായി കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യും. ബോംബെയുമായി കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യുന്നു. Do you want the anointing right now? ಈ ಸಮಯದಲ್ಲಿ ನಿಮಗೆ ಅಭಿಷೇಕ Yes. ಬೇಕಾ? Receive the power. ಹೊಂದಿಕೊಳ್ಳಿರಿ Receive ಯೇಸುವಿನ the power. ನಾಮದಲ್ಲಿ. ಹೊಂದಿಕೊಳ್ಳಿರಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Receive the power. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. There is something impart to you right now in the name of ಅದೇನು Jesus Christ. ವರ್ಗಾಂತರವಾಗುತ್ತಾ ಇದೆ. ഒരു മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ಮಹತ್ವ ನಿಮ್ಮ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. 2 തലമുറകളുടെ മേൽ വെളിപ്പെടുന്ന ഒരു അഭിഷേകം, ದೈವಿಕ ಅಭಿಷೇಕ ಇಳಿಯುತ್ತಾ ಇದೆ. തലമുറകളുടെ മേൽ വെളിപ്പെടുന്ന ഒരു തീ. ಮಕ್ಕಳ ಮೇಲೆ ಬೀಳುವಂತ ಒಂದು ಬೆಂಕಿ. നിങ്ങളുടെ ശൂന്യതകൾ മാറുന്നു. ನಿಮ್ಮ ಎಲ್ಲ ಶೂನ್ಯ നിങ്ങളുടെ ഫിനാൻഷ്യൽ മേൽ ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു. ഒരു പ്രോസ്പെരിറ്റി അനോയിന്റിംഗ്, ಒಂದು ಭಾಷೆಯ ഒരു പ്രോസ്പെരിറ്റി അനോയിന്റിംഗ്. ಅಭಿವೃದ್ಧಿಯ ಅಭಿಷೇಕ. ബോംബെ കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയുമായി കർത്താവ് നിങ്ങൾക്ക് ഒരു ലിങ്ക് തരികയാണ്. ಕರ್ನಾಟಕದಿಂದ ನಿಮಗೆ ಒಂದು ಲಿಂಕ್ ಅನ್ನು ತೆರೆದುಕೊಡ್ತಿದ್ದಾನೆ. കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയുമായി കർത്താവ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. ಕರ್ನಾಟಕದಿಂದ ಒಂದು ಮಹಾರಾಷ್ಟ್ರಕ್ಕೆ ಒಂದು ಲಿಂಕ್ ಅನ್ನು ಕೊಡ್ತಿದ್ದಾನೆ ಕರ್ತನು. ഈ വചനം എന്റെ മേൽ നിവർത്തിയാകാൻ പോകുക. ಈ ವಾಕ್ಯ ನನ್ನಲ್ಲಿ ನೆರವೇರಲಿಕ್ಕಿದೆ. ഈ വചനം എന്റെ മേൽ നിവർത്തിയാകാൻ പോകുക. ಈ ವಾಕ್ಯ ನನ್ನಲ್ಲಿ ನೆರವೇರಲಿಕ್ಕಿದೆ. ഈ വചനം എന്റെ മേൽ നിവർത്തിയാകാൻ പോകുക. ಈ ವಾಕ್ಯ ನನ್ನಲ್ಲಿ ನೆರವೇರಲಿಕ್ಕಿದೆ. ഓ, നിങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കും. ಅದು ಆರಾಧಿಸುವಾಗಲೇ ಅದು ಸಂಭವಿಸುತ್ತದೆ. ಎರಡು ಕರಗಳನ್ನ ಮೇಲೆ ಕೆತ್ತಿ ആർക്കൊക്കെ പകർച്ച വേണോ നിങ്ങൾ ആരാധിച്ചു. ನಿಮಗೆ ಯಾರಿಗೆ ಬೇಕಾಗಿದೆ ನೀವು ಆರಾಧನೆ ಮಾಡಿರಿ. നിങ്ങൾ ആരാധിച്ചു. നിങ്ങൾ എന്നെ നോക്കരുത്. ನೀವು ನಮ್ಮನ್ನು ನೋಡಬೇಡಿ, ನೀವು ಆರಾಧನೆ ಮಾಡಿರಿ. എന്റെ കൈവപ്പിനാലല്ല, ನನ್ನ ಕರ ಸ್ಪರ್ಶದಿಂದ ಅಲ್ಲ, എന്റെ കൈവപ്പിനാലല്ല. ನನ್ನ ಕರ ಸ್ಪರ್ಶದಿಂದ ಅಲ್ಲ. ഓ, യേശു നിങ്ങൾക്ക് നേരിട്ട് തരാൻ പോകുക. ಯೇಸು ನಿನಗೆ ಅದು ನೇರವಾಗಿ ಕೊಳ್ಳಿಕ್ಕೆ. ആരൊക്കെ ആത്മാർത്ഥമായി ആരാധിക്കുന്നുവോ ಯಾರೆಲ್ಲ ಹೃದಯಪೂರ್ವಕವಾಗಿ നിങ്ങളുടെ ಆರಾಧಿಸುತ್ತಾರೆ, മേലൊരു തീറങ്ങും. ನಿಮ್ಮ ಮೇಲೆ ಒಂದು ಬೆಂಕಿ ಇಳಿಯುತ್ತದೆ. കാരണം ഞാനല്ല പറഞ്ഞേ, ಇದು ನಾನಲ್ಲ ಹೇಳಿದ್ದು,
ഞാനല്ല പറഞ്ഞേ, ಇದು ನಾನಲ್ಲ ಹೇಳಿದ್ದು. യേശു അവരെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത് ಯೇಸು ಅವರನ್ನು ಸಮೀಪಕ್ಕೆ ಕರೆದು ಹೇಳಿದ, സകല രോഗികളെ സൗഖ്യമാക്കുവാനും ಸಕಲ ರೋಗಿಗಳನ್ನು ಸ್ವಸ್ಥಪಡಿಸುವುದಕ್ಕೆ, സകല വ്യാധികളെ സൗഖ്യമാക്കുവാനും ಸಕಲ ವ್ಯಾಧಿಗಳನ್ನು ಸ್ವಸ್ಥಪಡಿಸಿ, സകല ഭൂതങ്ങളെ പുറത്താക്കുവാനും ಎಲ್ಲಾ ಭೂತಗಳನ್ನು ಹೊರಗಡೆ ಹಾಕುವ യേശു നിങ്ങൾക്ക് ശക്തിയും അധികാരം ഇപ്പോൾ തരികയാണ്. ಯೇಸು ನಿಮಗೆ ಶಕ್ತಿಯನ್ನು ಅಧಿಕಾರವನ್ನು ಕೊಡುತ್ತಾ ಇದ್ದಾನೆ. യേശു നിങ്ങൾക്ക് ഇപ്പോൾ ശക്തിയും അധികാരവും തരികയാണ്. ಯೇಸು ನಿಮಗೆ ಶಕ್ತಿ ಅಧಿಕಾರವನ್ನು You ಕೊಡುತ್ತಾ can receive it right now. ಈಗಲೇ ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಿ. You can fire, 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 ಬೆಂಕಿ, ಬೆಂಕಿ, ರಬಲ, fire, ಬೆಂಕಿ, fire. ಬೆಂಕಿ, ರಬಲ, ശക്തിയും അധികാരവും. Yeah. Receive the power. 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 ಹೊಂದಿಕೊಳ್ಳಿರಿ ಶಕ್ತಿಯನ್ನು. Ah. ರಬಲ, Receive the fire. ಹೊಂದಿಕೊಳ್ಳಿರಿ fire. ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. ರಬಲ, ಶಬ್ದನಾದಗಳು. ശക്തിയും അധികാരവും. ಶಕ್ತಿಯನ್ನು ಅಧಿಕಾರ, 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 ശക്തിയും അധികാരവും. ಶಕ್ತಿಯನ್ನು ಅಧಿಕಾರವನ್ನು, വ്യാധികളെ പുറത്താക്കുവാൻ, ವ್ಯಾಧಿಗಳನ್ನು ಹೊರಗಡೆ ಹಾಕುವುದು, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, ಭೂತಗಳನ್ನು ಹೊರಗಡೆ ಹಾಕುವುದಕ್ಕೆ, രോഗികളെ സൗഖ്യമാക്കുവാൻ. ರೋಗಿಗಳನ್ನು ಸ್ವಸ್ಥಪಡಿಸುವುದಕ್ಕೆ. How many want to receive the fire? Amen. Hallelujah. Receive the fire right now. Amen. ಬೆಂಕಿ ಇಳಿಯಲಿ. Receive the fire right now. ಬೆಂಕಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive the fire right now. Amen. ಆತ್ಮನ ಬೆಂಕಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. ಶಬಲವಾದನ. Ah. ಉದರವಾದ ಶಬ್ದನಾದಗಳು. ಓ ರೋಗೋ ಸಿಖರೆ ದೊರೆ. ಉದರಕಿಲಾಶಿಯೇ. ಉರಿಕವನವಾದನ ಶಬ್ದನಾದಗಳು. ಓ ರಿಮಂಡನಾದಗಳು. റോഷന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നു. ರೋಷನ್ನ ಮೇಲೆ ದೇವರ ಹಸ್ತವು ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നു. ರೋಷನ್ ಎಂಬುವರ ಮೇಲೆ ದೇವರ ಹಸ್ತವು Who is ಪ್ರಕಟವಾಗುತ್ತಾ Roshan? ಇದೆ. ಯಾರು ರೋಷನ್? ರೋಷನ್ ಮುಂದೆ ಬನ್ನಿ. Who is Roshan? ಆಮೇಲೆ ರೋಷನ್ Just worship, 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 worship. ಆರಾಧನೆ ಮಾಡಿ, ಆರಾಧನೆ. നീ ഇന്നായിരിക്കുന്നത് പോലെ ഇനി ആകത്തില്ല. ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ നീ ഇനി ಈಗ ആകത്തില്ല. ಇರುವ ಹಾಗೆ ಇನ್ನೂ ಆಗಿರುವುದಿಲ್ಲ. നിന്റെ ലൈഫിനെ കർത്താവ് മൊത്തത്തിൽ മാറ്റാൻ പോകും. ನಿಮ್ಮ ಜೀವಿತವನ್ನ ದೇವರು ಪೂರ್ಣವಾಗಿ ಬದಲಾಯಿಸಲಿಕ್ಕಿದ್ದಾರೆ. ലോകം അറിയപ്പെടുന്ന രീതിയിൽ ഒരു മഹത്വം നിന്റെ മേൽ ഇറങ്ങും. ಲೋಕವು ಪ್ರಪಂಚವು ತಿಳಿಯುವಂತ ರೀತಿಯಲ್ಲಿ ಒಂದು ಮಹಿಮೆ ನಿಮ್ಮ ಮೇಲೆ ಇಳಿಯುತ್ತದೆ. ആർക്കും ഒരു പിശാചിനും തകർക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവശക്തിയാൽ കർത്താവ് നിന്നെ പുറത്തെടുക്കും. ಯಾವ ಸೈತಾನನು ನಿನಗೆ ಮುಟ್ಟುವುದಕ್ಕೆ ಆಗದಂತ ರೀತಿಯಲ್ಲಿ ದೈವಿಕ ಶಕ್ತಿಯಲ್ಲಿ ನಿಮ್ಮನ್ನು ದೇವರು ಹೊರಗೆ നഷ്ടപ്പെട്ട് മുടക്കിക്കളഞ്ഞതിന്റെ മേഖലകളെ അത്ഭുതകരമായ വാതിൽ കർത്താവ് തുറക്കുകയാണ്. ಅನೇಕ ಕಷ್ಟಗಳ ಮುಖಾಂತರವಾಗಿ ಮುಚ್ಚಲ್ಪಟ್ಟಂತ ಬಾಗಿಲುಗಳನ್ನ ದೇವರು ತೆರೆಯಲಿಕ್ಕಿದ್ದಾರೆ. ഞാനിത് പറയുമ്പോൾ തന്നെ ഹെവി അനോയിന്റിംഗ് മകന്റെ മേൽ ഇറങ്ങുന്നു. ಇದನ್ನು ಹೇಳುತ್ತಾ ಇರುವಾಗಲೇ ದೊಡ್ಡ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ, ಆತ್ಮ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ Receive the power right now. ಈಗಲೇ ಆತ್ಮನ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive the power right now. ಈಗಲೇ ಆತ್ಮನ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. റെയ്നാർഡ് ബോങ്കയെ പോലെ ರೆನಾಲ್ಡ್ ಮೋಂಗಿ ಅವರ ರೀತಿಯಲ್ಲಿ ഒരു ഹീലിംഗ് മിനിസ്ട്രി കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ಸ್ವಸ್ಥತೆಯ ಸೇವೆ, ഒരു മൈറ്റി ഇവാഞ്ചലിസ്റ്റായി, ಒಂದು ದೊಡ್ಡ ಸುವಾರ್ತಿಕನಾಗಿ, മൈറ്റി ഇവാഞ്ചലിസ്റ്റായി, ದೊಡ್ಡ ಸುವಾರ್ತಿಕನಾಗಿ, സുവിശേഷകന്റെ ആത്മാവോടുകൂടെ ಸುವಾರ್ತೆಯ ಆತ್ಮನೊಡನೆ, ഫിലിപ്പോസിനെ പോലെ ಫಿಲಿಪ್ಪನೋಪಾದಿಯಲ್ಲಿ Receive the power. ಆಮೇಲೆ ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive the power. ಶಕ್ತಿಯನ್ನು Receive, receive, receive. Receive. ಆಮೇಲೆ ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive. ഞാൻ കാണുന്നു ചിലരുടെയൊക്കെ കൈ ഫയർ ഹാൻഡ്സ് പോലെ കത്തുന്നത്. ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ ಕೆಲವರ ಕೈ ಬೆಂಕಿಯೋಪಾದಿಯಲ್ಲಿ ಉರಿಯುತ್ತಾ ಇರುವುದನ್ನು. Your hand is a fire hand. ನಿಮ್ಮ ಹಸ್ತಗಳು ಬೆಂಕಿ Your ಹಸ್ತವಾಗಿದೆ. tongue is fire tongue. നിന്റെ നാവ് അഗ്നി നാവായി ನಿಮ್ಮ മാറുന്നു. ನಾಲಿಗೆಯು ಅಗ್ನಿಯ ನಾಲಿಗೆ ಆಗಿದೆ. ഞാൻ ഈ രോഗത്തെ കാണുന്നത് പോലെ, ನಾನು ರೋಗವನ್ನ ನೋಡುವ ರೀತಿಯಲ್ಲಿ, അകത്തുള്ള രോഗത്തെ കാണുന്നത് പോലെ ನಾನು ಇಲ್ಲಿ ರೋಗ ಒಳಗಿರುವ അതിലും ശ്രേഷ്ഠ
വ്യത്യസ്തമായി ಅನೇಕ ವ್ಯತ್ಯಸ್ತವಾದ നിങ്ങളുടെ കണ്ണുകൾ ചില രോഗത്തെ കാണാൻ പോകുക. ನಿಮ್ಮ ಕಣ್ಣುಗಳು ಕೆಲವು ರೋಗಗಳನ್ನು ಕಾಣಲಿಕ್ಕಿದೆ. മറഞ്ഞിരിക്കുന്ന രോഗത്തെ കാണാൻ പോകുക. മറവാಗಿರುವಂತ ರೋಗಗಳನ್ನು ಕಾಣ್ತೀರಿ. നിങ്ങളുടെ കണ്ണ് കാണുന്ന രോഗാത്മാവിന് പിന്നെ ആ ശരീരത്തിൽ ഇരിക്കാൻ കഴിയത്തില്ല. ನಿಮ್ಮ ಕಣ್ಣುಗಳು ಕಾಣುವಂತ ರೋಗಾತ್ಮವು ಇನ್ನು ಆ ಶರೀರದಲ್ಲಿ ಇರುವುದಿಲ್ಲ. ഓ, ഇപ്പോൾ നിങ്ങൾ വർഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ തീ നിന്റെ മേൽ ഇറങ്ങി വരും. ಈಗ ನೀವು ಆರಾಧನೆ ಮಾಡುವಾಗಲೇ ಆ ಬೆಂಕಿ ನಿಮ್ಮ ಮೇಲೆ ಇಳಿದು ಬರುತ್ತದೆ. അന്ന് ശിഷ്യന്മാരെ യേശു വിളിച്ചെങ്കിൽ ಆವತ್ತು ಶಿಷ್ಯರು ಯೇಸುವಿನ ಬಳಿಗೆ ಬಂದರೆ ഇന്ന് കർത്താവ് ഡിവൈൻ ജനറേഷനെ വിളിക്കുക. ಅನೇಕ ಜನಾಂಗಗಳನ್ನು ದೇವರು ಕರೀತಾರೆ. ഡിവൈൻ ജനറേഷനെ കർത്താവ് വിളിക്കുക. ಡಿವೈನ್ ಜನರೇಷನ್ ಅನ್ನ ದೇವರು ಕರೀತಾ ಇದ್ದಾರೆ. ആരാ ഡിവൈൻ ജനറേഷൻ? ಯಾರಾಗಿದ್ದಾರೆ ಅವರು? ആരാ ഡിവൈൻ ജനറേഷൻ? ಯಾರು ಡಿವೈನ್ ಜನರೇಷನ್? ആ കരമുയർത്തി വർഷിപ്പ് ചെയ്ത് തുടങ്ങിയത് ನಿಮ್ಮ ಕರಗಳನ್ನು ಎತ್ತಿ ದೇವರನ್ನ ಆರಾಧನೆ ಮಾಡಿರಿ. കർത്താവ് നിങ്ങളെ ഇപ്പോ വിളിക്കുന്നേ. ನಿಮ್ಮನ್ನ ದೇವರು ಕರೀತಾ ಇದ್ದಾರೆ. നിങ്ങളോടാ പറയുന്നേ. ನಿಮ್ಮೊಟ್ಟಿಗೆ ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. സകല വ്യാധികളെ സൗഖ്യമാക്കുവാനും ಸಕಲ ವ್ಯಾಧಿಗಳನ್ನು ಸ್ವಸ್ಥಪಡಿಸಿ സകല വ്യാധികളെ സൗഖ്യമാക്കുവാനും ಎಲ್ಲ ರೋಗಗಳನ್ನು ಸೌಖ್ಯ ಮಾಡುವುದಕ್ಕೆ ഭൂതങ്ങളെ പുറത്താക്കുവാനും ಭೂತಗಳನ್ನು ಹೊರಗಡೆ ಹಾಕುವುದಕ್ಕೆ യേശു നിങ്ങൾക്ക് ಯೇಸು ನಿಮಗೆ ശക്തിയും ಶಕ್ತಿಯನ್ನು അധികാരവും തരിക. ಅಧಿಕಾರವನ್ನು ಕೊಡುತ್ತಾರೆ. Receive it right now. ಹೊಂದಿಕೊಳ್ಳಿರಿ ಈಗಲೇ. Receive it right now. ಈಗಲೇ ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive it right now. ಈಗಲೇ ಹೊಂದಿಕೊಳ್ಳಿರಿ. ആരൊക്കെ മേൽ തീയിറങ്ങുന്നു? തീയിറങ്ങുന്നു. ಬೆಂಕಿ ಇಳಿಯುವುದನ್ನ ആരൊക്കെ മേൽ ഹീലിംഗിന്റെ ആത്മാവ് വന്ന് ഇറങ്ങുന്നു? ಕೆಲವರ ಮೇಲೆ ಸ್ವಸ್ಥತೆ ಆತ್ಮ ಇಳಿಯುತ್ತಾರೆ. സൗഖ്യത്തിന്റെ ആത്മാവ് ആരൊക്കെ മേൽ ശക്തമായി ഇറങ്ങി വരുന്നു? ಕೆಲವರ ಮೇಲೆ ಶಕ್ತವಾಗಿ ಸ್ವಸ್ಥತೆ ಆತ್ಮ ಇಳಿದು ಬರುತ್ತದೆ. അങ്ങനെയുള്ളവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. ಹಾಗೆ ಇರುವವರಿಗೆ ಸುಮ್ಮನೆ ಇರುವುದಕ್ಕೆ അവർക്ക് ಆಗುವುದಿಲ್ಲ. നിൽക്കാൻ പറ്റത്തില്ല. ಅವರಿಗೆ ನಿಲ್ಲುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഓ, അവരെ ആത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങും. ಅವರನ್ನು ಆತ್ಮನ ನಿಯಂತ್ರಿಸುತ್ತಾರೆ. പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കാൻ തുടങ്ങും. ಪವಿತ್ರಾತ್ಮನು ಆತನನ್ನು ಅವರನ್ನು പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കാൻ തുടങ്ങും. ಪವಿತ್ರಾತ್ಮನು ಅವರನ್ನು ನಿಯಂತ್ರಿಸುತ್ತಾರೆ. നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു ശക്തി, ನಿಮಗೆ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ಆಗದೆ ഓ, ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്തൊരു ശക്തി ನಿಮ್ಮ ಶರೀರಕ್ಕೆ ಒಂದಾಮೇನ ಅನುಭವಿಸುವುದಕ್ಕಾಗದೆ Receive it. ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive it right now. ಈಗಲೇ ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive it right now. ಈಗಲೇ ಹೊಂದಿಕೊಳ್ಳಿರಿ. Yeah, something. ಕೆಲವರು Receive it right now. ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive it right now. Receive. ഒരു മഹിമയും മേഘം നീ എഴുന്നേൽക്കുമ്പോൾ പഴയ മനുഷ്യനെ പോലെ എഴുന്നേൽക്കത്തില്ല. ഒരു മഹിമയും മേഘം എന്റെ ഇടത്തെ മൂടുമേ. ഒരു മഹിമയും മേഘം എന്റെ ജനത്തെ മൂടുമേ. വിലകാത മേഘം നീ I command every spirit of sickness. വിലകാത മേഘം നീർ മുൻ സെല്ലും മേഘം. വിലകാത മേഘം വിലകാത മേഘം മുൻ സെല്ലും മേഘം. ആവിയാനവരേ, 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 തെളിവിൻ ആവിയാനവരേ, ആവിയാനവരേ, ഒരു മഹിമേ മേഘം എൻ ജനത്തെ മൂടുമേ. ഒരു മഹിമേ മേഘം ഈ ജനത്തെ മൂടുമേ. ഒരു മഹിമേ മേഘം നിങ്ങൾ ഇത് ശ്രദ്ധിക്കല്ലേ? നിങ്ങൾ പ്രാപിക്കാൻ നിന്നേ. Brother, you are healed. ನೀವು ಸೌಖ್ಯ ಹೊಂದ್ಕೊಳ್ತಾ ಇದ್ದೀರಾ. യേശു നിങ്ങളെ സൗഖ്യമാക്കുക. ಯೇಸು ಸ್ವಾಮಿ ನಿಮ್ಮನ್ನ ಸೌಖ್ಯ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ಶಿವಾಲವಾದನ ಶಂಕುರಾಧೀರ ಗಡಗರ
നിങ്ങളുടെ കരത്തിൽ ചില ചെക്കുകൾ വരുന്നത് കർത്താവിനെ കാണിക്കുന്നു. ಕೆಲವು ಚೆಕ್ಗಳು ನಿಮ್ಮ ಕರಗಳಿಗೆ ದೇವರು ಕೊಡ್ಲಿಕ್ಕಿದ್ದಾರೆ. ചില ചെക്കുകൾ, ಕೆಲವು ಚೆಕ್ಗಳನ್ನು ലോസ് ആയി കിടക്കുന്ന ചിലതിന്മേൽ കർത്താവ് ചില പ്രോഫിറ്റുകളെ കൊണ്ടുവന്ന് നിറയ്ക്കുക. ನಷ್ಟವಾದ ಕೆಲವದ ಮೇಲೆ ಪಾಸಿಟಿವಾದ ಕಾರ್ಯವನ್ನು ದೇವರು ಮಾಡಲಿಕ್ಕಿದ್ದಾರೆ. ലോസ് ആയത് മാറുകയാ, ನಷ್ಟವಾದದ್ದು ಇವತ್ತು ನೀಗುತ್ತಾ ಇದೆ. വിശാഖപട്ടണവുമായി ചില കണക്ഷൻ കർത്താവ് നിങ്ങൾക്ക് തരുന്നത് ഞാൻ കാണുന്നു. വിശാഖപട്ടണവുമായി ചില കണക്ഷൻ, ವಿಶಾಖಪಟ್ಟಣದ ವಿಶಾಖಪಟ್ಟಣಕ್ಕೆ നിങ്ങൾക്ക് വേണ്ടി ചില ഡോറുകൾ തുറക്കപ്പെടുകയാ. ಕೆಲವು ದ್ವಾರಗಳು ದೇವರು ನಿಮಗೋಸ್ಕರ ತೆರೆಯುತ್ತಾ ಇದ್ದಾರೆ. നാളുകളായി നിന്ന ചില രോഗബന്ധനങ്ങൾ അഴിയുന്നത് കർത്താവിനെ കാണിക്കുന്നു. ಕೆಲವರು ಅನೇಕ ದಿನಗಳಿಂದ ಕೆಲವು ರೋಗ ಬಂಧನಗಳನ್ನು ಮುರಿಯುತ್ತಾ ಇದ್ದಾರೆ. Check it, you are healed right now. ಈಗಲೇ ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ, ನೀವು ಸೌಖ್ಯವಾಗಿದ್ದೀರಾ? You are healed right now. ಈಗಲೇ ಸೌಖ್ಯವಾಗಿದ್ದೀರಿ. You are healed. ನೀವು ಸೌಖ್ಯವಾಗಿ, You are healed. ನೀವು ಸೌಖ್ಯವಾಗಿದ್ದೀರಾ? You are healed. ನೀವು ಸೌಖ್ಯವಾಗಿದ್ದೀರಿ. Check it, check it, check it, check it. ಪರೀಕ್ಷೆ ಮಾಡಿ. ಗುಣಾಗಿದೆಯಾ? ಸ್ವಸ್ಥವಾಗಿ, സൗഖ്യമായി. ಆಮೆನ್. എത്ര നാളായിട്ടുള്ള പ്രോബ്ലം? ಎಷ್ಟು ದಿನದಿತ್ತು ಆ ಸಮಸ್ಯೆ? ನಿನ್ನೆಯಿಂದ ಆರಾಧನೆ ಮಾಡುವಾಗ ಜಾಸ್ತಿ ಆಯ್ತು. ഇന്നലെ തൊട്ട് ഭയങ്കര വേദന ഉണ്ടായിരുന്നു, ആരാധിക്കുമ്പോഴും വേദന ഉണ്ടായിരുന്നു. ഇപ്പം ഗുണമായി. ഒന്ന് ആരാധിച്ചേ. ಒಂದ್ಸಲ ನೀವು ಆರಾಧನೆ ಮಾಡಿ. ഇതുപോലെ നിങ്ങളുടെ ഫിനാൻസ് തുറന്നു വരികയാ. ಇವತ್ತಿನಿಂದ ನಿಮ್ಮ ಹಣಕಾಸಿನ ವಿಚಾರವು ഫിനാൻഷ്യൽ മണ്ഡലങ്ങൾ തുറന്നു വരികയാ. ഫിനാൻഷ്യൽ മേഖലകൾ തുറന്നു വരികയാ. ಹಣಕಾಸಿನ ಬಾಗಿಲುಗಳು ತೆರೆಯುತ್ತಾ ಇದೆ. നിങ്ങളുടെ ചില ക്രൂസേഡുകൾ തുറക്കപ്പെടും. ನಿಮ್ಮ ಮುಖಾಂತರವಾಗಿ ಕೆಲವು ಉಜ್ಜೀವನ ಕುಟುಂಬಗಳ നിങ്ങളുടെ ചില പട്ടണത്തിന്റെ വാതിൽ തുറക്കപ്പെടും. ನಿಮ್ಮ ಮುಖಾಂತರವಾಗಿ ಕೆಲವು ಪಟ್ಟಣದ ಬಾಗಿಲುಗಳು രാജാക്കന്മാരുടെ മേലുള്ള അനോയിന്റിംഗ് നിങ്ങളുടെ മേൽ കർത്താവ് തരും. ನಿಮ್ಮ ಮೇಲೆ ಆ ದೇವರ ಆತ್ಮನ ಸಾಕ್ಷಿ ಹಿಡಿದು ಬರುತ್ತದೆ. എന്നാൽ ഇപ്പോൾ ചില ഗിഫ്റ്റുകൾ നിങ്ങളുടെ മേൽ കൈമാറുന്നു. ದೇವರು ಕೆಲವು ವರಗಳನ್ನು ನಿಮ್ಮ ಮೇಲೆ ಸುರಿಸ್ತಾ ಇದ್ದಾರೆ. ചില കൃപാവരങ്ങൾ നിങ്ങളുടെ മേൽ കൈമാറുന്നു. ಕೃಪಾವರಗಳನ್ನು ನಿಮ್ಮ ಮೇಲೆ ಸುರಿಸುತ್ತಾ ಇದ್ದಾರೆ. ഒരു ഹെവി അനോയിന്റിംഗ് നിങ്ങളുടെ മേൽ വീഴുന്നു. ನಿಮಗೆ ಸಾಯಿಸುವುದಕ್ಕಾಗಿ ഒരു ഹെവി അനോയിന്റിംഗ് നിങ്ങളുടെ മേൽ വീഴുന്നു. ನಿಮ್ಮ ಮೇಲೆ ಹಿಡಿದು ಬರ್ತಾ ಇದೆ. ಹೊಂದಿಕೊಳ್ಳಿರಿ, ಹೊಂದಿಕೊಳ್ಳಿ. ന്യൂ താങ്ക്സ്. പുതു പുതു ഭാഷകൾ, പുതു പുതു ഭാഷകൾ, ಹೊಸ ಹೊಸ ಭಾಷೆಗಳನ್ನ, പുതു പുതു ഭാഷകൾ, ಹೊಸ ಹೊಸ ಭಾಷೆಗಳನ್ನ. ಶಿವಲವಲನ ಶಂಕರಾಗಾರ ಶಿಖರ ಕೆಲಸಿಯೇ. ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ. Check your body right now. ನಿಮ್ಮ ಶರೀರವನ್ನು ನೀವು ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ. Healing നടക്കുന്നു. ನಿಮಗೆ ಸೌಖ್ಯವಾಗ್ತಾ ಇದೆ. എത്ര വർഷം സൗഖ്യമായവർ? ಎಷ್ಟು ಜನ ಸೌಖ್ಯವಾಗಿದ್ದೀರಿ? ನೀವು ಏನು ಹೇಳಲಿಕ್ಕೆ ಬಂದಿದ್ರಿ ಮುಂದೆ? എന്റെ വയറിനകത്ത് രണ്ട് മുഴകളുണ്ടായിരുന്നു. രണ്ട് മുഴകൾ, രണ്ട് ട്യൂമർ. അത് കഴിഞ്ഞ ദിവസം ഛർദിക്കുന്ന പോലെ തോന്നി. ഛർദിച്ചു. അതിനുശേഷം ഞാൻ തൊട്ട് നോക്കിയപ്പോ ഒന്നുണ്ട്, ഒന്നില്ല. ഇപ്പൊ ಈಗ ಹೇಗಿದೆ? ಒಂದುಂಟು, ഒരു മുഴ അപ്രത്യക്ഷമായി. ಒಂದು ಗೆಡ್ಡೆ ಇಲ್ಲ. അത് വാട്ടർ ബോൾ പോലെ ഉണ്ടായിരുന്ന രണ്ട് മുഴയായിരുന്നു. അത് രണ്ടില് ഒന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്, ഇനി ഒന്നുണ്ട്. അടുത്ത ചെക്ക് ചെയ്തു. ಇನ್ನೊಂದು വർഷിപ്പ് ചെയ്തോണ്ട് ചെക്ക് ചെയ്തു. ನೀವು ಆರಾಧನೆ ಮಾಡುತ್ತಾ ನೋಡಿ, അത് ഹീൽ ആകുക, ಅದು ഡിസപ്പിയർ ആകുക. ಅದು ಇಲ್ದಂಗೆ ಆಗ್ತಾ ಇದೆ. ആദ്യം ഇപ്പോൾ തന്നെ ഡിസപ്പിയർ ആകുക. ಈಗಲೇ ಹೋಗ್ತದೆ. ಹೋಗಿದೆಯಾ? അത് ഹീൽ ആകുക, ಅದು ಸೌಖ್ಯವಾಗ್ತಾ ಇದೆ. Thank you Lord Jesus. Check it. ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಿ. Check it. പുതിയ
പുതിയ ഹീലിംഗ്, പുതിയതായി പിന്നെ സൗഖ്യമായവർ, ಹೊಸದಾಗಿ ಇವತ್ತು ಸ್ವಸ್ಥ ಹೊಂದಿದವರು, ಇವತ್ತು ಸ್ವಸ್ಥ ಹೊಂದಿದವರು, ಹೊಸದಾಗಿ ಯಾರಾದರೂ ಸ್ವಸ್ಥ ಹೊಂದಿದವರು. എന്താ സംഭവിക്കുന്നത്? ಏನಾಗ್ತಾ ಇದೆ? ಏನ್ ಹೇಳಿ? ಹೊಟ್ಟೆ ಎಲ್ಲ ತುರಿಸ್ತಿತ್ತು ನನಗೆ. ಇವತ್ತೇ ಫಸ್ಟ್ ಟೈಮ್ ಬಂದಿದ್ದು. ಮತ್ತೆ ನನಗೆ ದೇವರ ಆರಾಧನೆ ಕೇಳಿದ ನಂತರ തുരിക്കെല്ല കമ്മി എത്തിയില്ല. വയറ് ഭയങ്കര എരിച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ആരാധന കഴിഞ്ഞപ്പോൾ ആ എരിച്ചൽ എന്നിലില്ല. വയറ്റിൽ ಬೆಳಿಗ್ಗೆ ಬರುವಾಗಲೇ ತುರಿಸ್ತಾ ಉಂಟು. ಅಕ್ಕ ನಂಗೆ ಪ್ರೇಯರ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೇಳು ಅಂತ ಹೇಳಿದ್. ನಾ ಹೇಳಿದೆ ಪಾಸ್ಟರ್ ಮತ್ತೆ ಪ್ರೇಯರ್ ಮಾಡ್ತಾರೆ, ಆಗ ನೀ ಪ್ರೇಯರ್ ಮಾಡ್ಕೊ ಅಂತ ಹೇಳಿದ್ದು. ನಂಗೆ ಬೆಳಿಗ್ಗೆ ತುರಿಸ್ತಾ ಉಂಟು ತುಂಬಾ ಅಂತೇಳಿ. ಮತ್ತೆ ನಾನು ಈಗ ಕೇಳಿದೆ ನಿಂಗೆ ಎಂತ ಪ್ರಾಬ್ಲಮ್ ಎಂತ ಸಾಲ್ವ್ ಆಯ್ತು ಅಂತೇಳಿ. ಅಕ್ಕ ತುರಿಸುದೆಲ್ಲ ನಿಂತಿದೆ ನಂಗೆ ಅಂತ ಹೇಳ್ತಾರೆ. പ്രിയ സഹോദരിയാണ് കുഞ്ഞിനെ മോളെ കൊണ്ടുവന്നത്. വയറൊക്കെ എരിച്ചലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിക്കാരത്തി ഇന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച വിടുതലാകുന്ന. ആരാധനയ്ക്ക് ശേഷം ചോദിച്ചു അത് ഉണ്ടോന്ന്. ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം എല്ലാം വയറെരിച്ചിൽ നീങ്ങി പോയിട്ടുണ്ട്. കർത്താവ് ഇവളോട് പോരാടുന്ന ചില ഡാർക്ക്നെസ് സ്പിരിറ്റിനെ എന്നെ കാണിക്കുന്നു. ನಿಮ್ಮ ಮೇಲೆ ಕೆಲವು ಕತ್ತಲೆಯ ದುರಾತ್ಮನ ಕಾರ್ಯಗಳನ್ನು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. നിൽക്കുന്ന നിൽപ്പിൽ ചിലപ്പോൾ ഇവർ ഇങ്ങനെ അൺകോൺഷ്യസ് ആയി പോകുന്നത് പോലെ കർത്താവിനെ കാണിക്കുന്നു. ಕೆಲವು ಸಮಯ ನಿಲ್ತಿರುವಾಗಲೇ ಹಾಗೆ ಪ್ರಜ್ಞೆ ಇಲ್ಲದಾಗಿ ಬೀಳುವುದನ್ನು ನಾನು ನೋಡ್ತಾ ಇದ್ದೆ. ഞാൻ പറഞ്ഞ ശരിയാണെന്ന് ചോദിച്ചു. ಸರಿನಾ? ಹೌದು. ചില സമയത്ത് അവൾ മറിഞ്ഞു വീഴും. ಕೆಲವು ಸಮಯದಲ್ಲಿ ಕೆಳಗೆ ಬಿದ್ದೋಗ್ತೀರಿ. ಇರಲ್ಲ, ಕೆಲ್ಸಕ್ಕೆ ಹೋಗ್ತಾರೆ, ಅವಾಗ ಏನಾಗುತ್ತೆ ನನಗೆ ಗೊತ್ತಿರಲ್ಲ. എല്ലാരും വീട്ടിൽ എന്നെ തന്നെ ആക്കിയിട്ട് ജോലിക്ക് പോകുമ്പോ എനിക്ക് എന്റെ ശരീരത്തിൽ എന്താ സംഭവിക്കണത് എനിക്ക് പോലും അറിയത്തില്ല. അൺകോൺഷ്യസ് ആയി അവൾ പോവുക. ಅನೇಕ ಸ್ಥಳದಲ್ಲಿ ಪ್ರಜ್ಞೆ ಇಲ್ದಂಗೆ ಬಿದ್ದೋಗ್ತೀರಿ. ಹೌದು. ഒരു ഡീമോണിക് സ്പിരിറ്റ് ആളത്വമായി ഇവളുടെ ഇടയിൽ ഇവളോട് പോരാടുന്നത് കർത്താവിനെ കാണിക്കുന്നു. ಒಂದು ಸೈತಾನನ ಶಕ್ತಿ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ನಿಮ್ಮೊಟ್ಟಿಗೆ ಹೋರಾಡುವುದನ್ನು ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. ഒരു വ്യക്തി വന്ന് ഇവളെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയുള്ള ഫീലിംഗ്സ് ഇവൾക്കുണ്ടാവും. ಯಾರೋ ಬಂದು ನಿಮ್ಮ ಮೇಲೆ ಬಂದು ಬೀಳುವ ರೀತಿಯಲ್ಲಿರುವಂತ ಅನುಭವವನ್ನು ನೀವು ಕಾಣ್ತಾ ಇದ್ದೀರಾ. ഒരു മനുഷ്യൻ വന്ന് ഇവളോട് പോരാടുന്ന പോലെയുള്ള അനുഭവം ഇവൾക്കുണ്ടാവും. ಒಬ್ಬ ಯಾವುದೋ ಒಂದು ವ್ಯಕ್ತಿ ಬಂದು ನಿಮ್ಮ ಮೇಲೆ ಹೋರಾಡುವುದನ್ನು ನೀವು ಕಾಣ್ತಾ ಇದ್ದೀರಾ, ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಾ. ಹೌದು. ഇത് ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ്? ಇದನ್ನ ನಿಮ್ಮ ಯಾರಿಗಾದ್ರೂ ಇಲ್ಲಿ ಹೇಳಿದ್ದೀರಾ? ഈ പ്രശ്നം നിനക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയാവോ? ಯಾರು ಹೇಳಿದ್ರೆ ನಂಬಲ್ಲ. ನಂದು ಪ್ರಾಬ್ಲಮ್ಸ್, ತಂದೆ ತಾಯಿ ಕೆಲ್ಸಕ್ಕೆ ಹೋಗ್ತಾರೆ, ನಾನು ಮನೇಲಿ ಒಬ್ಳೇ ಇರೋದು. ഈ പ്രശ്നം ഇവക്കല്ലാതെ വേറെ ആർക്കറിയാന്നേ? ಈ ವಿಷಯ ನಿಮಗಲ್ದಲ್ಲೇ ಬೇರೆ ಯಾರಿಗಾದ್ರೂ ಗೊತ್ತಿದೆಯಾ? ನನ್ನ ತಾಯಿಗೆ ಹೇಳ್ತಿದ್ದೆ ಅವಾಗ ನನ್ನ ಪ್ರಾಬ್ಲಮ್ಸ್ ಎಲ್ಲ. ಬೇರೆ ಯಾರಿಗೂ ಬೇರೆ ಯಾರಿಗೂ. അവക്കോ അവരുടെ അമ്മയ്ക്കോ അല്ലാതെ വേറെ ആർക്കും ಬೇರೆ അറിയില്ല. ಯಾರಿಗೂ അറിയത്തില്ല, ಯಾരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് നിന്നെ സ്വതന്ത്രമാക്കുക. യേശു പറയുന്നു നിന്റെ പ്രശ്നത്തെ കർത്താവ് എടുത്ത് മാറ്റുകയാണ്. I mean, ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಇವತ್ತು ನಿಮ್ಮ ಸಮಸ್ಯೆಯನ್ನು ದೇವರು ತೆಗೆದು ಬೇರ್ಪಡಿಸಲಿಕ್ಕಿದ್ದಾರೆ. അത് കാരണം ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുണ്ടാവും. ಅದರ ನಿಮಿತ್ತವಾಗಿ ಅನೇಕ ಸಲ ನಿಮಗೆ ಕೋಪ ಜಾಸ್ತಿ ಬರ್ತದೆ. ಹೌದು. നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കോപമാണ് നിന്നിൽ വരുന്നത്. ನಿಮಗೆ ನಿಯಂತ್ರಣ ಮಾಡ್ಲಿಕ್ಕೆ ಆಗದೇ ಇರುವಂತ ಕೋಪವು ನಿಮಗೆ ಆಗಾಗ ಬರುತ್ತದೆ. അത് കാരണം ഇവരുടെ പേരൻസിന്റെ കുടുംബങ്ങൾ വളരെ ഒത്തിരി ദുഃഖിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. ಇದರ ಮುಖಾಂತರವಾಗಿ ನಿಮ್ಮ ತಂದೆ ತಾಯಿಗಳು ಬಹಳ ದುಃಖಕ್ಕೊಳಗಾಗಿದ್ದಾರೆ. ചില സമയത്ത് നീ ബിഹേവ് ചെയ്യുന്നത്, നീ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നിനക്കറിയത്തില്ല. ആ രീതിയിലാണ് നീ ബിഹേവ് ചെയ്യുന്നത്. ನೀವು ಕೆಲವು ಸಮಯದಲ್ಲಿ ನೀವು ಮಾಡುವುದು ಏನೆಂಬುದನ್ನು ನಿಮಗೆ ಗೊತ್ತಿಲ್ಲದ ರೀತಿಯಲ್ಲಿ ನೀವು ಕಾರ್ಯವನ್ನು ಮಾಡ್ತೀರಿ. നിനക്കറിയത്തില്ലാത്ത ഒരു ലൈഫിലൂടെ നിന്നെ ഇപ്പോൾ ആ ഒരു സ്പിരിറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ನಿಮಗೆ ತಿಳಿಯದೇ ಇರುವಂತ ಒಂದು ಜೀವಿತದಲ್ಲಾಗಿದೆ ಆ ಶಕ್ತಿ ನಿಮ್ಮನ್ನ ಕೊಂಡೋಗುತ್ತಾ ಇರುವಂತದ್ದು. എന്നാൽ ഇപ്പോൾ ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുന്നു. ಈಗ ದೇವರ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. ഇനി ആ സ്പിരിറ്റ് നിന്റെ അടുത്ത് വരത്തില്ല. ಇನ್ನು ಆ ಶಕ್ತಿ ನಿಮ್ಮ ಬಳಿಗೆ ಬರುವುದಿಲ್ಲ. ആ ദുരാത്മാവ് നിന്റെ അടുത്ത് വരത്തില്ല. ಆ ದುರಾತ್ಮನು ನಿಮ್ಮ ಬಳಿಗೆ ಬರುವುದಿಲ್ಲ. ഇനി ആ പിശാച് നിന്നെ തൊടാൻ കഴിയത്തില്ല. ಆ ಸೈತಾನ್ ನಿನ್ನನ್ನು ಮುಟ್ಟುವುದಕ್ಕಾಗುವುದಿಲ್ಲ. നീ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ನೀನು ಯಾವಾಗಲೂ ಒಬ್ಬಟ್ಟಿಗಳಾಗಿ ಇರಬೇಕೆಂಬುದಾಗಿ ಇಷ್ಟಪಡ್ತೀರಾ. മറ്റുള്ളവരോട് കണക്ട് ആകാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. മറ്റൊಬ್ಬರೊಟ್ಟಿಗೆ ಒಡನಾಡಲಿಕ್ಕೆ ನಿಮಗೆ ಆಗ್ತಾ ಇಲ್ಲ. നിനക്ക് ആ സ്പിരിറ്റിനെ പലപ്പോഴും പിടിക്കത്തില്ല. പക്ഷെ അതിനോട് നീ കോംപ്രമൈസ് ചെയ്ത് പോവുകയാണ്. ಆ ಶಕ್ತಿ ನಿಮಗೆ ಇಷ್ಟ ಇಲ್ಲ, ಆದ್ರೂ ಸಹ ಅದರೊಂದಿಗೆ ಹೊಂದಾಣೆ ಮಾಡ್ಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದೀರಾ. ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുകയാണ്. ದೇವರ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಇಳಿಯುತ್ತಾ ಇದೆ. Every demonic spirit, ಎಲ್ಲ ದುಷ್ಟ ಶಕ್ತಿಯೇ, demonic spirit, ಎಲ್ಲ ಅಂಧಕಾರದ ಶಕ್ತಿಯೇ, ഗന്ധർവ സ്പിരിറ്റിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ಅಂಧಕಾರದ ಶಕ್ತಿಯನ್ನು ನಾನು ಮುರಿಯುತ್ತಾ ಇದ್ದೇನೆ.
I break it your power right now. ನಿನ್ನ ಶಕ್ತಿಯನ್ನು ನಾನು ಹೊಡೆಯುತ್ತಾ ಇದ್ದೇನೆ. I break it your power. ನಿಮ್ಮ ಶಕ್ತಿಯನ್ನು ನಾನು ಹೊಡೆಯುತ್ತಾ ಇದ್ದೇನೆ. ದುಷ್ಟಾತ್ಮ രക്തത്തെ കുടിക്കുന്ന ചില ദുരാത്മാവ്, ಈಕೆ ರಕ್ತವನ್ನು ಹೀರುತ್ತಾ ಇರುವಂತ ದುರಾತ್ಮನು, ഫിസിക്കലി ഇവളെ അറ്റാക്ക് ചെയ്യുന്ന ചില ദുരാത്മാവ്, ಶಾರೀರಿಕವಾಗಿ ಈಕೆನ ಈಕೆ ಮೇಲೆ ಹೋರಾಡುವಂತ ದುರಾತ್ಮನನ್ನ, you have no authority. ನಿಮ್ಮ ಮೇಲೆ ಈಕೆಗೆ Come out right now in the name of Jesus. ಈಕೆ ಮೇಲೆ ನಿನಗೆ ಅಧಿಕಾರವಿಲ್ಲ, ಹೊರಗಡೆ ಬಾ. മകൾ ഇപ്പോൾ സ്വതന്ത്രമാക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. മകൾ സ്വതന്ത്രമാകട്ടെ യേശുവിന്റെ ಈಕೆಯು നാമത്തിൽ. ಸ್ವತಂತ್ರಳಾಗಲಿ. In the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸ್ವತಂತ್ರವಾಗಲಿ. Ya rata la bragashia teria. Worship. ಆರಾಧನೆ ಮಾಡಿರಿ. ಶಬಲ ಸಿತರಿ ಹಲ್ಲೆಲೂಯಾ. ರಿಗಮಲ ಶಂದುರೆ ದಾಯಾನಿಕೆಲ ಸಿಯಾ. ಉಡರತನಾದಿ ಹಲ್ಲೆಲೂಯಾ. ಉಡರಬಲ ಶಂದರಾದ ಗರಗಡಗರಶೆ. ಓರಿ ಬಾಬಾ ಬಾಲಿ ಕಂದರೋ ಹಲ್ಲೆಲೂಯಾ. ಬಲಾದಿನ ರಕಲಸಿಯೆ. ಓರಿ ಬಾಬಾ ಬಾಬಾ ನಾದುರ ಶಂದುರಾದ. ಹಲ್ಲೆಲೂಯಾ. ರಬಲ ಶಂದರಾದ ಗಡಗನ. ಉಡರಬ ಬಾಬಾ ನಿಕಲ ಸಂದರಾದ ಗರಗಡಗರಶೆ. ಉಡರತನೆಯ ಧೀರಕ್ತರಾದ ಗಡಗನ ಶಂದರಾದ ಗರಗಡಗ. ഇതിനകത്തെ ലീഡേഴ്സ് മാത്രം എഴുന്നേറ്റെ. ಇದರಲ್ಲಿ ನಾಯಕತ್ವವನ್ನು ವಹಿಸಿಕೊಂಡವರು ಮಾತ್ರ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ, ಬಾಕಿಯವರೆಲ್ಲ ಕೂತ್ಕೊಳ್ಳಿ. നായകത്തോട് കണക്റ്റഡ് ആയി നിൽക്കുന്ന ലീഡേഴ്സ് മാത്രം. ಈ പാസ്റ്ററോട് കണക്റ്റഡ് ആയി നിൽക്കുന്ന ലീഡേഴ്സ് മാത്രം. ನಮ್ಮ ಸುನಿಲ್ ಪಾಸ್ಟರ್ ಒಟ್ಟಿಗೆ ಸೇರಿ ನಿಂತಿರುವಂತ ಲೀಡರ್ಸ್ಗಳು ಮಾತ್ರ, ನಾಯಕರುಗಳು ಮಾತ್ರ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ, ಬಾಕಿಯವರೆಲ್ಲರೂ ಕೂತ್ಕೊಳ್ಳಿ. ഇവിടുത്തെ പാസ്റ്റേഴ്സ് എല്ലാരും വന്നിരുന്നെങ്കിൽ, ಇಲ್ಲಿನ ಸೇವಕರೆಲ್ಲರೂ ಬನ್ನಿ, ಎದ್ದು ನಿಂತ್ಕೊಳ್ಳಿ. പാസ്റ്ററിനോട് കണക്റ്റഡ് ആയി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരുന്നിട്ടാട്ടെ. ಅದರೊಂದಿಗೆ ಪಾಸ್ಟರ್ ಜೊತೆಗೆ ಸೇರಿ ನಿಲ್ಬೇಕು ಎಂಬುದಾಗಿ ಇಚ್ಛೆ ಇರುವವರು, ಆಸೆ ಇರುವವರು ಸಹ ಎದ್ದು ഈ ನಿಂತ್ಕೊಳ್ಳಿ. മിനിസ്ട്രിയുമായി കണക്ട് ചെയ്ത് എനിക്ക് ശുശ്രൂഷ ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ಈ ಮಿನಿಸ್ಟ್ರಿಯೊಂದಿಗೆ, ಈ ಸೇವೆಯೊಂದಿಗೆ ಕನೆಕ್ಟ್ ಆಗಿ ಅಥವಾ ಜೊತೆ ಸೇರಿ ಸೇವೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಇರುವಂತವರು, ಆಸೆ ಇರುವಂತವರು ಸಹ ಎದ್ದು ನಿಂತು അവരും കൂടെ ഫ്രണ്ടിലേക്ക് വന്നാട്ടെ. ಅವರೆಲ್ಲರೂ ಸಹ ಮುಂದಕ್ಕೆ ಬನ್ನಿ, ಮುಂದಕ್ಕೆ ಬನ್ನಿ, അവരും കൂടെ ഫ്രണ്ടിലേക്ക് വന്നാട്ടെ. ಅವರೆಲ್ಲರೂ ಮುಂದಕ್ಕೆ ಬನ್ನಿ. ആരും വെറുതെ വരില്ല. ಸುಮ್ನೆ ಬರಬೇಡಿ. ಈ ಮಿನಿಸ್ಟ್ರಿಯಲ್ಲಿ ಅಂದ್ರೆ ಈ ಸೇವೆಯಲ್ಲಿ ಸೇರಿ ಸುನಿಲ್ ಪಾಸ್ಟರ್ ಒಟ್ಟಿಗೆ ಸೇರಿ ಸೇವೆ ಮಾಡ್ಲಿಕ್ಕೆ ಇಷ್ಟ ಇರುವವರು ಮಾತ್ರ. സുനിൽ പാസ്റ്ററോടും എലിസബത്ത് ആന്റിയോടും കണക്റ്റഡ് ആയി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം. ಸುನಿಲ್ ಪಾಸ್ಟರ್ ಒಂದಿಗೂ ಎಲಿಜಬೆತ್ ಆಂಟಿಯವರೊಂದಿಗೂ ಸೇರಿ ಸೇವೆ ಮಾಡ್ಲಿಕ್ಕೆ ಇಷ್ಟ ಇರುವವರು ಮಾತ್ರ. ഓൾറെഡി കണക്റ്റഡ് ആയി നിൽക്കുന്നവരും, ಅವರೊಂದಿಗೆ ಈಗ ಸೇವೆ ಮಾಡುತ್ತಾ ಇರುವಂತವರು, ಸೇವೆ ಮಾಡ್ಲಿಕ್ಕೆ ಇಷ್ಟ ಇರುವವರು ಮಾತ್ರ. കർത്താവ് നിങ്ങളുടെ മേൽ ചില ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ಕೆಲವು ಶಕ್ತಿಗಳ, ಕೆಲವು ವರಗಳನ್ನು ನಿಮ್ಮ ಮೇಲೆ ಸುರಿಸಲಿಕ್ಕೆ ದೇವರು ಇಷ್ಟಪಡುತ್ತಾ ಇದ್ದಾರೆ. ഒരു സഭയിൽ ಒಂದು ಸಭೆಯಲ್ಲಿ 5-fold മിനിസ്ട്രിയും 5 ರೀತಿಯ ಸೇವೆ, 9 ഗിഫ്റ്റും 9 ವರಗಳು, 9 ഫ്രൂട്ടും ആവശ്യമാണ്. 9 ಫಲಗಳು ಅವಶ್ಯಕವಾಗಿದೆ. ഒരു സഭയിൽ 5-fold മിനിസ്ട്രി, 5 ರೀತಿಯ ಸೇವೆಯು, 9 ഗിഫ്റ്റും 9 ವರಗಳು, 9 ഫ്രൂട്ടും ഒരു സഭയ്ക്ക് ആവശ്യമാണ്. 9 ಫಲಗಳು ನಮ್ಮ ಸಭೆಗೆ ಅವಶ್ಯಕವಾಗಿದೆ. ഇന്ന് കർത്താവ് അത് നിങ്ങളുടെ മേൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ಅದು ನಿಮ್ಮ ಮೇಲೆ ದೇವರು ಕೊಡ್ಲಿಕ್ಕಿದ್ದಾರೆ. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യനല്ല ഇത് തരുന്നത്. ಇದು ಒಬ್ಬ ವ್ಯಕ್ತಿಯಲ್ಲ ಕೊಡುವಂತದ್ದು. വയലറ്റ് ഷർട്ട്, ವೈಲೆಟ್ ಶರ್ಟ್ ಹಾಕೊಂಡಿರುವಂತದ್ದು, ವೈಲೆಟ್ ಶರ್ಟ್. കർത്താവ് ഒരു ഹെവി അനോയിന്റിംഗ് നിങ്ങളുടെ മേൽ വെക്കുന്നത് എന്നെ കാണിക്കുന്നു. ಒಂದು ಮಹಾ ಅಭಿಷೇಕವನ್ನ, ಅನೋಯಿಂಟಿಂಗ್ ಅನ್ನ ನಿಮ್ಮ ಮೇಲೆ ಇಡುವುದನ್ನು ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. ഡീമൻസിന്റെ മേൽ ചില അധികാരങ്ങൾ നിങ്ങൾക്ക് കർത്താവ് തരും. ഭൂതങ്ങളുടെ മേൽ ചില അധികാരങ്ങൾ ಮೇಲೆ ಕೆಲವು ಅಧಿಕಾರವನ್ನು ದೇವರು ನಿಮಗೆ ಕೊಡ್ತಾರೆ. നിങ്ങളുടെ മേൽ അടുത്തൊരു ലെവൽ കർത്താവ് ഓപ്പൺ ചെയ്യുന്നത് എന്നെ പരിശുദ്ധമാക്കി കാണിക്കുന്നു. ಮತ್ತೊಂದು ಹಂತದ ಬಾಗಿಲನ್ನು ನಿಮಗಾಗಿ ತೆರೆಯುವುದನ್ನು ಕಾಣ್ತಾ ಇದ್ದಾರೆ. ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ, ಇಲ್ಲಿಂದ ನೀವು ಹಿಂದಿರುಗಿ ಹೋಗುವಾಗ, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഇരുന്നത് പോലെ ഇരിക്കത്തില്ല. ಹಿಂದಿನ ದಿನಗಳಲ್ಲಿ ಕೂತ ಹಾಗೆ ನೀವು ಕೂತಿರುವುದಿಲ್ಲ. അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ഭയപ്പെടുന്ന ഒരു അധികാരമുള്ള വ്യക്തിയാക്കി കർത്താവ് നിന്നെ അയക്കാൻ പോകുകയാണ്. ಅಂಧಕಾರದ ಶಕ್ತಿಗಳ ಮೇಲೆ ಅಧಿಕಾರವುಳ್ಳ ಶಕ್ತಿಯ ಬಲದೊಡನೆ ದೇವರು ನಿನ್ನ ಕಳಿಸ್ತಾರೆ. യേശു അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ಯೇಸು ಅವರನ್ನ ಕರೆದು
ಹೇಳಿದರು. സകല വ്യാധികളെ സൗഖ്യമാക്കുവാനും എല്ലാ രോഗಗಳನ್ನು സೌಖ್ಯ ಮಾಡುವುದಕ್ಕೆ, ഭൂതങ്ങളെ പുറത്താക്കുവാനും ದೆವ್ವಗಳನ್ನು ಹೊರಗಡೆ ಹಾಕುವುದಕ್ಕೆ ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും തരുന്നു. ನಾನು ನಿನಗೆ ಶಕ್ತಿಯನ್ನು ಅಧಿಕಾರವನ್ನು ಕೊಡುತ್ತೇನೆ. As a son of God, ಆತನು ದೇವರ ಮಗನು. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ആ വേർഡ് ഇപ്പോൾ നിന്റെ മേൽ നിറവേറുകയാണ്. ಅದು ಆ ವಾಕ್ಯವು ನಿನ್ನ ಮೇಲೆ ನೆರವೇರುತ್ತಾ ಇದೆ. ആ വേർഡ് ഇപ്പോൾ നിന്റെ മേൽ നിറവേറുകയാണ്. ಆ ವಾಕ್ಯವು ನಿನ್ನ ಮೇಲೆ ನೆರವೇರುತ್ತಾ ಇದೆ. ഭൂതങ്ങളുടെ മേൽ അധികാരം വെളിപ്പെടുന്ന, ദെവ്വങ്ങളെ അധികാരം വെളിപ്പെടുന്ന, പ്രവചനത്തിന്റെ വരങ്ങൾ വെളിപ്പെടുത്തക്ക വിധം ഒരു അഭിഷേകം. പ്രവാചന വരಗಳನ್ನು അഭിഷേകം. ചില ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെടത്തക്ക രീതിയിൽ ಕೆಲವು ವೈದ್ಯರು ಸಹ ಅದ್ಭುತ ಆಶ್ಚರ್ಯ ಪಡುವಂತ ರೀತಿಯಲ್ಲಿ കർത്താവ് നിങ്ങളുടെ മേൽ ചില കൃപകളെ തരും. ಕೆಲವು ದೇವರು ಕೆಲವು ಕೃಪೆಗಳನ್ನು ನಿಮಗೆ ಕೊಡುತ್ತಾರೆ. ചില ഡോക്ടേഴ്സിന്റെ ഇടയിൽ പോലും കർത്താവ് നിങ്ങളെ നിർത്തും. ಕೆಲವು ವೈದ್ಯರ ಮಧ್ಯದಲ್ಲಿ ದೇವರು ನಿಮ್ಮನ್ನು ನಿಲ್ಲಿಸುತ್ತಾರೆ. നിങ്ങളിൽ ചില ഹീലിംഗുകൾ ആദ്യം നടക്കും. ನಿಮ್ಮ ಮುಖಾಂತರವಾಗಿ ಕೆಲವು ಸ್ವಸ್ಥತೆಗಳು ನಡೀತದೆ. എന്നാൽ അതിനുശേഷം കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഞാൻ കാണും. ಅದಾದ ನಂತರ ನಿಮ್ಮನ್ನು ಹೊರಗೆ ತರುವುದನ್ನು ನಾವು ശക്തമേറിയ ഒരു ഇവാഞ്ചലിക്കൽ അനോയിന്റിംഗ് കർത്താവ് നിങ്ങളുടെ മേൽ പകരും. ಕೆಲವು ದೊಡ್ಡ ಶಕ್ತವಾದಂತಹ ಸುವಾರ್ತಿಕ ಅನೋಯಿಂಟಿಂಗ್ ಅನ್ನು ದೇವರು ನಿಮ್ಮ ಮೇಲೆ ഈ കരത്താൽ ഇനി ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. ಈ ಸ್ಥಳದಲ್ಲಿ ಕೆಲವು ಅದ್ಭುತಗಳಿಂದ ನಡೆಯುತ್ತದೆ. ഈ കൈ വെക്കുമ്പോൾ ഇനി മിറാക്കിൾ സംഭവിക്കും. ಈ ಕರ ಬಿಡುವಾಗಲೇ ಕೆಲವು ಅದ್ಭುತಗಳು ನಡೆಯುತ್ತದೆ. ഈ കരത്താൽ ദൈവ പ്രവർത്തിയിലേക്ക് പരിശുദ്ധാത്മ നിങ്ങളെ നയിക്കാൻ ಈ പോകുകയാണ്. ಹಸ್ತದಿಂದ ದೇವರ ಕಾರ್ಯಕ್ಕಾಗಿ ದೇವರ ಪರಿಶುದ್ಧಾತ್ಮ ನಡೆಸುತ್ತಾನೆ. ಆ ದೇವರ ಮಹಿಮೆಯಲ್ಲಿ ಪ್ರಕಟವಾಗುತ್ತಾ ಇರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. Thank you, Lord Jesus. Hallelujah. നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തന, ನೀವು ಸಣ್ಣದರಲ್ಲಿ ನಂಬಿಗಸ್ತರಾಗಿದ್ದೀರಿ. കർത്താവ് നിങ്ങളെ അധികത്തിൽ വിചാരകനാക്കി ನೀವು മാറ്റും. ದೊಡ್ಡದರಲ್ಲಿ ನಿಮ್ಮನ್ನ ಆಮೇಲೆ ಹಲ್ಲೆಲೂಯಾ ಕಾರ್ಯಸ್ಥರಾಗಿ ನಿಲ್ಲಿಸ್ತಾನೆ. നിങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇവിടെ നിന്ന്, ನೀವು ಏನು ಇಲ್ಲದಾಗಿ ಇಲ್ಲಿ ಬಂದಿರಿ. എന്നാൽ കർത്താവ് നിങ്ങളുടെ കരത്തിൽ ചിലത് ഏൽപ്പിക്കാൻ പോകുകയാണ്. ದೇವರು ನಿಮಗೆ ಕೆಲವುದನ್ನು ಕೊಡ್ಲಿಕ್ಕಿದ್ದಾರೆ. നിങ്ങളുടെ ഷോൾഡർ പെയിനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ನಿಮ್ಮ ಶೋಲ್ಡರ್ ನೋವಿನನ್ನ ದೇವರು ನೀಗಿಸ್ತಾರೆ. നിങ്ങളുടെ ഷോൾഡറിന് പെയിൻ ഇല്ലേ? ನಿಮ್ಮ ಶೋಲ್ಡರ್ಗೆ ನೋವು ಇದೆಯಲ್ಲ, ಭುಜಕ್ಕೆ ನೋವು ಇದೆಯಲ್ಲ, അത് യേശു സൗഖ്യമാക്കുകയാണ്. ಆ ಯೇಸು ಸ್ವಾಮಿ ಈಗ ಸ್ವಸ್ಥಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. ആ മസിലിലേക്ക് ഇറങ്ങി വരുന്ന വേദനകൾ, ಆ ಮಸಲ್ಗಳಿಗೆ ಇಳಿದು ಬರುವಂತಹ ನೋವುಗಳು, നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ ആരോടും പറയാറില്ല. ನೀವು ಅನುಭವಿಸ್ತಾ ಇರುವಂತಹ ನೋವನ್ನು ಯಾರ ಹತ್ರ ನೀವು ಹಂಚಿಕೊಳ್ತಾ ಇಲ್ಲ. നിങ്ങൾ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കും. ನಿಮ್ಮ ಒಳಗೆ ನೀವು ಅದನ್ನ ಇಟ್ಟುಕೊಂಡಿದ್ದೀರಿ. എന്നാൽ കർത്താവ് പറഞ്ഞ വിശ്വസ്തയോടെ നിൽക്കുന്നത് കൊണ്ട് ಅದು ಕರ್ತನ ಹೇಳ್ತಾ ಇದ್ದೀನಿ, ನಂಬಿಗಸ್ತನಾಗಿ കർത്താവിനെ അധിക കാര്യത്തിൽ വിചാരകനാക്കി മാറ്റാൻ ಈ പോകുകയാണ്. ದೊಡ್ಡ ವಿಚಾರದಲ್ಲಿ ನಿನ್ನನ್ನ ನೇಮಿಸುವರಾಗಿದ್ದಾರೆ. നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ಇನ್ನೊಂದಾವರ್ತಿ ನಾವಿಲ್ಲಿ ಬರುವಾಗ നിന്റെ ലൈഫിൽ ചില സാക്ഷ്യങ്ങൾ നിനക്ക് പറയാനുണ്ടായിരിക്കും. ನಿಮಗೆ ಅನೇಕ ಸಾಕ್ಷಿಗಳಲ್ಲಿ ಹೇಳಲಿಕ್ಕಿರುತ್ತದೆ. കർത്താവേ, ആ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ಆ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇವನ ಇತರ ಮೇಲೆ ಇರಲಿ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. കർത്താവേ, വിശ്വസ്തയോടെ നിൽക്കുന്ന ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ನಂಬಿಗಸ್ತಿಕೆಯಿಂದ ನಿಂತಿರುವವರಿಗಾಗಿ ನಾನು നിങ്ങൾ പ്രാർത്ഥിച്ച നിങ്ങളുടെ മേൽ കർത്താവ് കൃപകളെ പകരും. ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ನಿಮ್ಮ ಮೇಲೆ കൃപകളെ പകരും. ದೇವರ ಕೃಪಾವರಗಳನ್ನು ಸುರಿಸುತ್ತಾರೆ. ആ ഹീലിംഗ് പവറിനെ ഞാൻ ഇവരുടെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ಆ ಹೀಲಿಂಗ್ ಸ್ವಸ್ಥತೆಯ ಶಕ್ತಿ രോഗികളെ കാണുമ്പോൾ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും. രോഗിಗಳನ್ನು ನೋಡುವಾಗ ನಿಮಗೆ ಗೊತ್ತಾಗ್ತದೆ. രോഗികളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരിൽ മറഞ്ഞിരിക്കുന്ന രോഗത്തെ. ಆ ರೋಗಿಗಳನ್ನು ನೋಡುವಾಗಲೇ ನಿಮಗೆ ಗೊತ್ತಾಗ್ತದೆ ಅವರಲ್ಲಿ ಮರೆಯಾಗಿರುವ കരത്താൽ ഹീലിംഗുകൾ നടക്കട്ടെ. ನಿಮ್ಮ ಮುಖಾಂತರ ಈ ಹಸ್ತದಿಂದ ಈ ಸ್ವಸ್ಥತೆಗಳು ನಡೆಯಲಿ. ಆ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. നിങ്ങളുടെ കരത്താൽ ഇനി ഹീലിംഗുകൾ നടക്കുക. ಈ ನಿಮ್ಮ ಕರಗಳಿಂದ ಹೀಲಿಂಗ್ ಸೌಖ್ಯಗಳು ನಡೆಯಲಿ. ಹೊಂದಿಕೊಳ್ಳಿರಿ ಶಕ್ತಿಯನ್ನು, ಪವರನ್ನು ಹೊಂದಿಕೊಳ್ಳಲಿ. ಹೊಂದಿಕೊಳ್ಳಿರಿ ಸ್ವಸ್ಥತೆಯ ಬಲವನ್ನ. കരത്താൽ സൗഖ്യങ്ങൾ നടക്കുന്നു. ನಿಮ್ಮ ಹಸ್ತದಿಂದ കരത്താൽ സൗഖ്യങ്ങൾ നടക്കുന്നു. ನಿಮ್ಮ ಕರಗಳಿಂದ ಸೌಖ್ಯಗಳು ನಡೆಯಲಿ. കരത്താൽ സൗഖ്യങ്ങൾ നടക്കാൻ ಈ പോകുന്നു. ಕರಗಳಿಂದ ಸೌಖ್ಯಗಳು ನಡೆಯಲಿ. കരത്താൽ സൗഖ്യങ്ങൾ നടക്കാൻ ಈ പോകുന്നു. ಹಸ್ತದಿಂದ ಸೌಖ್ಯಗಳು ನಡೆಯಲಿ. കരത്താൽ സൗഖ്യങ്ങൾ നടക്കാൻ ಈ പോകുന്നു. ಕರಗಳಿಂದ ಸೌಖ್ಯ ನಡೆಯಲಿ. ಹೊಂದಿಕೊಳ್ಳಿರಿ ಬಲವನ್ನ. Thank you, Lord. Receive the power. ಬಲವನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive the healing power. ಸ್ವಸ್ಥತೆಯ ಬಲವನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ.
இந்த ಸ್ವಸ್ಥತೆಯ ಬಲವನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. ஒரு மகிமை ಶಿವಲ ದುರಗದನ ಶಬ್ದುರಾದ என் ಹೊಂದಿಕೊಳ್ಳಿರಿ ಈ ಸ್ವಸ್ಥತೆಯ ಬಲವನ್ನ. விலகாத மேகம் நீ പല ഭാഷക്കാരുടെ ಶಿವಲ ದುರಗಡಗನ ലാംഗ്വേജുകളുടെ ഇടയിൽ ಅನೇಕ ಭಾಷೆಗಳ കർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ನಿಮ್ಮನ್ನ ದೇವರು ಎಬ್ಬಿಸಲಿಕ್ಕಿದ್ದಾರೆ. ചില സമയത്ത് നിനക്ക് ബാക്ക് പെയിനുകൾ ഉണ്ടാകും. ಅನೇಕ ಸಲ ನಿಮಗೆ ಸೊಂಟದ ನೋವು ಉಂಟಾಗುತ್ತದೆ. നിനക്ക് ബാക്ക് പെയിൻ കർത്താവിനെ കാണിക്കുന്നു. ನಿಮ್ಮ ಬ್ಯಾಕ್ ಪೇನ್ ಅನ್ನು ದೇವರು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. അത് കർത്താവ് ഹീൽ ചെയ്യുന്നു. ಅದನ್ನು ದೇವರು ಸ್ವಸ್ಥಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. ചില സെപ്പറേഷൻ സ്പിരിറ്റിനെ നിന്റെ ലൈഫിൽ നിന്ന് കർത്താവ് മാറ്റുകയാണ്. ಪ್ರತ್ಯೇಕವಾದಂತ ಸಮಯಗಳನ್ನು ದೇವರು നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടവർ നിന്റെ ലൈഫിൽ നിന്ന് മാറിപ്പോയി. ನಿಮಗೆ ಸಹಾಯ ಮಾಡುವಂತವರು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಿಟ್ಟು ಹೋಗಿದ್ದಾರೆ. നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞ അനുഭവങ്ങൾ, ನೀವು ಒಟ್ಟಿಯಾಗಿರುವಂತ ಅನುಭವಗಳು, മറ്റുള്ളവർ നോക്കുമ്പോൾ നീ ഭയങ്കര ഹാപ്പിയാ. ನೀ ಬೇರೆಯವರು ನೋಡುವಾಗ ನೀನು എന്നാൽ ಸಂತೋಷ. നിന്റെ ഹൃദയം തകർന്നു നിൽക്കുന്നത് കർത്താവിനെ ನಿಮ್ಮ കാണിക്കുന്നു. ಹೃದಯವು ಒಡೆದಿರುವುದನ್ನು ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. എന്നാൽ നിന്റെ ലൈഫിനെ മാറ്റുന്ന ഒരു പവർ ഇപ്പോൾ കർത്താവ് റിലീസ് ചെയ്യുക. ನಿಮ್ಮ ಜೀವಿತವನ್ನು ಬದಲಾಯಿಸುವಂತ ಒಂದು ಶಕ್ತಿಯನ್ನು ದೇವರು ಈಗ ನಿಮ್ಮ ಮೇಲೆ ಕಳಿಸಲಿದ್ದಾರೆ. Oh, something miracles happening in your life. ಈ ಅನೇಕ ಅದ್ಭುತಗಳು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಈಗ ನಡೆಯುತ್ತದೆ. ശ്രേഷ്ഠമേറിയ പവർ നിന്റെ മേൽ വെളിപ്പെടുന്നു. ಶಕ್ತವಾದಂತ ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತದೆ. I know the anointing. ಆಮೆನ್. ಆತನ ಅಭಿಷೇಕ ಹಿಡಿದು ಬರಲಿ. Receive the power. ಹೊಂದಿಕೊಳ್ಳಿರಿ ಶಕ್ತಿಯನ್ನ. Receive the power. ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. Receive the power. ರಬಲಬದನ ಶತುರಿ ಕಲಸಿ ಹರ್ತನಾದಗರಗಡಗ. Receive, 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 receive. ಹೊಂದಿಕೊಳ್ಳಿರಿ ಬಲವನ್ನ. ಸ್ತವರಂ ದುರಾದಿಗರಗಡಗನ ಶಿಯ. ಓ ஒரு மகிமை மேகம் இந்த இடத்தை ಶಿವಾಲಾದುರ ಶಕ್ತುರಾದನ. ஒரு மகிமை மேகம் നിന്റെ ചില സ്വപ്നങ്ങൾ നടക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. ನಿಮ್ಮ ಕೆಲವು ಕನಸುಗಳನ್ನು ದೇವರು ನೆರವೇರಿಸುವುದನ್ನು ಕಾಣ್ತಾ ಇದ್ದಾರೆ. നടക്കുന്നത് കർത്താവ് നിനക്ക് റിവീൽ ചെയ്ത് തരാൻ പോകുകയാണ്. ಅದನ್ನ ತೋರಿಸುವುದನ್ನ ನಡೆಯುವುದನ್ನು ನನಗೆ ತೋರಿಸ್ತಾ നിന്റെ ಇದೆ. ചില കൺഫ്യൂഷനുകൾ മാറും. ನಿಮ್ಮ ಕೆಲವು ಕನ್ಫ್ಯೂಷನ್ಸ್ಗಳು നിന്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ആക്കുന്നത് കർത്താവ് എടുത്ത് മാറ്റുകയാണ്. ಮನಸ್ಸನ್ನ ಡಿಸ್ಟರ್ಬ್ ಮಾಡುವಂತದನ್ನ ದೇವರು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. മാനസികമായ അസ്വസ്ഥതയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. ಮಾನಸಿಕವಾದಂತಹ ಅಸ್ವಸ್ಥತೆಯಿಂದ ದೇವರು ನಿನ್ನ ಹೊರಗೆ ತರುತ್ತಾ ಇದ್ದಾರೆ. നിന്റെ മേൽ കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നു. ನಿಮ್ಮ ಮೇಲೆ ಕರ್ತನ ಕೃಪೆ ವ್ಯಾಪಿಸುತ್ತಾ ಇದೆ. ഇപ്പോൾ തന്നെ കർത്താവേ ആ പവർ റിലീസ് ആകട്ടെ. ಈಗಲೇ ಆ ಶಕ್ತಿ ನಿನ್ನ ಮಗಳ ಮೇಲೆ ರಿಲೀಸ್ ಆಗಲಿ. ആ ഡെലിവറൻസിനെ കൽപ്പിക്കുന്നു. ಆಮೆನ್. ಆ ದುರಾದ ಗಣಗನ இந்த இடத்தை மூடுமே സ്വസ്ഥതയെ കർത്താവ് മാനിച്ചു. ನಿಮ್ಮ ನಂಬಿಗಸ್ತಿಕೆಯನ್ನು ದೇವರು ಮಾನಿಸುವನಾಗಿದ್ದಾನೆ. என் ஜனத்தை மூடுமே ಅವನು ಶಕ್ತವಾದಂತ ಸುವಾರ್ತಿಕ ಸೇವೆಗಿರುವಂತಹ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತದೆ. முன் செல்லும் மேகம் நீ ಆಮೆನ್. ಬೀದಿಯಲ್ಲಿ ಬಿಟ್ಟವರನ್ನ ಸ್ವಸ್ಥಪಡಿಸಿ ನೀವು ಹೊರಗೆ ತರುತ್ತೀರಿ. செல்லும் மேகம் நீ மனையதரின் ಯಾರು ಇಲ್ಲದವರನ್ನ ನೀವು ಹೊರಗೆ ತರುತ್ತೀರಿ. முன் செல்லும் மேகம் நீ விலகாத மேகம் நீ முன் செல்லும் மேகம் நீ ஆவியானவரே அன்பின் ஆவியானவரே வல்ல ஆவியானவரே നിന്റെ മുമ്പിൽ ചില യാത്രകൾ തുടങ്ങും. ಕೆಲವು ಪ್ರಯಾಣಗಳು ದೇವರು ನಿಮಗೆ ಇಟ್ಟಿದ್ದಾರೆ. അടയപ്പെട്ട വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ನಿಮಗೆ ವಿರೋಧವಾಗಿ ಮುಚ್ಚಲ್ಪಡದ ಬಾಗಿಲನ್ನು ದೇವರು ತೆರೆಯುತ್ತಾನೆ. anointing ഞാൻ റിലീസ് ചെയ്യുന്നു. ಆಮೆನ್. ಆ ಆತ್ಮನ ಶಕ್ತಿಯನ್ನು ರಿಲೀಸ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ. Receive the power. ಹೊಂದಿಕೊಳ್ಳಿರಿ ಶಕ್ತಿಯನ್ನ. നിന്റെ ആഗ്രഹങ്ങളെ കർത്താവ് നിവർത്തീകരിക്കും. ನಿಮ್ಮ ಆಸೆಗಳನ್ನು ದೇವರು ನೆರವೇರಿಸ್ತಾರೆ. ഈ മാഡായി കിടക്കുന്ന അങ്ങനെയുള്ള ചിലരുടെ ഇടയിലേക്ക് കർത്താവ് നിന്നെ മിനിസ്ട്രിയുമായിട്ട് അയക്കും. ഈ ഭ്രാന്തന്മാരായി കിടക്കുന്ന ചില മേഖലകൾ ಹುಚ್ಚರಾಗಿ ಬಿದ್ದಿರುವವರ ಸಮೀಪದಲ್ಲಿ ಸೇವೆಗಾಗಿ ನಿಮ್ಮನ್ನ ಕಳಿಸ್ತಾರೆ. കർത്താവ് പറയുന്ന ഈ ലോക്കൽ സാധാരണമായ കൂലിപ്പണികൾ അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ. ಸ್ಲಮ್ ಅಲ್ಲಿ ಅಂದರೆ ಕೂಲಿ ಕೆಲಸಗಳನ್ನ ಮಾಡಿಕೊಂಡು ಸ್ಲಮ್ ಅಲ್ಲಿ ಇರುವಂತವರ ಮಧ್ಯದಲ್ಲಿ ಸೇವೆಗಾಗಿ മദ്യപാനികളുടെ ഇടയിൽ കർത്താവിനെ ഉപയോഗിക്കാൻ പോകുക. ಮದ್ಯಪಾನಿಗಳು ಅಂದ್ರೆ ಮದ್ಯಪಾನ ಮಾಡುವವರ ಮಧ್ಯದಲ್ಲಿ ಸೇವೆಗಾಗಿ വലിയ അഭിഷേകം കർത്താവ് അതിനു വേണ്ടി നിന്റെ മേലെ അയക്കുന്നു. ಅದಕ್ಕೋಗಿರುವಂತ ಅಭಿಷೇಕವನ್ನು ನಿನ್ನ ಮೇಲೆ ആര് പറഞ്ഞാലും തിരിയാത്തത് നിന്റെ ഒറ്റ വാക്കിൽ തിരിയും. ಯಾರು ಹೇಳಿದ್ರು ಅರ್ಥವಾಗುವಂತದೇ ಇರುವಂತ ವಿಚಾರ ಹೇಳುವಾಗಲೇ ಅವರಿಗೆ ನಿಮಗೆ ಅರ್ಥವಾಗ್ತದೆ. ಅದು ಅರ್ಥವಾಗ್ತದೆ. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ಆ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ഹീലിംഗുകൾ നടക്കട്ടെ. ಆ ಸೌಖ್ಯಗಳು ನಡೆಯಲಿ. Oh, thank you, Holy God. എന്റെ കഷ്ടത്തിന്റെ കാലം കഴിഞ്ഞു. ನಿಮ್ಮ ಕಷ್ಟದ ಕಾಲವು ಮುಗಿಯಿತು. തകർച്ചയുടെ കാലം കഴിഞ്ഞു. ಒಡೆದು ಹೋದಂತ ಕಾಲವು ಮುಗಿಯಿತು. കർത്താവ് പുതിയതൊന്നും നിന്റെ മേൽ തുറക്കാൻ പോകുകയാണ്. ಹೊಸದೊಂದನ್ನು ನಿನಗಾಗಿ ದೇವರು ತೆರಲಿಕ್ಕಿದ್ದಾರೆ. അടയപ്പെട്ടതിനെ
ഫലസമൃദ്ധിയുള്ളതാക്കി മാറ്റുന്നു. ಆ ಮುಚ್ಚಲ್ಪಟ್ಟದನ್ನ ಫಲವುಳ್ಳದಾಗಿ ದೇವರು ಮಾರ್ಪಡಿಸ್ತಾರೆ. ഫലസമൃദ്ധിയുള്ളതാക്കി മാറ്റുന്നു. ಫಲವುಳ್ಳದಾಗಿ ದೇವರು ഒരു ಮಾರ್ಪಡಿಸ್ತಾರೆ. അബ്രഹാമിന്റെ മേൽ വെളിപ്പെട്ടതുപോലെ ചില ബ്ലെസ്സിംഗ് നിന്റെ മേൽ വെളിപ്പെടുന്നു. ಅಬ್ರಹಾಮನ ಮೇಲೆ ಪ್ರಕಟವಾದಂತ ಒಂದು ಆಶೀರ್ವಾದವು ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗ್ತದೆ. യാ റാഷിയ ടെരിയ. നിന്നിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് മറ്റുള്ളവർ അതിശയിക്കുവാൻ തുടങ്ങും. ಮುಖಾಂತರವಾಗಿ ನಡೆಯುವಂತ ಅದ್ಭುತಗಳನ್ನು ಅನೇಕರು ನೋಡಿ അതുപോലെ ചില കൃപകൾ കർത്താവ് നിന്റെ മേൽ പകരുകയാണ്. ಅದೇ ರೀತಿಯಲ್ಲಿರುವಂತ ಕೃಪೆಯನ್ನು ದೇವರು ഞാൻ അത് പറഞ്ഞ് നിന്റെ വോക്കൽസിനെ കർത്താവ് തൊടും. നിന്റെ ശബ്ദത്തെ കർത്താവ് തൊടും. ಮಾತುಗಳನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾರೆ. മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന ഒരു വോയിസ് കർത്താവ് നിനക്ക് തരുന്നു. ಬೇರೆಯವರು ಕೇಳಿ ಆಶ್ಚರ್ಯಪಡುವಂತ ರೀತಿಯಲ್ಲಿರುವಂತ ಶಬ್ದವನ್ನು ದೇವರು ಕೊಡ್ತಾರೆ. കോടിനെ കർത്താവ് തൊടുന്നു. ನಿಮ್ಮ ಗಂಟಲನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾರೆ. അധികാരമുള്ള ശബ്ദം. ಅಧಿಕಾರವಿರುವಂತ ಶಬ್ದ. ഓ വർഷിപ്പ് അനോയിന്റിംഗ്. ആരാധನೆಯ മറ്റുള്ളവർ ಆಶೀರ್ವಾದ. ಭಯപ്പെടുന്ന ശബ്ദം. ಅನೇಕರು അന്ധകാര മണ്ഡലങ്ങൾ ഭയപ്പെടുന്ന ശബ്ദം. ಅಂಧಕಾರದ ಶಕ್ತಿಗಳು ಭಯಪಡುವಂತ ಒಂದು ಶಬ್ದ. കർത്താവ് ഇന്ന് പകൽ നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. ಈ ಆಗಲು ನಿಮ್ಮನ್ನ ಅಭಿಷೇಕ ಹೊಂದಿಕೊಳ್ಳಿರಿ ಆ ಶಕ್ತಿಯನ್ನ. Thank you Lord Jesus. തകർച്ചകൾ മാറട്ടെ. പുതിയ ആരംഭങ്ങൾ, ಹೊಸ ಆರಂಭವನ್ನ, പുതിയ ചില തുടക്കങ്ങൾ, ಹೊಸ ಆರಂಭವನ್ನ, ഫലം കായ്ക്കും. വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുന്ന അനുഭവങ്ങൾ, ವಾರ್ಧಕ್ಯದಲ್ಲಿ ಫಲ ಕೊಡುವಂತ ಅನುಭವವನ್ನ കർത്താവ് ന്യൂ വേ ഓപ്പൺ ആകുന്നു. ಒಂದು ಹೊಸ ದಾರಿಯನ್ನು ದೇವರು ತೆರೆಯುತ್ತಾ ಇದ್ದಾರೆ. Thank you Lord Jesus. ಆಮೆನ್. പിശാച് തകർത്തെടുത്തുന്ന ಆ ಸೈತಾನ റീബിൽഡ് ചെയ്യുന്ന ഞാൻ കാണുന്നു. ಸೈತಾನನ್ನು ಹೊಡೆದಂತ പുതുക്കി പണിയുക. ಕಟ್ಟದವನ್ನ കർത്താവിനെ പുതുക്കി പണിയുക. ಮತ್ತೊಂದು ಆವೃತ್ತಿ ನಿನ್ನನ್ನು ഒരു ಕಟ್ಟುತ್ತಾರೆ. പുരുഷന്റെ കയ്യിലിരിക്കുന്ന കളിമൺ പാത്രം പോലെ ಕುಂಬಾರನ ಕೈಯಲ್ಲಿರುವಂತ ಜೇಡಿಮಣ್ಣಿನ ಉಪಾದಿಯಲ್ಲಿ ആ ഹെവി പവർ, ಆ ದೊಡ್ಡ ആ ಮಹಾಶಕ್ತಿ, ദൈവശക്തി, ಆ ದೈವಿಕ ಶಕ್ತಿಯು the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കർത്താവ് തകർച്ചകൾ മാറി പുറത്തു വരുന്നു. ಆಮೆನ್. ಇವತ್ತು ನಿಮ್ಮ ಒಡೆದು ಹೋದಂತ ಅನುಭವ ನೀರ್ಗುತ್ತದೆ ಎಂಬುದಾಗಿ കരത്താൽ ഹീലിംഗുകൾ നടക്കുന്നു. ಕೆಲವು ಮುಖ್ಯ ನಿಮ್ಮ വിടുതലുകൾ സംഭവിക്കട്ടപ്പ. ಬಿಡುಗಡೆಗಳು ಸಂಭವಿಸಲಿ. Thank you Lord Jesus. ലോകം അത്ഭുതപ്പെടുന്നത് പോലെ നീ സംസാരിക്കാൻ തുടങ്ങും. ಲೋಕವು ಅದ್ಭುತ ಆಶ್ಚರ್ಯಪಡುವ ರೀತಿಯಲ್ಲಿ ನೀನು ಮಾತನಾಡುತ್ತೀಯ. നിന്നിലൂടെ നടക്കുന്നത് അസാധാരണമായ സയൻസ് ആൻഡ് വണ്ടേഴ്സ് ആയിരിക്കും. ನಿಮ್ಮ ಮುಖಾಂತರವಾಗಿ ನಡೆಯುವಂತದ್ದು ಅನೇಕ ಗುರುತಿರುವಂತ സ്റ്റേറ്റുകൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. ರಾಜ್ಯಗಳು ನಿನಗಾಗಿ ತೆರೆಯಲ್ಪಡುತ್ತದೆ. പല സ്റ്റേറ്റുകൾ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് കർത്താവ് നിന്നെ അയക്കും. ಈ ಭಾರತ ದೇಶದ ಅನೇಕ ಭಾಗಗಳಿಗೆ ഫ്ലൈറ്റ് യാത്രകൾ തുറന്നു വരുന്നു. ವಿಮಾನದ ಪ್ರಯಾಣ, അഭിഷേകത്തിന്റെ ചലനം സംഭവിക്കുന്നല്ലോ. ಅಭಿಷೇಕದ ಚಲನವು ಉಂಟಾಗುತ್ತಾ ಇದೆಯಲ್ಲ. Yes, thank you Lord. ഇതുവരെ കാണാത്ത ചില മണ്ഡലങ്ങൾ, ನೀವು ಇದ್ದಿನವರೆಗೆ ನೋಡದೇ ಇರುವಂತಹ, അറിയാത്ത ചില മണ്ഡലങ്ങൾ ನೀವು ತಿಳಿಯದೇ ಇರುವಂತಹ ಮಂಡಲವನ್ನು കർത്താവ് തുറക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನ ತೆರೆಯುತ್ತಾ ಇರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. നിന്നെ മറ്റുള്ളവർ അംഗീകരിക്കാൻ പോകുക. ಬೇರೆಯವರು ನಿಮ್ಮನ್ನು ಅಂಗೀಕರಿಸಿ, മറ്റുള്ളവർ നിന്നെ സ്വീകരിക്കാൻ പോകുക. ಬೇರೆಯವರು ನಿಮ್ಮನ್ನು ಸ್ವೀಕರಿಸುತ್ತಾರೆ. Yes, thank you Lord Jesus. ಥ್ಯಾಂಕ್ ಯು ಕರ್ತನೆ. പല ഗിഫ്റ്റുകൾ നിന്റെ കരത്തിലേക്ക് വരുന്നു. ಕೆಲವು ವರಗಳು ನಿಮ್ಮ പല ಕರಗಳಿಗೆ ഗിഫ്റ്റുകൾ ಕೊಡುತ್ತಾರೆ. നിന്റെ കരത്തിൽ വരുന്നു. ಕೆಲವು ವರಗಳು ನಿನ್ನ ಕರಗೆ ಕೊಡುತ್ತಾ ಇದ್ದಾರೆ. ആ റബറ്റേറിയാൻറ്റേരിയ. ಶಬಲಬದನ ಶಂದುರ, ರಬಬಬಲಿಗಬದನ ಶಂತುರಾದ. അവിടത്തേക്ക് ഞാൻ നയിക്കുന്നപ്പ. ಆಮೆನ್. ಬಿಡುಗಡೆಗೆ ನಾನು ನಯಿಸ್ತಾ ಇದ್ದೇನೆ. എല്ലാവരും ഒന്ന് വർഷിപ്പ് ചെയ്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ಎಲ್ಲರೂ ಆರಾಧನೆ ಮಾಡಿರಿ. ಶಬಲಬದನ ಶಂತುರ, ಶಬಲ ಶಂತುರೇ ಧೀರೆ ಕರಾಸಿಯಾತ್ಮನಾದಗರಗಡಗಡೆ. വർഷിപ്പ് ചെയ്തേ. ಓ ಆರಾಧನೆ ಮಾಡಿ, ಆರಾಧನೆ ಮಾಡಿ. ಶಿಬಲ ದುರಗಡಗಡ ചില ഗിഫ്റ്റുകൾ നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. ಕೆಲವು ವರಗಳನ್ನು ದೇವರು ನಿಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. അത് ഹീലിംഗ് മാത്രമല്ല, ಅದು ಸೌಖ್ಯ ಮಾಡುವುದು ಮಾತ್ರವಲ್ಲ, അത് ഹീലിംഗ് മാത്രമല്ല, ಅದು ಸ್ವಸ್ಥ ಮಾಡುವುದು ಮಾತ್ರವಲ್ಲ. 9 ഗിഫ്റ്റുകൾ നിങ്ങളുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. 9 ವರಗಳನ್ನು ನಿಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. 9 ഫ്രൂട്ട് കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. 9 ಫಲಗಳನ್ನು ದೇವರು ನಿಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. ചില 5-fold മിനിസ്ട്രിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരികയാണ്. 5 ರೀತಿಯ ಸೇವೆಯನ್ನು ನಿಮ್ಮನ್ನು ನಡೆಸುತ್ತಾರೆ. എല്ലാവരും കർത്താവിനെ നന്ദി പറഞ്ഞു തുടങ്ങിക്കേ. ಎಲ್ಲರೂ ಕರ್ತನಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳಿರಿ. കർത്താവ് പകർന്നതിനെ നന്ദി പറഞ്ഞു തുടങ്ങിക്കേ. ನಮ್ಮ ಮೇಲೆ ಸುರಿಸಿದಲ್ಪಟ್ಟದಕ್ಕಾಗಿ ದೇವರಿಗೆ പകർന്നതിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കേ. ಕರ್ತನಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳಿರಿ. ಶಬಾಲ ಬಾಬಾ ಬಾರಿಗ ಬದನಕ್ಕೆ ഇന്നു മുതൽ നിങ്ങൾക്ക് ദർശനങ്ങൾ കാണാൻ തുടങ്ങും. ಇವತ್ತಿನ ನೀವು ಕೆಲವು ದರ್ಶನಗಳನ್ನು ಕಾಣುತ್ತೀರಿ. ഞാൻ ഇവിടെ നിന്ന് വെറുതെ പറയുന്നതല്ല. ನಾನು ಸುಮ್ಮನೆ ಹೇಳುತ್ತಾ ಇಲ್ಲ. നിങ്ങൾ മറ്റുള്ളവരുടെ രോഗത്തെ നിങ്ങളുടെ കണ്ണുകൾ കാണാൻ തുടങ്ങും. ಬೇರೆಯವರ ರೋಗವನ್ನು ನಿಮ್ಮ ಕಣ್ಣುಗಳು ಕಾಣುತ್ತದೆ. മറ്റുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. മറ്റുള്ളവരുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ಬೇರೆಯವರ ವಿಚಾರಗಳನ್ನು ನೀವು ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕಾಗ್ತದೆ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ಇನ್ನೊಬ್ಬರ ಸಮಸ್ಯೆಯನ್ನು ತಿಳಿದುಕೊಳ್ಳಿಕ್ಕಾಗ್ತದೆ. അങ്ങനെ ഒരു മാന്റിൽ കർത്താവ് നിങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേലും പകരുകയാണ്. ಆ ರೀತಿಯಾದಂತ ಸಾನ್ನಿಧ್ಯವನ್ನು ನಿಮ್ಮ ಮೇಲೆ ದೇವರು ಸುರಿಸ್ತಾ ಇದ್ದಾರೆ.
ഞാൻ എല്ലാവരുടെ മേലും കൈവെക്കാത്ത സമയമില്ലാത്തത് കൊണ്ട് മാത്രമാ. ಎಲ್ಲರ ಮೇಲೂ ಕರವಿಡದೆ ಇರುವಂತ ದುಃಖ ನಮಗೆ ಸಮಯವಿಲ್ಲದ ಕಾರಣ. കാരണം ഇപ്പോൾ ആരുടെ മേൽ കൈവച്ചോ അവരുടെ കൈ നിങ്ങളെ ഒന്ന് തൊട്ടാൽ മതി, നിങ്ങളുടെ മേലും അത് പകരപ്പെടും. ಈಗ ಸೇವಕರ ಕೈ ಯಾರ ಮೇಲೆ ಬಂದಿತೋ ಅವರು ಮತ್ತೊಬ್ಬರನ್ನು ಮುಟ್ಟಿದರೆ ಸಾಕು, ಮುಟ್ಟದೆ ಇರುವವರ ಮೇಲೆಯೂ ಅದು ಹರಡಲ್ಪಡುತ್ತದೆ. നിങ്ങൾ ഇനി പഴയതുപോലെ ഇരിക്കത്തില്ല ദൈവമക്കളെ. ಇನ್ನು ಇಂದಿನವರೆಗೆ ಇದ್ದಾಗೆ ನೀವು നിങ്ങൾ ಇರುವುದಿಲ್ಲ. പഴയതുപോലെ ഇരിക്കത്തില്ല. ಇಂದಿನವರೆಗೆ ಇದ್ದಾಗೆ ನೀವು ಇರುವುದಿಲ್ಲ. കർത്താവ് അതിശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങും. ದೇವರು ನಿಮ್ಮನ್ನು ಅತಿ ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸುತ್ತಾರೆ. ഓ ഈ കാലഘട്ടത്തിൽ ഒരു ഫിലിപ്പോസിനെ പോലെ, ಈ ಕಾಲಘಟ್ಟದ ಒಬ್ಬ ಫಿಲಿಪ್ಪನೋಪಾದಿಯಲ್ಲಿ, ഈ കാലഘട്ടത്തിൽ ഒരു പത്രോസിനെ പോലെ, ಈ ಕಾಲಘಟ್ಟದ ಒಬ್ಬ ಪೇತ್ರನೋಪಾದಿಯಲ್ಲಿ, ഈ കാലഘട്ടത്തിൽ ഒരു പൗലോസിനെ പോലെ, ಈ ಕಾಲಘಟ್ಟದ ಒಂದು ಪೌಲನೋಪಾದಿಯಲ್ಲಿ ഞാൻ എല്ലാവരോടും ചേർന്നാ പറയുന്നേ, പത്രോസിനെ ഉപയോഗിച്ചതുപോലെ, ನಿಮ್ಮನ್ನೆಲ್ಲರೂ ಸೇರಿಸಿ ಹೇಳುತ್ತಾ ಇದ್ದೇನೆ, പൗലോസിനെ ഉപയോഗിച്ചതുപോലെ, ಪೌಲನನ್ನು ಉಪಯೋಗಿಸಿದ ರೀತಿಯಲ್ಲಿ, ഒരു യോഹന്നാനെ ഉപയോഗിച്ചതുപോലെ, ಯೋಹಾನನನ್ನು ಉಪಯೋಗಿಸಿದ ഒരു ರೀತಿಯಲ್ಲಿ, ഫിലിപ്പോസിനെ ഉപയോഗിച്ചതുപോലെ, ಫಿಲಿಪ್ಪನನ್ನು ಉಪಯೋಗಿಸಿದ ರೀತಿಯಲ್ಲಿ, ശമരിയ പട്ടണത്തെ സ്വതന്ത്രമാക്കിയതുപോലെ ಸಮರ್ಯ ಪಟ್ಟಣವನ್ನು ಸ್ವತಂತ್ರಪಡಿಸಿದ ചില പട്ടണങ്ങളെ സ്വതന്ത്രമാക്കുവാൻ, ನೀವು ಕೆಲವು ಪಟ್ಟಣಗಳನ್ನು ಸ್ವತಂತ್ರಪಡಿಸುವುದಕ್ಕೆ, ഓ ചില മന്ത്രവാദ ശക്തിയിൽ നിന്ന് ചില പട്ടണങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ಕೆಲವು ಕಡೆಗಳಲ್ಲಿರುವಂತಹ ಶಕ್ತಿಗಳಿಂದ ಬಿಡಿಸಿ ಅವರನ್ನು ಸ್ವತಂತ್ರಪಡಿಸುವುದಕ್ಕೆ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. ಕರ್ತನು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುತ್ತಾರೆ. എത്ര പേർ തിരിച്ചറിയുന്നു എന്റെ മേൽ ചിലത് പകരപ്പെട്ടു എന്ന്? ಎಷ್ಟು ಜನ ತಿಳಿದುಕೊಳ್ತಾ ಇದ್ದೀರಾ ನನ್ನ ಮೇಲೆ ದೇವರು ಹರಡಿದ್ದಾರೆ ಎಂಬುದಾಗಿ? പാസ്റ്റർ ആന്റി ഒന്ന് ഫ്രണ്ടിലേക്ക് വരാവോ? ಪಾಸ್ಟರ್ ಆಂಟಿ ಅವರು ಇಬ್ಬರು ಸಹ ಮುಂದಕ್ಕೆ ಬರಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತೇವೆ. ಯೆಹೋವಾ ಶಾಲೋಮ್, ಯೆಹೋವಾ ಶಾಲೋಮ್, ಸಮಾಧಾನ ಕರ್ತನು ನೀ. ഇവരാരാണ് നിങ്ങളുടെ? ಇವರು ಯಾರಾಗಿದ್ದಾರೆ ನಿಮಗೆ? ഇവരെന്താ പറയുന്നത്? ಆತ್ಮಿಕ ಪಿತಾವು ಮಾದ, നിങ്ങളുടെ സ്പിരിച്വൽ ഫാദറും സ്പിരിച്വൽ മദറും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ಆತ್ಮಿಕ ತಂದೆ ತಾಯಿಯಾಗಿದ್ದಾರೆ ನಿಮ್ಮ ಮುಂದೆ ನಿಂತಿರುವಂತದ್ದು. എല്ലാരും ഒന്ന് പറഞ്ഞു, ഇതെന്റെ പപ്പയും മമ്മിയുമാ, ಎಲ್ಲರೂ അപ്പനും ಸಹ അമ്മയുമാ. ಎಲ್ಲರೂ ಸಹ ಹೇಳಿರಿ, ಇದು ನನ್ನ ಅಪ್ಪ ಪಪ್ಪ ಮಮ್ಮಿ ಎಂಬುದಾಗಿ. ಹೇಳಿಕ್ಕಾಗ ಸಾಧ್ಯವಾ? ಜೋರಾಗಿ എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ കഴിയും? ಎಷ್ಟು ಜನರಿಗೆ ಅದನ್ನು ತಿಳಿದುಕೊಳ್ಳಿಕ್ಕಾಗ್ತದೆ? ಮುಂದೆ ನಿಂತಿರುವಂತ ಇದು ನನ್ನ ಪಪ್ಪ ಹಾಗೂ ಮಮ್ಮಿ ಎಂಬುದಾಗಿ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക മാത്രമാണോ ചെയ്യുന്നത്? ನೀವು ನಿಮ್ಮ ಮಕ್ಕಳನ್ನ ಪ್ರೀತಿಸುವುದು ಮಾತ್ರವೇ ಮಾಡುವಂಥದ್ದು? ചില സമയത്ത് നിങ്ങൾ ശാസിക്കാറില്ലേ, വഴക്ക് പറയാറില്ലേ? ನೀವು ಕೆಲವು ಸಮಯದಲ್ಲಿ ಅವರನ್ನ ಶಿಕ್ಷಿಸಿ ಖಂಡಿಸುವುದಿಲ್ವಾ? ചില സമയത്ത് നിങ്ങൾ അടിക്കാറില്ലേ? ಕೆಲವು ಸಮಯದಲ್ಲಿ ಅವರನ್ನ ಹೊಡೆಯುವುದಿಲ್ವಾ? അതെന്തിനാ ചെയ്യുന്നത്? അവർ നശിച്ചു പോകാനായിട്ടാണോ? അവർ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണോ? ಅವರನ್ನ ಶಿಕ್ಷಿಸುವಂತದ್ದು, ಖಂಡಿಸುವಂತದ್ದು ಅವರ ನಾಶವಾಗುವುದಕ್ಕೋ ಅಥವಾ ಒಳ್ಳೆಯ ದಾರಿಗೆ ಬರುವುದಕ್ಕ? എന്തിനാ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അടിക്കുകയും ശാസിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്നത്? ಯಾಕೆ ನಿಮ್ಮ ಮಕ್ಕಳನ್ನ ಒಡೆದು ಖಂಡಿಸಿ ಬೈಯುವಂಥದ್ದು? നല്ല വഴിയിലേക്ക് വരുക. നിങ്ങൾ വഴക്ക് പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങളുടെ മക്കൾ നല്ലതായിട്ട് വന്നത്? ನೀವು ಬೈದು ಹೊಡೆದಿರುವುದರಿಂದ ಮುಖಾಂತರವಾಗಿ ಅಲ್ವಾ ನಿಮ್ಮ ಮಕ್ಕಳು ಸರಿಯಾದ ದಾರಿಗೆ ಬಂದದ್ದು? നിങ്ങൾ വഴക്ക് പറയുമ്പോൾ, നിങ്ങളെ വഴക്ക് പറയുമ്പോൾ നിങ്ങൾ വീട് വിട്ടു പോയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ನಿಮ್ಮನ್ನ ಬೈದಾಗ ನೀವು ಮನೆ ಬಿಟ್ಟು ಹೋಗಿದ್ದರೆ ನಿಮ್ಮ ಆ ಮಗುವಿನ ಸ್ಥಿತಿ ಏನಾಗ್ತಿತ್ತು? നിങ്ങൾ നിങ്ങളുടെ മക്കളെ വഴക്ക് പറയുമ്പോൾ അവരെ നിങ്ങളെ വിട്ട് ഓടിപ്പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ನೀವು ನಿಮ್ಮ ಮಕ್ಕಳನ್ನ ಹೊಡೆಯುವಾಗಲಾಗಲಿ ಬೈಯುವಾಗಲಾಗಲಿ ಮನೆಯನ್ನು ಬಿಟ್ಟು ಹೋಗಬೇಕೆಂಬುದಾಗಿ ನೀವು നിങ്ങളെ വഴക്ക് പറയുന്നത് അവർ രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ? ನೀವು ಬೈಯುವಂಥದ್ದು ಅಥವಾ ಅವರಿಗೆ ಹೊಡೆಯುವಂಥದ್ದು ಅವರು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಬರಬಾರದು ಎಂಬುದಾಗಿ ತಿಳಿದು ಬೈತೀರಾ? ഒരു നല്ല അപ്പന്റെ നല്ല അമ്മയുടെ പ്രത്യേകത, ಒಂದು ಒಳ್ಳೆ ತಂದೆ ಒಳ್ಳೆ ತಾಯಿಯ ಪ್ರತ್ಯೇಕತೆ, അവർ കുഞ്ഞുങ്ങളെ ശാസിക്കുന്നവരായിരിക്കും. ಆ ಮಕ್ಕಳನ್ನ ಖಂಡಿಸುವವರಾಗಿರ್ತಾರೆ. ഒരു നല്ല അപ്പന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ಒಳ್ಳೆಯ ತಂದೆಯ ಪ್ರತ್ಯೇಕತೆ, അവർ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നവരായിരിക്കും. ಆ ಮಕ್ಕಳನ್ನ ಬೈತಾರೆ. പക്ഷേ അവർ പോയി കഴിയുമ്പോൾ, ಆದರೆ ಅವರು ಹೊರಗೆ ಹೋದ ನಂತರ ഇവരുടെ ഹൃദയം തകരാറുണ്ട്, ഇവർ വേദനിക്കാറുണ്ട്, ഇവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ಆ ತಂದೆ ತಾಯಿಯ ಮನಸ್ಸು ಕನಿಕರ ಪಟ್ಟು ಪಡುವುದುಂಟು. നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിച്ചിട്ട് അവർ ഇല്ലാത്ത സമയത്ത് വിങ്ങി വിങ്ങി നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്? ಎಷ್ಟೋ ವರ್ತಿ ನಿಮ್ಮ ಮಕ್ಕಳನ್ನ ನೀವು ಹೊಡೆದು ಬೈದ ನಂತರ ಆ ಮಗು ಇಲ್ಲದೆ ಇರುವಂತ ಸಮಯದಲ್ಲಿ ನೀವು ಬಿಕ್ಕಿ ಬಿಕ್ಕಿ ಆಗ್ತದಿಲ್ಲವಾ? കുഞ്ഞുങ്ങളെ തല്ലിയിട്ട് കരഞ്ഞവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ಮಕ್ಕಳನ್ನ ಹೊಡೆದು ಮಕ್ಕಳಿಲ್ಲದಂತ ಸಮಯದಲ್ಲಿ ಕಣ್ಣೀರಿಟ್ಟಂತ ಯಾರಾದ್ರೂ ಇದರೊಳಗಿದ್ದೀರಾ? അതുപോലെ നിങ്ങളുടെ ആത്മീയ പിതാവും മാതാവും ಅದೇ ರೀತಿಯಲ್ಲಾಗಿರ್ತಾರೆ ನಿಮ್ಮ ಆತ್ಮಿಕ ತಂದೆ ತಾಯಿ ಸಹ. നിങ്ങൾക്ക് വേണ്ടി കരയുന്നവർ ഈ ലോകത്തിൽ ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. ನಿಮಗಾಗಿ ಆಳುವಂತವರು ಈ ಲೋಕದಲ್ಲಿ ಇವರಿಬ್ಬರು ಮಾತ್ರವೇ ಇರುವಂತದ್ದು. നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കത്തില്ല. ನಿಮ್ಮ ಸಹೋದರರು ನಿಮ್ಮ ಮೇಲುಗಳನ್ನ ಇಷ್ಟಪಡುತ್ತಾರೆ. ഈ ലോകത്തിൽ നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന രണ്ടുപേരാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ಈ ಲೋಕದಲ್ಲಿ ನಿಮ್ಮ ಮೇಲುಗಳನ್ನು ಮಾತ್ರ ಕಾಣುವುದಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಾ ಇರುವಂತವರು ಇವರಿಬ್ಬರು ಮಾತ್ರವೇ. ഒരു മകൻ അപ്പനെയോ അമ്മയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചാൽ
ആ മകൻ എന്തായിരിക്കും ലഭിക്കുന്നത്? ಆ ಒಬ್ಬ ಮಗನು ತಂದೆ ತಾಯಿಯ ಹೃದಯವನ್ನ ನೋವುಪಡಿಸುವುದಾದರೆ ಆ ಮಗನಿಗೆ ಏನು ದೊರಕುತ್ತದೆ? ഇവരുടെ ഹൃദയത്തെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ಆದರೆ ಇವರನ್ನು ಮನಸ್ಸನ್ನ ನೀವೆವತ್ತು ನೋವುಪಡಿಸಬಾರದು. നിങ്ങൾക്ക് വേണ്ടി ജീവനെ ത്യജിച്ചിറങ്ങിയവരായി ഇവർ. ನಿಮಗಾಗಿ ಸಕಲವನ್ನ ತ್ಯಜಿಸಿ ಬಂದವರಾಗಿದ್ದಾರೆ. എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ಇವರಿಗೆ ಏನು ಬೇಕಾದ್ರೂ ಮಾಡಬಹುದಾಗಿತ್ತು. എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാൻ ಯಾವ പറ്റത്തില്ലേ? ಉದ್ಯೋಗಕ್ಕಾಗಾದ್ರೂ ಬೇಕಾದ್ರೂ ಹೋಗ್ಬೋದಾಗಿತ್ತು. പക്ഷെ ഇവരുടെ ആയുസ്, ಇವರಿಗೆ ಇರುವಂತಹ ಜೀವಿತವನ್ನ, ഇവരുടെ ആരോഗ്യം, ಇವರ ಆರೋಗ್ಯವನ್ನ, ഇവർ കുടുംബമായി ചെലവഴിക്കേണ്ട സമയം, ಇವರು ಕುಟುಂಬವಾಗಿ ಬಳಸಬೇಕಾದಂತ ಸಮಯವನ್ನ ആർക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത്? ಯಾರಿಗಾಗಿ ಅವರನ್ನು ಉಪಯೋಗಿಸ್ತಾ ಇದ್ದಾರೆ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? ನಿಮಗಾಗಿ ಅಲ್ವಾ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? ನಿಮಗಾಗಿ ಅಲ್ವಾ? ഇവർ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಅವರು ರಾತ್ರಿಯಾಗಲು ಕಷ್ಟಪಡ್ತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ ನಿಮಗೆ ಗೊತ್ತುಂಟಾ? നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് പ്രാപിച്ചിട്ട് പോകും. ನೀವು ಇಲ್ಲಿ ಬಂದು ಪ್ರಾರ್ಥಿಸಿ ಹೊಂದಿಕೊಂಡು ಹೋಗ್ತೀರಿ. എന്നാൽ ഞങ്ങൾക്കറിയാം ഇവിടെയുള്ള പാസ്റ്റർമാരെ ട്രീറ്റ് ചെയ്യാൻ രാപ്പകൽ പാസ്റ്റർ മാൻഡിയും കടന്ന് കഷ്ടപ്പെടുന്നത്. ಈ ನಮಗೆ ಗೊತ್ತುಂಟು ಇಲ್ಲಿರುವಂತ ಸೇವಕರುಗಳನ್ನ ಅವರನ್ನ ಸನ್ಮಾನ ಮಾಡುವುದಕ್ಕಾಗಿ, ಸಂತೈಸುವುದಕ್ಕಾಗಿ ಮಾಡುತ್ತಾ ಇರುವಂತ ರಾತ್ರಿ ಆಗಲು ಕಷ್ಟಪಡ್ತಾ ಇರುವಂತದ್ದನ್ನ ഇവിടെ നിന്ന് അത്രയും ശുശ്രൂഷിച്ചതിന് ശേഷം ನಾವು ಇಲ್ಲಿ ಸೇವೆ ಮಾಡಿದ ನಂತರ ഞാൻ കാണുന്നു ഓടി കിച്ചണിലേക്കാ പോകുന്നത്. ನಾನು ನೋಡ್ತೇನೆ ಅವ್ರು ಓಡಿ ಕಿಚನ್ಗೆ ಹೋಗ್ತಾರೆ. ഇവിടെ അധ്വാനിക്കുന്നത് പോരാഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾക്ക് വേണ്ടി കിച്ചണിൽ അധ്വാനിക്കുക. ಇಲ್ಲಿ ಎಷ್ಟು ಶ್ರಮ ಪಡ್ತಾರೋ ಅಲ್ಲಿಯೂ ಸಹ ಸೇವಕರಿಗೋಸ್ಕರ ಆ ಕಿಚನ್ ನಲ್ಲಿ ಶ್ರಮ ಪಡ್ತಾರೆ. പലപ്പോഴും ആരോഗ്യം വീക്ക് ആകാറുണ്ട്. ಅನೇಕ ಸಲ ಅವರು ತಡವಾಗ್ತಾರೆ. പലപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ಶಾರೀರಿಕವಾದಂತ ಕ್ಷೀಣತೆಗಳು ಅವರಿಗೆ ಉಂಟಾಗ್ತದೆ. പക്ഷെ പല ക്ഷീണത്തെ മാറ്റിവെച്ച് ಅನೇಕ ಅವರ ಶಾರೀರಿಕ ಕ್ಷೀಣವನ್ನ ಬದಿಗಿಟ್ಟು, പല ഹെൽത്ത് ഇഷ്യൂസിനെ മാറ്റിവെച്ച് ಅವರ ಶಾರೀರಿಕವಾದಂತ ಸ್ಥಿತಿಗತಿಗಳನ್ನ ಬದಿಗಿಟ್ಟು ഇവർ അധ്വാനിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. ಅವರು ಶ್ರಮ ಪಡುತ್ತಾ ಇರುವುದನ್ನು ನೀವು ತಿಳಿದುಕೊಳ್ಳಬೇಕಾಗಿದೆ. ഇവർ അനുഭവിക്കുന്ന വേദനയുടെ ഒരു അംശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ಇವರು ಅನುಭವಿಸುವಂತ ವೇದನೆಯ ಒಂದು ಅಂಶವಾದರೂ ನೀವು ತಿಳಿದುಕೊಳ್ಳಬೇಕಾಗಿದೆ. ഇവർ കരയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയണം. ಇವರು ಅಳುವುದನ್ನ ನೀವು ಕಾಣಬೇಕು. ಸೇವಕರು ಅಗ್ನಿ ಜ್ವಾಲೆ ದೇವ. എത്ര പേർ ഇവർക്ക് വേണ്ടി കരയാറുണ്ട്? ಎಷ್ಟು ಜನ ಇವರಿಗೋಸ್ಕರ, ಎಷ್ಟು ವ್ಯಕ್ತಿಗಳು ನೀವು ಇವರಿಗೋಸ್ಕರ ಅಳುತ್ತಾ ಇದ್ದೀರಿ? നിങ്ങളുടെ പല ആവശ്യത്തിനും ഇവർ അടുത്ത് വരാറില്ലേ? ಅನೇಕ ಅವಶ್ಯಕತೆಗಳಿಗೋಸ್ಕರ ಇವರ ಹತ್ರ ನೀವು ಬರ್ತಿರಲ್ಲ. പാസ്റ്റർ ആന്റി സുഖമാണോ എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ಪಾಸ್ಟರ್ ಆಂಟಿ ಅವರೇ, ನೀವು ಚೆನ್ನಾಗಿದ್ದೀರಾ, ಸೌಖ್ಯವಾಗಿದ್ದೀರಾ ಎಂಬುದಾಗಿ ಎಷ್ಟು ಜನ ಕೇಳ್ತೀರಾ? ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? ಹೃದಯಪೂರ್ವಕವಾಗಿ ಅವರನ್ನ ಪ್ರೀತಿಸುವವರು ಎಷ್ಟು ಜನ ಇದ್ದೀರಿ? നിങ്ങളുടെ പ്രതിഫലം, ನಿಮ್ಮ ಪ್ರತಿಫಲವು നിങ്ങൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോഴല്ല, ನೀವು ಸತ್ತವರನ್ನ ಎಬ್ಬಿಸುವಾಗಿರುವಂತದಲ್ಲ. നിങ്ങളുടെ പ്രതിഫലം, ನಿಮ್ಮ ಪ್ರತಿಫಲವು നിങ്ങൾ 100 പേരോട് പ്രവചനം പറയുമ്പോഴല്ല, ನೀವು 100 ಜನರಿಗೆ ಪ್ರವಾದನೆ ಹೇಳುವಾಗಲಲ್ಲ, നിങ്ങളുടെ പിതാവിനെ മാതാവിനെ നിങ്ങൾ സ്നേഹിക്കുമ്പോഴാണ്. ನಿಮ್ಮ ಆತ್ಮಿಕ ತಂದೆ ತಾಯಿಯನ್ನು ಪ್ರೀತಿಸುವಾಗ ಆಗಿದೆ. അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്, ಅವರ ನೋವುಗಳನ್ನ, ಸಮಸ್ಯೆಯನ್ನು ನೀವು ಅರಿತುಕೊಳ್ಳುವಾಗ, അവരുടെ വേദന നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ്, ಅವರ ನೋವನ್ನ ನೀವು ತಿಳಿದುಕೊಳ್ಳುವಾಗ, ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವಾಗ, ഈ ലോകത്തിൽ കുറവില്ലാത്ത ആരുമില്ല. ಕೊರತೆ ಇಲ್ಲದೆ ಇರುವವರು ಈ ಪ್ರಪಂಚದಲ್ಲಿ ಯಾರೂ ಇಲ್ಲ. ഇവരുടെ കുറവുകൾ അറിഞ്ഞ് നിങ്ങൾക്ക് ഇവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ಇವರ ಕೊರತೆಗಳನ್ನ ತಿಳಿದು ಇವರನ್ನು ಪ್ರೀತಿಸುವುದಕ್ಕಾಗಬೇಕು. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ പോലും അതിലും അപ്പുറമായി നിങ്ങളുടെ സ്നേഹം ഇവരെ കവർ ചെയ്യാൻ കഴിയും. ನಿಮಗೆ ನೋವನ್ನುಂಟುವಂತ ಒಂದು ಮಾತನ್ನು ಅವರು ಹೇಳಿದರೂ ಸಹ ಅದನ್ನು ಮೀರಿ ಅವರನ್ನ ಪ್ರೀತಿಸುವಂತವರಾಗಿರಬೇಕು. ഈ കോഴ്സ് കഴിയുമ്പോൾ പലരുടെ മേലും അതിശക്തമായ ഹീലിംഗുകൾ വെളിപ്പെടും. ಇದು ಮುಗಿದ ನಂತರ ಒಂದು ದೊಡ್ಡ ಶಕ್ತವಾದಂತಹ ಸ್ವಸ್ಥತೆಯು ಇಲ್ಲಿ ನಡೆಯುತ್ತದೆ. അപ്പോൾ നിങ്ങൾ ഇവരെക്കാട്ടിലും വലിയവരാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിയാൽ, ನೀವು ಈ ಆತ್ಮಿಕ ತಂದೆ ತಾಯಿಗಿಂತಲೂ ದೊಡ್ಡವನೆಂಬುದಾಗಿ ತಿಳಿದು ನೀವು ಹೋಗುವುದಾದರೆ കർത്താവിന് ഒരിക്കലും നിങ്ങളെ ബ്ലസ് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ. ಕರ್ತನು ನಿಮ್ಮನ್ನು ಯಾವತ್ತೂ ಸಹ ಆಶೀರ್ವಾದ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഇവരിലൂടെ നടക്കാത്ത ചിലപ്പോൾ കർത്താവ് നിങ്ങളിലൂടെ ചെയ്യും. ಇವರ ಮುಖಾಂತರ ನಡೆಯದೇ ಇರುವಂತದನ್ನ ದೇವರು ನಿಮ್ಮ ಮುಖಾಂತರ ಮಾಡಬಹುದು. എന്നാൽ വചനം പറയുന്നു, ബലമേറിയ കരക്കീഴിൽ നിങ്ങൾ താണിരിക്കണമെന്ന്. ಆದರೆ ನೀವು ಕರ್ತನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಅವರ ಕೈ ಕೆಳಗಡೆ ತಗ್ಗಿರಬೇಕೆಂಬುದಾಗಿ. ഈ ബലമേറിയ കരക്കീഴിൽ നിങ്ങൾ താണിരുന്നാൽ, ಈ ಬಲವುಳ್ಳ ಕರದ ಕೆಳಗೆ ನೀವು ನಿಮ್ಮನ್ನು ತಗ್ಗಿಸಿಕೊಳ್ಳುವುದಾದರೆ നിങ്ങളെ അധികമായി ഉയർത്തിക്കൊണ്ടേ. ಇನ್ನೂ ಅಧಿಕವಾಗಿ ದೇವರು ಮೇಲೆತ್ತುತ್ತಾರೆ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളായിരുന്ന പൊസിഷനെക്കാട്ടിലും ഉയർച്ചയിൽ നിങ്ങളുടെ മക്കൾ വന്നിട്ടില്ലേ? ನೀವು ಇದ್ದಂತ ಸ್ಥಿತಿಗತಿಗಳಿಗಿಂತಲೂ ದೊಡ್ಡ ಸ್ಥಾನಕ್ಕೆ ನಿಮ್ಮ ಮಕ್ಕಳು ಬರಲಿಲ್ವಾ?
എന്റെ കുഞ്ഞുങ്ങൾ 3 പെൺകുട്ടികളാണ് ഞങ്ങൾക്ക്. ನನಗೆ 3 ಹೆಣ್ಣು ಮಕ್ಕಳು. ഞങ്ങൾ ചെറുപ്പത്തിലായിരുന്നതിനെക്കാട്ടിലും നല്ല പൊസിഷനിലും നല്ല നിലവാരത്തിലും അവരിപ്പോൾ ആയിരിക്കുന്നത്. ನಾವು ಸಣ್ಣ ಪ್ರಾಯದಲ್ಲಿ ಇದ್ದದಕ್ಕಿಂತಲೂ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ನನ್ನ ಮಕ್ಕಳಿದ್ದಾರೆ. ഞങ്ങൾ പഠിച്ചതിൽ നല്ല സ്കൂൾ അവർ പഠിക്കുന്നത്. ನಾವು ಕಲಿತ ವಿದ್ಯಾಭ್ಯಾಸ ಮಾಡಿದಂತ ಶಾಲೆಗಿಂತಲೂ ಉತ್ತಮವಾದಂತ ಶಾಲೆಯರವರು ವಿದ್ಯಾಭ್ಯಾಸ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ഞാൻ പഠിച്ചത് മോശ സ്കൂൾ, അതുകൊണ്ട് നിങ്ങളും അങ്ങനെ പഠിച്ചാൽ മതി ഞാൻ എന്റെ പിള്ളേരെ അങ്ങനെ പറയത്തില്ല. ನಾನು ಕಲಿತಂತದ್ದು ಒಂದು ಸಣ್ಣವಾದಂತ ಶಾಲೆಯಲ್ಲಿ ನನ್ನ ಮಕ್ಕಳು ಸಹ ಅದರಲ್ಲಿ ಕಲೀಲಿ ಎಂಬುದಾಗಿ ನಾನು ಕಳಿಸುವುದಿಲ್ಲ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഞാൻ കൊടുക്കുന്നത്. ಅವರಿಗೆ ನನಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಎಷ್ಟು ಸಾಧ್ಯವೋ ಅಷ್ಟು ಉತ್ತಮವಾದದನ್ನು ಕೊಡ್ಲಿಕ್ಕೆ ಪ್ರಯತ್ನ ಪಡ್ತೀನಿ. ഇവർക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ദൈവമക്കളെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ಇವರಿಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತ ಉತ್ತಮವಾದದನ್ನು ದೇವರು ಅವರ ನಿಮಗೆ ಕೊಡ್ತಾ ಇದ್ದಾರೆ. ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നതിലും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ಇವರಿಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತದರಲ್ಲಿ ಉತ್ತಮವಾದದನ್ನು ದೇವರು ನಿಮಗೆ ಅವರು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ഞാനൊരു പാസ്റ്റർ, ನಾನೊಬ್ಬ ಸೇವಕನಾಗಿದ್ದೇನೆ. എനിക്കറിയാം ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളം ഉണ്ടെന്ന്. ನನಗೆ ಗೊತ್ತುಂಟು ದೇವರ ಮಕ್ಕಳಿಗೋಸ್ಕರ ನಾವು ಅನುಭವಿಸುತ್ತಾ ಇರುವಂತ ವೇದನೆ ಎಷ್ಟೆಂಬುದನ್ನು. അതുകൊണ്ട് ഇവരെ എനിക്കറിയാം. ಇವರಿಗೆ ಇವರನ್ನು ನನಗೆ ಗೊತ್ತುಂಟು. തന്റെ മക്കൾക്ക് വേണ്ടി ഇവർ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണ്. ಅವರ ಮಕ್ಕಳಿಗೋಸ್ಕರ ಅವರು ಅನುಭವಿಸುತ್ತಾ ಇರುವಂತ ವೇದನೆ ಎಷ್ಟೆಂಬುದನ್ನು. എന്റെ വിശ്വാസികൾക്ക് വേണ്ടി എന്റെ ഹൃദയം പലപ്പോഴും തകർന്നിട്ടുണ്ട്. ನಮ್ಮ ವಿಶ್ವಾಸಿಗಳಿಗೋಸ್ಕರ ಅನೇಕ ರೀತಿಯಲ್ಲಿ ನಾನು ಹೃದಯದಲ್ಲಿ ಕಳವಳಗೊಂಡಿದ್ದೇನೆ. നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഇവരുടെ ഹൃദയം തകർന്നിട്ടുണ്ട്. ಅನೇಕ ವರ್ತಿ ನಿಮಗೋಸ್ಕರ ಅವರ ಹೃದಯವೂ ಸಹ ಕಳವಳಗೊಂಡದ್ದು. നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ സന്തോഷം ഇവർ മാറ്റി വെച്ചിട്ടുണ്ട്. ನಿಮಗೋಸ್ಕರ ಅವರ ಸಂತೋಷ ಸುಖಗಳನ್ನ ಬದಿಗಿಟ್ಟಿದ್ದಾರೆ. നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഇവർ മാറ്റി വെച്ചിട്ടുണ്ട്. ನಿಮಗೋಸ್ಕರ ಅವರ ಪ್ರಾಮುಖ್ಯವಾದಂತ ಕೆಲವು ವಿಚಾರಗಳನ್ನ ಬದಿಗಿಟ್ಟಿದ್ದಾರೆ. എത്രത്തോളം നിങ്ങൾ ഇവരെ അനുസരിക്കുന്നുവോ, ಎಷ್ಟರ ಮಟ್ಟಿಗೆ ನೀವು ಅವರಿಗೆ ವಿಧೇಯರಾಗಬೇಕು, അത്രത്തോളം കർത്താവ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ನೀವೆಷ್ಟು ಮಟ್ಟಿಗೆ ಅವರಿಗೆ ವಿಧೇಯರಾಗುತ್ತೀರೋ ಅಷ್ಟರ ಮಟ್ಟಿಗೆ ದೇವರು ನಿಮ್ಮನ್ನ ಉನ್ನತಿಗೆ ತರುತ್ತಾ ಇರ್ತಾರೆ. ഒരു ചർച്ചിൽ വന്ന് കുറെ ഓഫറിംഗ് ഇട്ടാൽ നിങ്ങൾ ബ്ലെസ്ഡ് ആകത്തില്ല. ನೀ ಚರ್ಚ್ ಸಭೆಗೆ ಬಂದು ಸ್ವಲ್ಪ ಕಾಣಿಕೆಯನ್ನು ದಶಮಭಾಗಗಳು ಕೊಡುವುದರಿಂದ ನೀವು ಆಶೀರ್ವದಿಸುವುದಿಲ್ಲ. ഒരു സ്പിരിച്വൽ കവറിംഗിനകത്ത് നിങ്ങൾ കേറുമ്പോഴേ നിങ്ങൾ ബ്ലെസ്ഡ് ಒಂದು ആകത്തുള്ളൂ. ಆಶೀರ್ವಾದದ ಕವಚದೊಳಗೆ ನೀವು ಬರುವಾಗಲೇ, ಆತ್ಮಿಕ ಕವಚದೊಳಗೆ ಬರುವಾಗಲೇ ನೀವು ಆಶೀರ್ವಾದ ಹೊಂದುವುದು. ഒരു ചെടി ചുമ്മാ മണ്ണിന്റെ മേളിൽ വെച്ച് അത് വളരുവോ? ಒಂದು ಗಿಡವನ್ನ ಸುಮ್ಮನೆ ತೆಗೆದುಕೊಂಡೋಗಿ ಮಣ್ಣಿನ ಮೇಲಿಟ್ಟರೆ ಅದು ಬೆಳೆಯುತ್ತದೆ. ഒരു ചെടി ഒരു മണ്ണിന്റെ മേളിലിട്ട് അത് വളരുവോ? ಒಂದು ಗಿಡವನ್ನ ಸುಮ್ಮನೆ ಮಣ್ಣಿನ ಮೇಲೆ ಹಾಕಿದ್ರೆ ಬೆಳೆಯುತ್ತದ? അല്പമൊക്കെ ചിലപ്പം എങ്ങനെയെങ്കിലും വളരാം, ಸ್ವಲ್ಪ ಅದು ಬೆಳೆಯಬಹುದು, പക്ഷെ അത് ഉണങ്ങിപ്പോകും. ಆದರೆ ಕೆಲವು ಸಮಯದಲ್ಲಿ ಅದು ಒಣಗಿ ಹೋಗ್ತದೆ. എന്താ ചെയ്യേണ്ട? മണ്ണിലേക്ക് അതിന്റെ വേര് ആഴത്തിൽ ഇറങ്ങണം. ಆದರೆ ಅದರ ಬೇರು ಆಳಕ್ಕೆ ಇಳಿಯಬೇಕು. ഇവരിലേക്ക് നിങ്ങളുടെ വേര് ആഴത്തിൽ ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അധികം ഫലം കൊടുക്കുന്ന രീതിയിൽ വളരാൻ പറ്റത്തുള്ളൂ. ಇವರೊಂದಿಗೆ ನಿಮ್ಮ ಬೇರುಗಳು ಇಳಿಯುವುದಾದರೆ ಮಾತ್ರವೇ ಮುಂದಕ್ಕೆ ಉತ್ತಮವಾದಂತ ಫಲವನ್ನು ಕೊಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತದ್ದು. ഇവിടെ പല കൃപകളുള്ളവർ ഈ പ്ലാറ്റ്ഫോമിൽ വരും ദൈവമക്കളെ. ಇನ್ನು ಅನೇಕ ಕೃಪಾವರಗಳಿರುವಂತವರು ಈ ವೇದಿಕೆ ಮೇಲೆ ಬರುತ್ತಾರೆ. ആയിക്കോട്ടെ, ഇത്രയും വില കൊടുത്തു, ഇത്രയും പണം കൊടുത്തു, ഇത്രയും അഭിഷിക്തന്മാരെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ಇಷ್ಟು ವೆಚ್ಚ ಮಾಡಿ ಅನೇಕ ದೂರಗಳಿಂದ ದೇವರ ಸೇವಕರುಗಳನ್ನ ಅಭಿಷಕ್ತರನ್ನ ಕರೆಯುತ್ತಾ ಇರುವಂತದ್ದು ಅವರಿಗಾಗಿ ಆಗಿದೆಯೋ ನಿಮಗಾಗಿ ಆಗಿದೆಯೋ? ഇവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പേഴ്സണൽ ഇവർക്ക് വീട്ടിനകത്ത് കൊണ്ടുവന്നാ പോരെ? ಅವರಿಗೋಸ್ಕರ ಆಗಿದ್ರೆ ಅವರ ಮನೆಯೊಳಗೆ ಕರ್ಕೊಂಡ್ ಬಂದಿದ್ರೆ ಸಾಕಿತ್ತಲ್ಲ. പക്ഷെ ഇത്രയും ആളുകൾ ഇതിനകത്ത് കൊണ്ടുവരുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ಇಷ್ಟು ಸೇವಕರುಗಳನ್ನ ಇಲ್ಲಿ ಕರೆತಾ ಇರುವಂತದ್ದು ಯಾರಿಗೋಸ್ಕರ? ആർക്ക് വേണ്ടിയിട്ടാ? ಯಾರಿಗಾಗಿ? എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഉറപ്പുള്ളവർ മാത്രം കരം ನನಗಾಗಿ ಆಗಿದೆ ಎಂಬುದಾಗಿ ದೃಢತೆ ಇರುವಂತವರು ನಿಮ್ಮ ಕರಗಳನ್ನೆತ್ತಿ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മീറ്റിംഗ് നടത്താൻ, ഇങ്ങനെ 10 ദിവസം കോഴ്സ് നടത്താൻ എത്ര രൂപ ചെലവ് വരുമെന്ന് ഏകദേശം ഒരു കണക്ക് നിങ്ങൾക്ക് അറിയാവോ? ಈ 10 ದಿನದ ಈ ಕೋರ್ಸ್ ಅನ್ನು ನಡೆಯುವುದಕ್ಕೆ, ಶಸ್ತ್ರ ಶಾಲೆಯನ್ನು ನಡೆಸುವುದಕ್ಕೆ ಎಷ್ಟು ಹಣ ವ್ಯಯವಾಗುತ್ತದೆ ಎಂಬುದಾಗಿ ನಿಮಗೆ ಗೊತ್ತುಂಟಾ? ഇവിടെ എത്ര പാസ്റ്റർമാരെ ശുശ്രൂഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? ಎಷ್ಟು ಪಾಸ್ಟರ್ಸ್ಗಳು ಅಥವಾ ಸೇವಕರುಗಳು ಬಂದು ಇಲ್ಲಿ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ എത്ര ಗೊತ್ತು. രൂപയുടെ ചെലവ് ഇവർ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയാവോ? ಆ ಸೇವಕರುಗಳಿಗೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಅವರಿಗೆ ಖರ್ಚು ಕೊಡಬೇಕೆಂಬುದನ್ನು ನಿಮಗೆ ಗೊತ್ತು. അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസ്, ಅವರ ಪ್ರಯಾಣದ ವೆಚ್ಚವನ್ನ, അവരുടെ ഓഫറിംഗ്, ಅವರಿಗೆ ಬೇಕಾದಂತ ಕಾಣಿಕೆ, അവരുടെ ഫുഡ് എക്സ്പെൻസ്, ಅವರ ಆಹಾರದ ಕಾರ್ಯಗಳನ್ನ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആരാ? ಇದನ್ನೆಲ್ಲ ನೋಡಿಕೊಳ್ಳುತ್ತಾ ಇರುವಂತದ್ದು ಯಾರಾಗಿದ್ದಾರೆ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ನೀವು ಅದನ್ನ ಯಾರಾದ್ರೂ ವಿಚಾರಿಸಿದ್ದೀರಾ? ചോദിക്കാറുണ്ടോ? ನೀವು ಕೇಳಿದ್ದೀರಾ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ಅದಕ್ಕೆ ನೀವು ಸಹಾಯ ಮಾಡಿದ್ದೀರಾ? എത്ര പാസ്റ്റർമാർക്ക് ഇവരുടെ വീട്ടിൽ ഇവർ വെച്ച് വിളമ്പുന്നെന്ന് അറിയാവോ? ಎಷ್ಟು ಸೇವಕರುಗಳಿಗೆ ಅವರ ಮನೆಯಲ್ಲಿ ಅಡಿಗೆ ಮಾಡಿ ಬಡಿಸ್ತಾ ಇದ್ದಾರೆ ಗೊತ್ತುಂಟಾ? നിങ്ങൾ പോയി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ನೀವು ಯಾರಾದ್ರೂ ಅವರ ಮನೆಗೆ ಹೋಗಿ ಸಹಾಯ ಮಾಡ್ತಾ ಇದ್ದೀರಾ? ഒരു വെള്ളം എടുത്ത് വെച്ച് കൊടുക്കാൻ നിങ്ങൾ പോകാറുണ്ടോ? ಒಂದು ನೀರನ್ನು ತೆಗೆದುಕೊಡುವುದಕ್ಕೆ ನೀವು ಹೋಗ್ತಾ ಇದ್ದೀರಾ?
നിങ്ങളുടെ ബ്ലെസ്സിങ് അതിനകത്ത് ദൈവമക്കളെ കടക്കുന്നത്. ಅದರ ಒಳಗಾಗಿದೆ ನಿಮ್ಮ ಆಶೀರ್ವಾದವಿರುವಂತದ್ದು. ഒത്തിരി അഭിഷിക്തന്മാരെ നിങ്ങൾ ഇതിനകത്ത് കണ്ടു. ಅನೇಕ ಅಭಿಷಕ್ತರನ್ನ ಇದರೊಳಗೆ ನೀವು ಕಂಡಿರಿ. നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇവരെക്കാട്ടിലും പവർഫുൾ ആണ് എല്ലാരും. ನೀವು ನಿಮ್ಮ ದೃಷ್ಟಿಯಲ್ಲಿ ನೀವು ನೋಡಿರಬಹುದು ಇವರಿಗಿಂತಲೂ ಶಕ್ತರು ಎಂಬುದಾಗಿ. അവരെ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്ന എന്തിനാണെന്നറിയോ? നിങ്ങൾ വിടുതലാകാൻ വേണ്ടിയിട്ട്. ಅವರನ್ನ ಪವಿತ್ರಾತ್ಮನ ಉಪಯೋಗಿಸುವಂತದ್ದು ನಿಮ್ಮ ಬಿಡುಗಡೆಗೋಸ್ಕರ. അവർ തിരിച്ചവരുടെ ഭവനത്തിൽ പോയാൽ അവർ സാധാരണ മനുഷ്യരാ. ಅವರು ಹಿಂದಿರುಗಿ ಮನೆಗೆ ಹೋದರೆ ಮತ್ತೆ ಅವರು ಸಾಧಾರಣ ಮನುಷ್ಯರಾಗಿರ್ತಾರೆ. പക്ഷെ ഇവിടെ വരുന്ന ആളുകളെ നിങ്ങൾ വലിയ ആൾക്കാരായി കണ്ട്, ಇಲ್ಲಿ ಬರುವಂತ ಜನಗಳನ್ನ ದೊಡ್ಡವರಾಗಿ ನೀವು ಕಂಡು, ഇവരെ വിട്ട് ഇവരുടെ പുറകെ പോയാൽ, ಇವರನ್ನ ಬಿಟ್ಟು ಅವರಿಂದ ನೀವು ಹೋಗುವುದಾದರೆ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ನೀವೆಂದಿಗೂ ಸಹ ಮೇಲೆ ಬರಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ಎಂದಿಗೂ ನೀವು ಬಿಡುಗಡೆ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഞാൻ എത്ര നിങ്ങളുടെ തലയെ കൈവച്ചാലും നിങ്ങൾ വിടുതലാകത്തില്ല. ನಾನು ಎಷ್ಟು ಸಲ ನಿಮ್ಮ ಮೇಲೆ ಕರಬಿಟ್ಟರು, ಹಸ್ತ ಸ್ಪರ್ಶ ಮಾಡಿದರೂ ಸಹ ನಿಮಗೆ ಬಿಡುಗಡೆ ಆಗುವುದಿಲ್ಲ. പക്ഷെ നിങ്ങളുടെ പാസ്റ്റേഴ്സ്, ನಿಮ್ಮ ಸೇವಕರು, നിങ്ങളുടെ ആന്റി, ನಿಮ್ಮ ಆಂಟಿ, നിങ്ങളുടെ ഫാദറും മദറും, ನಿಮ್ಮ ಆತ್ಮಿಕ ತಂದೆ ತಾಯಿ നിങ്ങളുടെ തലയെ കൈവെക്കണ്ട. ನಿಮ್ಮ ತಲೆಯಲ್ಲಿ ಕೈ ಇಡೋದು ಬೇಡ. നിങ്ങളുടെ ഒന്ന് ഹൃദയത്തിൽ ഓർത്താൽ മതി. ಅವರು ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ನೀವು ನೆನೆಸಿದರೆ ಸಾಕು. ഞാൻ പറയട്ടെ, ഇവിടെ വരുന്ന അഭിഷിക്തന്മാർ എത്ര തലയെ കൈവച്ചാലും നിങ്ങൾക്ക് വിടുതലാകത്തില്ല. ಇಲ್ಲಿ ಬರುವಂತ ಎಷ್ಟು ದೊಡ್ಡ ಸೇವಕರಾಗಿದ್ರು ನಿಮ್ಮ ಕರಗಳನ್ನು ನಿಮ್ಮ ತಲೆ ಮೇಲೆ ಕೈ ಇಟ್ಟರು ಬಿಡುಗಡೆ ಆಗುವುದಿಲ್ಲ. ഇവർ നിങ്ങളെ കുറിച്ച് ഹൃദയത്തിൽ ഒന്ന് ഓർത്താൽ മതി. ಇವರನ್ನ ಕುರಿತಾಗಿ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಅಥವಾ ಇವರು ನಿಮ್ಮನ್ನ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ಆ ಸೆಕೆಂಡ್ ನಲ್ಲಿ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಅದ್ಭುತಗಳು ನಡೆಯುತ್ತವೆ. അത്ഭുതം നടക്കും. ಆ ಸೆಕೆಂಡಿನಲ್ಲಿ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಅದ್ಭುತಗಳು ನಡೆಯುತ್ತದೆ. ഒത്തിരി സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നവരാ, ಅನೇಕ ಕಡೆ ಪ್ರಯಾಣ ಮಾಡುವವರಾಗಿದ್ದಾರೆ. നിങ്ങളുടെ പാസ്റ്ററിനെ, നിങ്ങളുടെ ആത്മീയ പിതാവിനെ മാതാവിനെ പോലെ വേറെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ನಿಮ್ಮ ಆತ್ಮಿಕ ತಂದೆ ತಾಯಿಯ ರೀತಿಯಲ್ಲಿ ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸುವಂತವರನ್ನು ನಾನು ಬೇರೆ ಯಾರನ್ನು ಕಾಣಲಿಲ್ಲ. ഇവിടെ വരുന്ന ഞങ്ങളെക്കാട്ടിലും വലിയ അഭിഷേകം കർത്താവ് ഇവരുടെ മേൽ പകർന്നേക്കുന്നത്. ಇಲ್ಲಿ ಬರುವಂತ ಎಲ್ಲಾ ಸೇವಕರುಗಳಿಗಿಂತಲೂ ದೊಡ್ಡ ಅಭಿಷೇಕವನ್ನ ಈ ಆತ್ಮಿಕ ತಂದೆ ತಾಯಿಯಲ್ಲಿ ದೇವರು ಸುರಿಸಿದ್ದಾರೆ. ഒത്തിരി സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നവരാ, ನಾವು ಅನೇಕ ಕಡೆ ಪ್ರಯಾಣ ಮಾಡುವಂತವರು. ഇവരുടെ മേൽ കർത്താവ് വെച്ചിരിക്കുന്ന കോളിംഗ് നിങ്ങൾ കാണുന്നത് ഇതെല്ലാം ಅವರಿಗೆ ದೇವರು ಅವರ ಮೇಲಿಟ್ಟಿರುವಂತ ಕರೆಯಾಗಿದೆ. ನೀವು ಕಾಣುವಂತದ್ದು ಇದೆಲ್ಲವೂ ಸಹ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ബിൽഡിംഗ് ഇവർ പണിതു, ಈ ಕಟ್ಟಡವನ್ನ ಇವರು ಕಟ್ಟಿದರು. ഇവർ വാടകയ്ക്ക് കൊടുത്താൽ എത്ര ലക്ഷം ഇവർക്ക് കിട്ടും? ಇದನ್ನ ಬಾಡಿಗೆ ಕೊಟ್ಟರೆ ಎಷ್ಟು ಲಕ್ಷ ಅವರಿಗೆ ಸಿಗ್ತದೆ? ഇതൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആക്കിയാൽ ഇവർക്ക് എത്ര ലക്ഷം കിട്ടും? ಇದೊಂದು ಕಮರ್ಷಿಯಲ್ ಬಿಲ್ಡಿಂಗ್ ಮಾಡಿದ್ರೆ ಎಷ್ಟು ಲಕ್ಷ ಅವರಿಗೆ ಸಿಗ್ತದೆ? പക്ഷെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ, ಏನನ್ನು ಸಹ ಹಿಂದಿರುಗಿ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ಇಚ್ಛಿಸದ ಹಾಗೆ, നിങ്ങൾക്ക് വന്ന് ശാന്തമായിട്ട് തണുപ്പിൽ ആരാധിക്കാൻ രീതിയിൽ ഇവർ ലക്ഷങ്ങൾ മുടക്കിയത് നിങ്ങൾക്ക് വേണ്ടി പണിതിട്ടിട്ടില്ലേ? ನಿಮಗೆ ಬಂದು ಬಹಳ ತಂಪಾದಂತ ಸ್ಥಳದಲ್ಲಿ ಕೂತು ದೇವರನ್ನು ಆರಾಧಿಸುವುದಕ್ಕಾಗಿ ಲಕ್ಷಗಟ್ಟಲೆ ಹಣವನ್ನು ವ್ಯಯ ಮಾಡಿದ್ದಾರೆ. നിങ്ങളെ കർത്താവ് ഇവിടെ നട്ടതാ. ಕರ್ತನು ನಿಮ್ಮನ್ನ ಇಲ್ಲಿ ನೆಟ್ಟಿದ್ದಾರೆ. ഈ അപ്പന്റെ അമ്മയുടെ കീഴിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്ന് ಈ ಆತ್ಮಿಕ ತಂದೆ ತಾಯಿಯ ಕೆಳಗೆ ನಿಮ್ಮನ್ನ ಕರ್ತನು ನಟ್ಟಿದ್ದಾನೆ. നാളെ ഒരു ദിവസം കർത്താവ് നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം, മറ്റൊരു ദേശത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരാം. ನಾಳೆ ಒಂದು ವರ್ತಿ ನಿಮಗೆ ಈ ಪ್ರಾಂತವನ್ನು ಬಿಟ್ಟು ಮತ್ತೊಂದು ಪ್ರಾಂತಕ್ಕೆ ಹೋಗಬೇಕಾಗಿ ಬರಬಹುದು. പക്ഷെ അപ്പനും അമ്മയ്ക്കും മാറ്റം വരുമോ? ಆದರೆ ತಂದೆ ತಾಯಿ ಬೇರೆ ಹಾಕ್ತಾರಾ? നിങ്ങളുടെ മക്കൾ UK പോയി, ദുബായ് പോയി, US പോയി, അപ്പനും അമ്മയ്ക്കും മാറ്റം വരുമോ? ನಿಮ್ಮ ಮಕ್ಕಳು UK US ಅಮೆರಿಕ ಬೇರೆ ಬೇರೆ ದೇಶಗಳಿಗೆ ಹೋದರು, ಆಗ ತಂದೆ ತಾಯಿ ಬದಲಾಗ್ತಾರಾ? നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും മാറ്റം വരത്തില്ല, വരരുത്. ಆಮೇಲೆ ನೀ ಪ್ರಪಂಚದ ಎಲ್ಲಿ ಹೋದರೂ ನಿಮ್ಮ ತಂದೆ ತಾಯಿಗೆ ಬದಲಾವಣೆ ಬರೋದಿಲ್ಲ, ಬರಬಾರದು. ഒരു കാലം വരെ നിങ്ങളെ ഇവർ സഹായിക്കും. ಒಂದು ಕಾಲದವರೆಗೆ ನಿಮ್ಮನ್ನು ಇವರು ಸಹಾಯ ಮಾಡ್ತಾರೆ. നിങ്ങൾ ഇവരെ സഹായിക്കേണ്ട സമയമാ. ಆಮೇಲೆ ಈಗ ನೀವು ಅವರನ್ನ ಸಹಾಯ ಮಾಡುವಂತ ಸಮಯ, ഇവർക്ക് വേണ്ടി നിൽക്കേണ്ട സമയമാ. ಅವರಿಗಾಗಿ ಬೆನ್ನೆಲುಬಾಗಿ ನಿಲ್ಲಬೇಕಾದಂತ ಸಮಯ. മക്കളെ, ഇവിടെയുള്ള ആരെക്കാട്ടിലും അഭിഷേകം വഹിക്കുന്നവരല്ല. ಇಲ್ಲಿರುವಂತ ಎಲ್ಲರಿಗಿಂತಲೂ ಅಭಿಷೇಕವನ್ನು ಹೊತ್ತುಕೊಂಡವರಾಗಿದ್ದಾರೆ. അതുകൊണ്ട് ഈ കവറിങ്ങിനകത്ത് നിങ്ങൾ നിന്നാൽ, ಆಮೇಲೆ ಇದರ ಆ ವಲಯದಲ್ಲಿ ನಾವು ನೀವಿರುವುದಾದರೆ കർത്താവ് നിങ്ങളെ അധികമായി വർദ്ധിപ്പിക്കും. ನಿಮ್ಮನ್ನು ಅಧಿಕವಾಗಿ ದೇವರು ಹೆಚ್ಚಿಸುತ್ತಾರೆ. അധികമായി വർദ്ധിപ്പിക്കും. ಅಧಿಕವಾಗಿ ಹೆಚ್ಚಿಸುತ್ತಾರೆ. നിങ്ങളുടെ മേൽ കർത്താവ് ഒരു ഗിഫ്റ്റ് തരുന്നത്, ದೇವರು ನಿಮ್ಮ ಮೇಲೆ ಒಂದು ವರವನ್ನು ಕೊಡುವಂತದ್ದು. അത് നിങ്ങളുടെ രാജ്യം പണിയാനാകരുത്, ನಿಮ್ಮ ದೇಶವನ್ನು ನಿಮ್ಮನ್ನ ಕಟ್ಟಿಕೊಳ್ಳುವುದಕ್ಕಾಗಬಾರದು. ഇവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിരിക്കും. ಇವರೊಂದಿಗೆ ಸೇರಿ ಸೇವೆ ಮಾಡುವುದಕ್ಕಾಗಿ ಆಗಿರಬೇಕು. നിന്ന് ചേർന്ന് പ്രവർത്തിക്കാനായിരിക്കും. ಇವರೊಂದಿಗೆ ಸೇರಿ ಸೇವೆ ಮಾಡುವುದಕ್ಕೆ. അതുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാണ്. ಎಲ್ಲರೂ ಸಹ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. നിങ്ങളുടെ ഫാദറിനെയും മദറിനെയും, നിങ്ങളുടെ ആത്മീയ പിതാവിനെയും മാതാവിനെയും
കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളൊന്ന് സമർപ്പിച്ചേ. ನಿಮ್ಮ ಆತ್ಮಿಕ ತಂದೆ ತಾಯಿಯನ್ನ ಕರ್ತನ ಕರಗಳಿಗೆ ಒಪ್ಪಿಸಿಕೊಡೋಣ. നിങ്ങൾ ആരെങ്കിലും ഇവരോട് മനസ്സുകൊണ്ട് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും സംഭവിച്ചു, നിങ്ങൾ കർത്താവിനോട് ക്ഷമ പറഞ്ഞേ. ನಿಮ್ಮ ಮನಸ್ಸಿನಿಂದಲೂ ಆಮೇಲೆ ನಿಮ್ಮ ನಡತೆಯಿಂದ ಇವರನ್ನ ನೋವು ಪಡಿಸುವಂತ ರೀತಿಯಲ್ಲಿ ಏನಾದರೂ ಮಾಡಿರುವುದಾದರೆ ಕರ್ತನೊಟ್ಟಿಗೆ ಇವತ್ತು ಕ್ಷಮಾಪಣೆ ಕೇಳಿಕೊಡಿರಿ. എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമ പറഞ്ഞേ. ಇವರಿಗೆ ವೇದನೆ ಉಂಟಾಗುವಂತ ರೀತಿಯಲ್ಲಿ ಏನಾದರೂ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ನೀವು ಮಾಡಿರುವುದಾದರೆ ದೇವರ ಹತ್ರ ಕ್ಷಮಾಪಣೆಯನ್ನು ಕೇಳಿಕೊಡಿರಿ. ഇന്ന് നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടൊന്ന് ഒരു ഉടമ്പടി ചെയ്തേ. ನೀವು ಕರ್ತನ ಕರಗಳಿಗೆ ನಿಮ್ಮನ್ನೇ ಸಮರ್ಪಿಸಿಕೊಂಡು ಒಂದು ಒಡಂಬಡಿಕೆಯನ್ನು ಮಾಡಿಕೊಳ್ಳಿರಿ. അപ്പൊ എന്റെ അപ്പനും അമ്മയും ಈ ನನ್ನ ತಂದೆ ತಾಯಿ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ನನ್ನಗಾಗಿ ತುಂಬಾ ಶ್ರಮ ಪಡುತ್ತಾ ಇದ್ದಾರೆ. ഞാൻ ഇനി ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്നില്ല, ಇನ್ನೆಂದಿಗೂ ಅವರನ್ನ ನೋವು ಪಡಿಸುವುದಿಲ್ಲ. അപ്പൊ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നത്. ಅವರು ನಮಗಾಗಿ ಅವರು ಜೀವಿಸುತ್ತಾ ಇದ್ದಾರೆ. അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ ഇന്നും ജീവിക്കുന്നത്. ಅವರು ಇವತ್ತು ನನಗಾಗಿಯೇ ಜೀವಿಸುತ್ತಾ ಇದ್ದಾರೆ. ഞാൻ ഒരിക്കലും അവരെ വേദനിപ്പിക്കത്തില്ല. ಅವರಿಗೆ ನೋವಾಗುವಾಗ ನಾನು ಇನ್ನೆಂದಿಗೂ ನಡೆದುಕೊಳ್ಳುವುದಿಲ್ಲ. ഞാൻ ഒരിക്കലും അവരെ വിട്ട് അവരുടെ മിനിസ്ട്രിയിൽ നിന്നും അവരുടെ ചർച്ചിൽ നിന്നും ഞാൻ പുറത്തു പോകത്തില്ല എന്നൊന്ന് കൺഫസ് ചെയ്തേ. ಅವರ ಮಿನಿಸ್ಟ್ರಿಯನ್ನ, ಅವರ ಸೇವೆಯನ್ನ, ಅವರ ಸಭೆಯನ್ನ ಬಿಟ್ಟು ನಾನು ಎಂದಿಗೂ ಹೋಗುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ದೇವರೊಟ್ಟಿಗೆ ಒಡಂಬಡಿಕೆ ಮಾಡಿಕೊಳ್ಳಿ. ഞാനിത് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചത് കൊണ്ട്. ಇವತ್ತು ನಾನು ಇದನ್ನು ಹೇಳುತ್ತಾ ಇರುವಂತದ್ದು ಪವಿತ್ರಾತ್ಮನ ಪ್ರೇರಣೆ ಕೊಟ್ಟ ನಿಮಿತ್ತವಾಗಿ. ദൈവമക്കളെ, നിങ്ങൾ ശപിക്കപ്പെടാതിരിക്കണമെങ്കിൽ, ನೀವು ಶಾಪಗ್ರಸ್ತರಾಗಿ ಆಗದೇ ಇರಬೇಕಾದರೆ, നിങ്ങൾ നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, ನಿಮ್ಮ ತಲೆಮಾರುಗಳು ನಾಶವಾಗದೇ ಇರಬೇಕಾದರೆ, നിങ്ങൾ ഈ സ്പിരിച്വൽ കവറിങ്ങിനകത്ത് നിങ്ങൾ ആയിരിക്കണം. ಈ ಆತ್ಮಿಕ ವಲಯದಲ್ಲಿ ನೀವಾಗಿರಬೇಕು. ഇത് നിങ്ങളുടെ ആത്മിക പിതാവും മാതാവുമാ. ಇವರು ನಿಮ್ಮ ಆತ್ಮಿಕ ತಂದೆ ತಾಯಿಯಾಗಿದ್ದಾರೆ. നിങ്ങൾ പാസ്റ്റർ എന്നോ ആന്റി എന്നോ അല്ല നിങ്ങൾ വിളിക്കേണ്ടത്. ನೀವು ಪಾಸ್ಟರ್ ಆಂಟಿ ಎಂಬುದಾಗಿ ಅಲ್ಲ ಕರೆಯಬೇಕಾದದ್ದು. നിങ്ങൾ പപ്പയെന്നോ മമ്മിയെന്നോ നിങ്ങളുടെ ലാംഗ്വേജിൽ എന്താണോ വിളിക്കുന്നത് അത് വേണം ഇവരെ വിളിക്കാൻ. ನಿಮಗೆ ನಿಮ್ಮ ಭಾಷೆಯಲ್ಲಿ ಯಾವ ರೀತಿಯಲ್ಲಿ ಕರೆಯಕ್ಕಾಗ್ತದೋ ಅಪ್ಪನೋ ಅಮ್ಮನೋ ಪಪ್ಪ ಮಮ್ಮಿ ಎಂಬುದಾಗಿಯೂ ನಿಮಗೆ ಕರೆಯಬಹುದು. ഒരു ബ്രദറിനെ പോലെ അല്ല നിങ്ങൾ സ്നേഹിക്കേണ്ടത്. ಒಂದು ಸಹೋದರನ ರೀತಿಯಲ್ಲ ಪ್ರೀತಿಸಬೇಕು. ഒരു അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കണം. ಒಂದು ತಂದೆ ತಾಯಿಯನ್ನ ಪ್ರೀತಿಸುವ ಹಾಗೆ ಇವರನ್ನ ಪ್ರೀತಿಸಬೇಕು. ഞാനിത് പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ടല്ല, ನಿಮಗಾಗಿ ಅಲ್ಲ. നിങ്ങൾ വേഗത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ನೀವು ಬೇಗ ಆಶೀರ್ವಾದ ಹೊಂದುವುದಕ್ಕಾಗಿ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇവരെ ഒന്ന് സ്വീകരിച്ചേ. ಇವತ್ತು ಆಗಲು ಅವರನ್ನ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಅಂಗೀಕರಿಸಿಕೊಳ್ಳಿ. ഇതുവരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇവർ ഇല്ലായിരുന്നു. ಇವತ್ತಿನವರೆಗೂ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಅವರು ಇರಲಿಲ್ಲ. നിങ്ങൾക്ക് ബന്ധമുണ്ട്, ನಿಮಗೆ ಸಂಬಂಧವಾದ, നിങ്ങൾക്ക് ಸ್ನೇഹമുണ്ട്, ನಿಮಗೆ ಪ್ರೀತಿಯಾದ, പക്ഷെ പപ്പയും അമ്മയും നിങ്ങളുടെ ഹൃദയത്തിലില്ല. ಆದರೆ ಈ ಪಪ್ಪ ಮಮ್ಮಿ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಇಲ್ಲ. എന്നാൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇവരെ ഒന്ന് സ്വീകരിച്ചു. ಇವತ್ತು ಅವರನ್ನ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಸ್ವೀಕರಿಸಿಕೊಳ್ಳಿ. എല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇവരെ ഒന്ന് സ്വീകരിച്ചു. ಎಲ್ಲರೂ ನಿಮ್ಮ ಹೃದಯಕ್ಕೆ ಅವರನ್ನು ಆಮಂತ್ರಿಸಿಕೊಳ್ಳಿರಿ. പാസ്റ്ററിന്റെ കീഴിൽ മിനിസ്ട്രി ചെയ്യുന്ന എല്ലാവരും ഇവരുടെ ഹൃദയത്തിലേക്ക് നിങ്ങളെ ഒന്ന് സ്വീകരിച്ചു. ಪಾಸ್ಟರ್ ಕೆಳಗೆ ಸೇವೆ ಮಾಡುತ್ತಾ ಇರುವಂತ ಎಲ್ಲರೂ ಸಹ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಅವರನ್ನು ಆಮಂತ್ರಿಸಿ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പപ്പയും അമ്മയും ഒന്ന് സ്വീകരിച്ചു. ನಿಮ್ಮ ಹೃದಯದ ಒಳಗೆ ಪಪ್ಪ ಮಮ್ಮಿಯನ್ನ ಸ್ವೀಕರಿಸಿಕೊಳ್ಳಿ. ഇതെന്റെ പപ്പയാ, ഇതെന്റെ അമ്മയാ, ಇದು ನನ್ನ ಪಪ್ಪ, ಇದು ನನ್ನ ಮಮ್ಮಿ. ഞാൻ അതുപോലെ അവരെ സ്നേഹിക്കും. ನಾನು ಅದೇ ರೀತಿಯಲ್ಲಿ ಪ್ರೀತಿಸುತ್ತೇನೆ. ഞാൻ അവരെ ഒരിക്കലും ദുഃഖിപ്പിക്കത്തില്ല. ಅವರಿಗೆ ನೋವಾಗುವಾಗೆ ನಾನು ಯಾವತ್ತೂ ಮಾತನಾಡುವುದಿಲ್ಲ. അവർ ഒത്തിരി വേദനിക്കുന്നുണ്ട്, ಅವರು ತುಂಬಾ ನೋವನ್ನು ತಿನ್ನುತ್ತಾ അവർ ಇದ್ದಾರೆ, ഒത്തിരി കരയുന്നുണ്ട്, ಅವರು ತುಂಬಾ ಅಳುತ್ತಾ ಇದ್ದಾರೆ. കർത്താവേ, പലപ്പോഴും അവരുടെ ഹൃദയത്തിന്റെ വേദനകൾ, അവരുടെ ശരീരത്തിന്റെ വേദനകൾ മറന്ന് അവർ ഈ ജനത്തിന് വേണ്ടി നിൽക്കുന്നു. ಅವರು ತಮ್ಮ ನೋವನ್ನ, ತಮ್ಮ ಶರೀರದ ನೋವನ್ನ, ಸಮಸ್ಯೆಯನ್ನ ಮರೆತು ನಮಗಾಗಿ ಅವರು ಶ್ರಮ ಪಡುತ್ತಾ ಇದ್ದಾರೆ. ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നൊന്ന് പറഞ്ഞു. ನಾನು ಅವರನ್ನು ಆಶೀರ್ವದಿಸುತ್ತೇನೆ ಎಂಬುದಾಗಿ ಒಂದು ಸಲ ಹೇಳಿ. ഞാൻ എന്റെ ഫാദറിനെ മദറിനെ ബ്ലസ് ചെയ്യുന്നൊന്ന് പറഞ്ഞു. ನಾನು ನನ್ನ ತಂದೆ ತಾಯಿಯನ್ನು ನಾನು ಆಶೀರ್ವದಿಸುತ್ತೇನೆ. ഞാൻ ഇതിനകത്ത് അടിസ്ഥാനമിട്ട് വളരുമെന്നൊന്ന് പറഞ്ഞേ. ನಾನು ಇದರೊಳಗೆ ನನ್ನ ಅಸ್ತಿವಾರವನ್ನು ಹಾಕಿ ಬೆಳೆಯುತ್ತೇನೆ. പിശാചിനും ഒരു ഇരുട്ടിനും ഞങ്ങളെ തമ്മിൽ ഇനി വേർപിരിക്കാൻ കഴിയത്തില്ലെന്നൊന്ന് പറഞ്ഞേ. ಯಾವ ದುಷ್ಟ ಶಕ್ತಿಗೂ, ಯಾವ ಕತ್ತಲೆ ಆತ್ಮಕ್ಕೂ ನಮ್ಮನ್ನು ಡ್ಯಾಡಿಯೊಂದಿಗೆ ಬೇರ್ಪಡಿಸುವುದಕ್ಕಾಗುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿ. ഞങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞങ്ങളുടെ പപ്പയും അമ്മയുടെ കൂടെ തന്നെ ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന്. ನನ್ನ ಸಂತೋಷದಲ್ಲಿ ದುಃಖದಲ್ಲಿ ಯಾವಾಗಲೂ ನನ್ನ ಡ್ಯಾಡಿ ಮಮ್ಮಿ ആർക്കും ഞങ്ങളെ വേർപിരിക്കാൻ കഴിയത്തില്ല. ನನ್ನನ್ನು ಯಾರು ಬೇರ್ಪಡಿಸುವುದಕ್ಕಾಗುವುದಿಲ್ಲ. ആർക്കും ഞങ്ങളെ വേർപിരിക്കാൻ കഴിയത്തില്ല. ಯಾರಿಗೂ ನನ್ನನ್ನು ಬೇರ್ಪಡಿಸುವುದಕ್ಕಾಗುವುದಿಲ್ಲ. ആർക്കും ഞങ്ങളെ വേർപിരിക്കാൻ കഴിയത്തില്ല. ಯಾರು ಅಗಲಿಸುವುದಕ್ಕಾಗುವುದಿಲ್ಲ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ಕರ್ತನ ಕರಗಳಿಗೆ ಒಪ್ಪಿಸಿ.